നമുക്ക് ഈ ഒരു കാര്യം കൂടെ നമുക്ക് പരിശോധിക്കാം. ഒരിക്കൽ കൂടെ അതൊന്ന് ആവർത്തിക്കുകയാണ്. ചില വൈകി എത്തിയവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒരിക്കൽ കൂടെ ആവർത്തിക്കുകയാണ്. സ്റ്റോക്ക് മാർക്കറ്റിൽ നാം പണം ഉണ്ടാക്കലാണ് നമ്മുടെ ലക്ഷ്യം. സ്റ്റോക്ക് മാർക്കറ്റിൽ പണം ഉണ്ടാക്കലാണ് നമ്മുടെ ലക്ഷ്യം. പണം ഉണ്ടാക്കൽ ഒരു ലേണബിൾ സ്കില്ല് കൂടെയാണ്. അപ്പോൾ ഒന്നുകൂടെ ശ്രദ്ധാപൂർവ്വം പഠിക്കുക. ചില കാര്യങ്ങൾ ആവർത്തിച്ച് കേൾക്കുന്നതിലും ഒരിക്കലും നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നരുത്. കാരണം പരിശീലനം അഥവാ പ്രാക്ടീസ് അഥവാ പഠനം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ചില കാര്യങ്ങൾ ആവർത്തിച്ച് കേൾക്കുകയും കാണുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് ചില കാര്യങ്ങൾ ഹൃദയസ്ഥമാക്കാൻ മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഒരിക്കലും കൂടെ പരിശോധിച്ചോളൂ. സ്റ്റോക്ക് മാർക്കറ്റ് ആവട്ടെ, സ്റ്റോക്ക് മാർക്കറ്റ് തന്നെ ഇൻട്രാഡേ ആകട്ടെ, ഇൻവെസ്റ്റ്മെന്റ് ആവട്ടെ, സ്വിംഗ് ട്രേഡിംഗ് ആവട്ടെ, ഓപ്ഷൻ ബൈയിങ് ആവട്ടെ, ഓപ്ഷൻ സെല്ലിംഗ് ആവട്ടെ, സ്റ്റോക്ക് മാർക്കറ്റിലെ ഏത് സെഗ്മെന്റുകളാവട്ടെ, നിഫ്റ്റി ആവട്ടെ, ബാങ്ക് നിഫ്റ്റി ആവട്ടെ, സ്റ്റോക്സ് ആവട്ടെ, ഫ്യൂച്ചേഴ്സ് ആവട്ടെ, ഡെറിവേറ്റീവ്സ് ആവട്ടെ, ഏത് സെഗ്മെന്റുകളാകട്ടെ, ഒരേ അവസരം ലഭിച്ചതുകൊണ്ട് മാത്രം എല്ലാവർക്കും ഒരുപോലെ പണം ഉണ്ടാകുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിനാണ് ഇങ്ങോട്ട് വന്നത്. അത് സ്റ്റോക്ക് മാർക്കറ്റിൽ മാത്രമല്ല, മറ്റേത് മേഖലയാകട്ടെ. ഒരിക്കൽ ആവർത്തിക്കുകയാണ്. ഗോൾഡ് ആവട്ടെ, സ്വർണ്ണ വ്യാപാരമാകട്ടെ, റിയൽ എസ്റ്റേറ്റ് ആവട്ടെ, ഹോട്ടൽ ബിസിനസ് ആവട്ടെ, തുണി വ്യാപാരമാകട്ടെ, പെട്രോ കെമിക്കൽ ആകട്ടെ, റിയൽ എസ്റ്റേറ്റ് ആവട്ടെ, നമുക്ക് ഏത് മേഖലയാകട്ടെ, ഒരേ അവസരങ്ങൾ ലഭിച്ചതുകൊണ്ട് മാത്രം എല്ലാവർക്കും ഒരുപോലെ പണം ഉണ്ടാകുന്നില്ല. ഇതൊന്ന് ആദ്യം മനസ്സിലാക്കിയെങ്കിലാണ് എന്താണ് ആ പണത്തിന്റെ രഹസ്യം, നമുക്കും പണം ഉണ്ടാക്കാൻ നാം എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്ന് വ്യക്തമായ ഒരു ധാരണ രൂപീകരിക്കാനും ആ പണം ഉണ്ടാക്കുന്ന പ്രക്രിയയിൽ സക്സസ് ആവാനും കഴിയുക. കാരണം സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ, ഒരേ ഒരു ആവശ്യമേ ഉള്ളൂ, അത് പണമാണ്. അപ്പൊ ഇന്ന് നമുക്ക് നിങ്ങൾ ഒരുപക്ഷെ സാമ്പത്തിക അന്വേഷികൾക്ക് എല്ലാവർക്കും ഒരുപോലെ അറിയുന്ന ഒരു പ്രസ്താവന കൂടെ ഒന്ന് മനസ്സിലാക്കിയതിനു ശേഷം നമുക്ക് എന്താണ് സ്റ്റോക്ക് മാർക്കറ്റിൽ പണം ഉണ്ടാകുന്നതിന്റെയും ഉണ്ടാകാതിരിക്കുന്നതിന്റെ രഹസ്യം എന്ന ആ കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം. അപ്പോ രണ്ടാമത് പരിശോധന വിധേയമാക്കേണ്ടത് നിങ്ങൾക്കറിയാവുന്ന ഒരു കാര്യമാണ്. ലോകത്തിലുള്ള മൊത്തം ധനത്തിന്റെ, കാരണം നാം ഇവിടെ വന്നിരിക്കുന്നത് ധനം നേടാനാണ്, പണം നേടാനാണ്. നമ്മൾ അറിയേണ്ടത് മറ്റൊരു കാര്യമാണ്. ലോകത്തിലുള്ള മൊത്തം ധനത്തിന്റെ 90% ധനവും ലോക ജനസംഖ്യയുടെ 10% മാത്രം വരുന്ന ധനികരുടെ കൈവശമാണ് എന്നറിയുന്നവരല്ലേ ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും തന്നെ? ഒന്ന് ഫീഡ്ബാക്ക് തന്നാൽ നന്നായിരുന്നു. ആരെങ്കിലും മൈക്ക് ഓൺ ചെയ്തോ? കാരണം അത് അറിയുന്നവരുണ്ടെന്ന് ഈ ക്ലാസ്സിൽ മറ്റുള്ളവർ അറിയുന്നവരുണ്ടെന്ന് അറിയുമ്പോൾ ബാക്കി അത് ആൻസർ പറയാത്തവർക്കും അതല്ലെങ്കിൽ കേട്ടിരിക്കുന്നവർക്കും ഒരു സപ്പോർട്ടിംഗ് ആവും. ഈ പ്രസ്താവന കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? അത് കാരണം നമുക്കത് പ്രധാനമാണ്. കാരണം നാം എവിടെയാണ് ഇപ്പോൾ, നാം ഏത് ശതമാനത്തിലാണ്, നാം ആ സമ്പന്ന ഗണത്തിൽ എത്തിപ്പെടാൻ നമ്മിൽ എന്ത് മാറ്റമാണ് വരുത്തേണ്ടത് എന്നുള്ള പഠനത്തിന്റെ ഒരു ആദ്യ ഘട്ടമാണത്. കാരണം നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് പണം ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിനെ അല്ല മാറ്റാൻ കഴിയുക, നമ്മളെയാണ് മാറ്റാൻ കഴിയുക, നമ്മുടെ അറിവിന്റെ തലത്തിനെയാണ് മാറ്റാൻ കഴിയുക. അത് ഓരോ പ്രസ്താവനകളും, ഞാൻ വീണ്ടും പറയുന്നു, ഓരോ പ്രസ്താവനകളും നാം പ്രതീക്ഷിച്ചതാണോ, നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതാണോ, എന്താ പറയാ, നമുക്ക് ഇഷ്ടപ്പെട്ടതാണോ എന്ന് നോക്കാതെ ഓരോ പ്രസ്താവനയും സത്യമാണോ എന്ന് നോക്കുക, അടുത്ത പ്രസ്താവനയും സത്യമാണോ എന്ന് നോക്കുക. സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് പണം ഉണ്ടാക്കുന്ന കാര്യത്തിൽ തന്നെ ഇന്നലെ വരെ നേടിയ നേട്ടങ്ങൾ പോരാ എങ്കിൽ ഇന്നലെ വരെ അറിഞ്ഞ അറിവുകൾ പോരാ. ഈ ഓരോ പ്രസ്താവനയും സത്യമല്ലേ എന്ന് നോക്കൂ, ശരിയല്ലേ എന്ന് നോക്കൂ, പഠന മനോഭാവത്തോടെ പരിശോധന വിധേയമാക്കൂ. ഇന്നലെ വരെ നേടിയ നേട്ടങ്ങൾ പോരാ എങ്കിൽ ഇന്നലെ വരെ നേടിയ അറിവുകൾ പോരാ. അപ്പൊ നമ്മൾ ഒരു പുതിയ അറിവിലേക്ക് ചൂടുവെക്കാൻ പോവുകയാണ്. ഒന്ന് അതിന് ആരെങ്കിലും ഒക്കെ ഒന്ന് മറ്റേ കമന്റ് വഴിയോ അതല്ലെങ്കിൽ മൈക്ക് ഓണാക്കി ഒന്ന് ഉത്തരം പറയാൻ ശ്രമിച്ചോളൂ. ഈ പ്രസ്താവന നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? ഈ കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? ലോകത്തുള്ള മൊത്തം ധനത്തിന്റെ 90% ധനവും ലോക ജനസംഖ്യയുടെ 10% മാത്രം വരുന്ന ധനികരുടെ കൈവശമാണ് എന്നറിയുന്നവരില്ലേ ഈ ക്ലാസ്സിൽ? എന്നറിയുന്നത് അല്ലേ പലരും? ഒന്ന് ഫീഡ്ബാക്ക് തരാം ആരെങ്കിലും. അറിയാമല്ലോ അല്ലേ? അതല്ലേ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലും കാശുണ്ടാക്കാൻ ഒരു രണ്ട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. പണമുണ്ടാക്കലാണ്. യെസ്, താങ്ക് യു സർ, താങ്ക് യു അബിൻ സർ, യെസ് പറയുന്നു. അതായത് അതിന്റെ ഉത്തരത്തിലേക്ക് വരുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി ഞാൻ അറിയിക്കുകയാണ്. ലിങ്ക് പോയാലും കുഴപ്പമില്ല. നമുക്ക് പണം ഉണ്ടാക്കാൻ പഠിക്കണമെങ്കിൽ നമുക്കൊരു അടിസ്ഥാന യോഗ്യത ഉണ്ടാവണം. അതിന്റെ പേരാണ് സത്യസന്ധമായ മനസ്സ്. ആരോടാണ് വേണ്ടത്? അവനവനോട് തന്നെയുള്ള സത്യസന്ധത. രണ്ടാമത് രണ്ട് തത്വശാസ്ത്രങ്ങൾ നമ്മളത് മനസ്സിലാക്കിയിരിക്കണം. ഒന്നുകിൽ അതിലൊന്നാമത്തതാണ്, ഒന്നുകിൽ ഈഗോ ജയിക്കാം അല്ലെങ്കിൽ കാശുണ്ടാക്കാം. തിരിച്ചും പറയാം, ഒന്നുകിൽ കാശുണ്ടാക്കാം അല്ലെങ്കിൽ ഈഗോ ജയിക്കാം. കാരണം ആ കാശുണ്ടാക്കാൻ പഠിക്കാൻ ശ്രമിക്കുന്ന കാലഘട്ടത്തിലെങ്കിലും നമുക്ക് ഈഗോ ഉണ്ടാവാൻ പാടില്ല. ഓട്ട മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ ഭാണ്ഡക്കെട്ട് ഉണ്ടാവാൻ പാടില്ല. അതിനുശേഷം ഭാണ്ഡക്കെട്ട് എടുത്ത് വേണമെങ്കിൽ യാത്ര തുടരാം. അപ്പൊ ഒന്നുകിൽ ഈഗോ ജയിക്കാം അല്ലെങ്കിൽ കാശുണ്ടാക്കാം. അതുപോലെ ഒരു ലേണിംഗ് പ്രോസസ് ആവട്ടെ, ഒരു ഇംപ്ലിമെന്റേഷൻ ആവട്ടെ, നമ്മൾ എന്തെങ്കിലും പഠിക്കുമ്പോഴാവട്ടെ, അത് പ്രയോഗിക്കുമ്പോഴാവട്ടെ, ഒന്നുകിൽ ചെയ്യാതിരിക്കുക, ചെയ്താൽ ആത്മാർത്ഥമായി ചെയ്യുക. ഈ നിർദ്ദേശങ്ങളെല്ലാം തന്നെ സത്യസന്ധമായ മനസ്സോടെ കേൾക്കുന്ന എല്ലാവർക്കും അത് എന്താ പറയാ, അത് സ്വീകാര്യമാണെന്ന് കരുതുന്നു. അപ്പൊ വീണ്ടും
ആ പോയിന്റിലേക്ക് ഒന്നുകൂടെ വരുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ലോകത്തുള്ള മൊത്തം ധനത്തിന്റെ 90% ധനവും ലോക ജനസംഖ്യയുടെ 10% മാത്രം വരുന്ന ധനികരുടെ കൈവശമാണ്. ബാക്കി 10% മാത്രമാണ് ഇനിയുള്ള ആ ബാക്കി 90% ആളുകൾക്ക് വീതിക്കാനായി ലഭിച്ചിരിക്കുന്നത്. ആ 10% ധനം മാത്രമാണ്. അപ്പൊ അങ്ങനെയെങ്കിൽ ഇനി സത്യസന്ധമായ മനസ്സോടെ, തുറന്ന മനസ്സോടെ പരിശോധന വിധേയമാക്കൂ. അങ്ങനെയെങ്കിൽ ഈ ലോകത്തുള്ള 90% ധനം കൈയാളുന്ന ആ 10% മാത്രം വരുന്ന ധനികരാണോ ആ 90% ധനികരല്ലാത്തവരെക്കാൾ അറിവ് കൂടിയ, കഴിവ് കൂടിയ, വിദ്യാഭ്യാസം കൂടിയ, കഠിനാധ്വാനം കൂടിയ, ബുദ്ധി കൂടിയവർ എന്നർത്ഥമുണ്ടോ എന്നാണ്. എന്താ നിങ്ങളുടെ അഭിപ്രായം? നിങ്ങളുടെ സത്യസന്ധമായ ഉത്തരം. ആ ലോകത്തുള്ള മൊത്തം ധനത്തിന്റെ 90% ധനം കൈയാളുന്ന ഈ 10% മാത്രം എന്ന ധനികരാണ് ബാക്കിയുള്ള 90% സാധാരണ ജനത്തിനേക്കാൾ അറിവ് കൂടിയ, കഴിവ് കൂടിയ, വിദ്യാഭ്യാസം കൂടിയ, ബുദ്ധി കൂടിയ, കഠിനാധ്വാനം കൂടിയവർ എന്നർത്ഥമുണ്ടോ? എന്ന് പറയുന്നു. ഇല്ല. യെസ്. അപ്പൊ നിങ്ങൾ വളരെ സത്യസന്ധമായി കേൾക്കുന്നു, വളരെ സന്തോഷം. പരിശോധിക്കുക. അപ്പൊ നോക്കൂ, അപ്പൊ ഇതൊന്നും പണത്തിന്റെ മാനദണ്ഡമല്ല. സ്റ്റോക്ക് മാർക്കറ്റ് ആയതുകൊണ്ട്, ഗോൾഡ് ആയതുകൊണ്ട്, അതായത് ഗോൾഡിൽ പൊളിയുന്നവരുണ്ട്, ആക്രിയിൽ കോടികൾ സമ്പാദിക്കുന്നവരുണ്ട്. അപ്പൊ നാം സ്റ്റോക്ക് മാർക്കറ്റിൽ വന്നത് പണം സമ്പാദിക്കാനാണ് എന്നതുകൊണ്ടാണ് ഇത്തരം രഹസ്യങ്ങളിലേക്കൂടെ നാം ഇപ്പോൾ വെളിച്ചം വീശുന്നത്. അതായത് പണത്തിന്റെ രഹസ്യം ഇതൊന്നുമല്ല, മേഖലയല്ല. അപ്പൊ സ്റ്റോക്ക് മാർക്കറ്റ് ആയതുകൊണ്ട്, ഗോൾഡ് ആയതുകൊണ്ട്, അപ്പം ഒന്നാമത്തെ പിന്നെ മേഖലയല്ല, അറിവല്ല, കഴിവല്ല, വിദ്യാഭ്യാസമല്ല, കഠിനാധ്വാനമല്ല, ബുദ്ധിയല്ല. മേഖലയല്ല, അറിവല്ല, കഴിവല്ല, വിദ്യാഭ്യാസമല്ല, കഠിനാധ്വാനമല്ല, ബുദ്ധിയല്ല പണത്തിന്റെ രഹസ്യം. കാരണം അറിവുള്ള, കഴിവുള്ള, വിദ്യാഭ്യാസമുള്ള, കഠിനാധ്വാനികളായ ബുദ്ധിശാലികൾ പോലും ധനികരല്ലാത്തവരിൽ പെട്ടൊഴിലുമ്പോൾ, കേൾക്കുക, അറിവുള്ള, കഴിവുള്ള, വിദ്യാഭ്യാസമുള്ള, കഠിനാധ്വാനികളായ ബുദ്ധിശാലികൾ പോലും ധനികരല്ലാത്ത 90% സാധാരണ ജനങ്ങളിൽപ്പെട്ട് ഉഴലുമ്പോൾ, അറിവില്ലാത്ത, കഴിവില്ലാത്ത, വിദ്യാഭ്യാസമില്ലാത്ത, കഠിനാധ്വാനികളല്ലാത്ത, ബുദ്ധിശാലികളല്ലാത്തവർ ആ ധനികരിൽ പെടുന്നതും കാണാം. സത്യമല്ലേ ഇതും? സത്യസന്ധമായി പരിശോധിക്കുക ഓരോ പോയിന്റുകളും. കാരണം സത്യമല്ലേ ഇതും? സത്യമല്ലേ? നിങ്ങൾ ആരെങ്കിലും ഒന്ന് 2 മിനിറ്റ് ഫീഡ്ബാക്ക് പറയൂ. നമ്മൾ സത്യസന്ധമായ ക്ലാസ് പങ്കെടുക്കുമ്പോൾ ഡിസ്റ്റർബൻസ് നോക്കണ്ട, അധിക ഡിസ്റ്റർബൻസ് ആയി നമുക്ക് ഓൾ മ്യൂട്ട് കൊടുക്കാം. എന്ത് പറയുന്നു? സത്യമല്ലേ ഇതും? യെസ് ബിപിൻ സാർ, സത്യം. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും ഇന്നത്തെ ക്ലാസ്സിലും നിങ്ങൾക്കൊരു നിലപാടുണ്ടാവണം. ഇവിടെ നമുക്ക് പരിചയമില്ലാത്തൊരു വ്യക്തിയാണോ എന്ന് ചിന്തിക്കാതെ, രണ്ട് വ്യക്തികളുടെ ക്ലാസ്സുകൾ നിങ്ങൾ, യെസ് നിതിൻ സാർ, ഒക്കെ എല്ലാവർക്കും നന്ദി. താങ്ക് യു. എല്ലാവരും ശ്രദ്ധാപൂർവ്വം കേൾക്കുന്നു. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഇന്നും ഒരു നിലപാടുണ്ടാവണം. നമ്മളൊരു കാര്യം കേൾക്കുമ്പോൾ, ഒരു കാര്യത്തെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ, ഇപ്പം നമുക്കൊരു നിലപാടുണ്ടാവണം. ഈ പറയുന്ന കാര്യം സത്യമാണോ, യാഥാർത്ഥ്യമാണോ, പറ്റിക്കൽസ് ആണോ എന്ന് തിരിച്ചറിയാനുള്ള ഒരു ബുദ്ധിയും ബോധവും നമുക്കുണ്ടാവണം. ഇവിടെ ആരും കൊച്ചുകുട്ടികളല്ലല്ലോ. ഓരോ പ്രസ്താവനകൾ കേൾക്കുമ്പോൾ, ഓരോ പുതിയ അറിവുകൾ കാണുമ്പോൾ, ഇത് സത്യമാണോ, യാഥാർത്ഥ്യമാണോ എന്ന് തിരിച്ചറിയാനുള്ള നമ്മുടെ സാമാന്യ ബുദ്ധി ഒന്ന് ഉപയോഗിച്ചാൽ നമുക്ക് വലിയ നേട്ടങ്ങളുടെ വാതായനങ്ങൾ തുറന്നു വരും. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇതൊരു യാഥാർത്ഥ്യമാണ്. കാരണം അറിവല്ല, കഴിവല്ല, വിദ്യാഭ്യാസമല്ല, കഠിനാധ്വാനമല്ല, ബുദ്ധിയല്ല, ഒരേ മേഖലയല്ല. അറിവല്ല, കഴിവല്ല, വിദ്യാഭ്യാസമല്ല, കഠിനാധ്വാനമല്ല, ബുദ്ധിയല്ല, ഒരേ മേഖലയല്ല. പിന്നെ എന്താണ് ആ 10% ആളുകൾ, അല്ലെങ്കിൽ ഒരുവൻ ധനികനാകുമോ ഇല്ലയോ എന്ന് നിർണ്ണയിക്കുന്ന ഘടകം എന്താണ്? അതാണ് നാം പരിശോധിക്കേണ്ടത്. വളരെ സത്യസന്ധമായി കേൾക്കുക. നിങ്ങൾക്കത് കഴിയും, നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും. കാരണം വീണ്ടും ഒരിക്കൽ കൂടെ ആവർത്തിക്കുന്നു, ഇന്നലെ വരെ നേടിയ നേട്ടങ്ങൾ പോരാ എങ്കിൽ ഇന്നലെ വരെ നേടിയ അറിവുകൾ പോരാ. പക്ഷെ പുതിയ അറിവുകൾ നേടാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഭയപ്പാടുണ്ടാവും. ഇത് വല്ല തട്ടിക്കൽസ് ആണോ, പറ്റിക്കൽസ് ആണോ, ഇത് ഞാൻ സ്വയം കബളിപ്പിക്കപ്പെടുമോ? അത്തരം ഭയപ്പാടുകളൊക്കെ മാറ്റിവെച്ച സ്വന്തം മനസാക്ഷി ഉണർത്തിക്കൊണ്ട്, സ്വന്തം അകക്കണ്ണ് തുറന്നുകൊണ്ട്, സ്വന്തം സാമാന്യ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ഓരോ നിമിഷവും ആ പഠന മനോഭാവത്തോടെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ, ഈ ലോകത്തെ നോക്കി കാണുകയാണെങ്കിൽ, ഇന്ന് ഈ ക്ലാസ്സിനെ നോക്കി കാണുകയാണെങ്കിൽ, നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ മാറ്റം, വലിയൊരു സാമ്പത്തിക കുതിപ്പിന് ആരംഭം കുറിക്കാൻ കഴിയും. അപ്പൊ കേട്ടോളൂ, എന്താണ് പണത്തിന്റെ മാനദണ്ഡം? ചിലരിലേക്ക് മാത്രം പണം വരുന്നതിന്റെയും പലരിലേക്കും പണം വരാത്തതിന്റെയും അടിസ്ഥാന രഹസ്യം എന്താണ്? ബ്രെയിനിന്റെ ചില മാരക നിയമങ്ങളാണ്, അല്ലെങ്കിൽ ചില അതിശക്തമായ നിയമങ്ങളാണ് ഒരുവൻ പണം ഉണ്ടാക്കുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. അതിപ്പോൾ ഇതെന്താണ് സ്റ്റോക്ക് മാർക്കറ്റുമായി ബന്ധമെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. കേട്ടുകൊണ്ടേ പോകും. നമുക്കറിയാം, സ്റ്റോക്ക് മാർക്കറ്റിലാവട്ടെ, എവിടെയാവട്ടെ, സ്റ്റോക്ക് മാർക്കറ്റിൽ ഞാൻ പരാജയപ്പെട്ടു, ഞാൻ പൊളിഞ്ഞു, ഞാൻ നേടി, അല്ലെങ്കിൽ ഞാൻ വൻതോതിൽ നേടി എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ ആരാണ് നേടുന്നത്? ഞാൻ എന്ന് പറയുമ്പോൾ അതെന്റെ കണ്ണല്ല, മൂക്കല്ല, നാക്കല്ല, വൻകുടലല്ല, ചെറുകുടലല്ല, ത്വക്കല്ല. കണ്ണില്ലാത്തവരും, കാതില്ലാത്തവരും, മൂക്കില്ലാത്തവരും, നാക്കില്ലാത്തവരൊക്കെ കോടികൾ സമ്പാദിക്കുന്നവർ കുറച്ചു പേരെങ്കിലും ലോകത്തുണ്ട്. അപ്പൊ ഇതൊന്നുമല്ല. ഞാൻ നേടി എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ പരാജയപ്പെട്ടു എന്ന് പറയുമ്പോൾ, അത് സംഭവിപ്പിച്ചത് ബ്രെയിനാണ്. ശ്രദ്ധാപൂർവ്വം മനസ്സിലാക്കുക. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വഴിത്തിലുണ്ടാക്കുന്ന അറിവായേക്കാം, അല്ലെങ്കിൽ ചിലരുടെയെങ്കിലും. ഓക്കെ, അത് എല്ലാവർക്കും തന്നെ ആവേണ്ടതാണ്. സ്വന്തം സാമാന്യ ബുദ്ധി ഉപയോഗിക്കുന്ന എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയും. അതായത് നമുക്കത് മറ്റൊരു രീതിയിൽ മനസ്സിലാക്കാൻ ശ്രമിക്കാം.
പണം ഉണ്ടാക്കാനായി ഒരു മനുഷ്യന് ഉപയോഗിക്കാൻ കഴിയുന്ന അവയവം ഏതാണ്? പണം ഉണ്ടാക്കാനായി ഒരു മനുഷ്യന് ഉപയോഗിക്കാൻ കഴിയുന്ന അവയവം ഏതാണ്? നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പം അറിയാം അത് ബ്രെയിൻ ആണ് എന്നുള്ളത്. കണ്ണോ, മൂക്കോ, നാക്കോ, ത്വക്കോ, വൻകുടലോ, ചെറുകുടലോ, പാൻക്രിയാസോ, ഹാർട്ടോ, ലിവറോ അല്ല, ബ്രെയിൻ ആണ്. അപ്പോൾ പണം ഉണ്ടാക്കുന്നത് ബ്രെയിൻ ഉപയോഗിച്ചാണ് എന്നറിയാം, പക്ഷെ പണം ഉണ്ടാക്കാനുള്ള ബ്രെയിനിന്റെ പ്രൊവിഷൻ നമുക്ക് അറിയുന്നില്ല. അത് അറിഞ്ഞോ അറിയാതെയോ ശരിയാക്കുന്നവർ പണം ഉണ്ടാക്കുന്നു, അറിഞ്ഞോ അറിയാതെയോ തെറ്റിക്കുന്നവർ പണം ഉണ്ടാക്കാൻ കഴിയാതെ പോകുന്നു. നമുക്കതിന്റെ കുറച്ചുകൂടെ ഒന്നുകൂടെ ലളിതമാക്കി പരിശോധിക്കാം. നമ്മളിപ്പോൾ ബ്രെയിൻ എന്ന് പറഞ്ഞെടുത്ത് മറ്റൊരു രീതിയിൽ നോക്കാം നമുക്ക്. അതായത് മൈൻഡിന്, ഇനി മൈൻഡ് എന്ന് പറയാം. ബ്രെയിൻ എന്നത് ഹാർഡ്വെയർ ആണെങ്കിൽ മൈൻഡ് എന്നത് സോഫ്റ്റ്വെയർ. ഇപ്പൊ നമുക്കിത് നോക്കാം. മൈൻഡിന്, പണം ഉണ്ടാക്കുന്നതിൽ മൈൻഡിന് വല്ല പങ്കുമുണ്ടോ? തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാം ഉണ്ട്. അത് മാത്രമല്ല മൈൻഡിനെ പങ്കുള്ളൂ, പ്രത്യേകിച്ച് സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ. കാരണം നമുക്കൊരു സ്ട്രാറ്റജി അറിയാമെങ്കിൽ പോലും, ഒരു മെത്തേഡ് അറിയാമെങ്കിൽ പോലും അത് ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ വിനിയോഗിക്കണമെങ്കിൽ അതിന് മൈൻഡാണ് പ്രധാനം. ഇപ്പൊ പണം ഉണ്ടാക്കുന്ന കാര്യത്തിൽ മൈൻഡിന് വല്ല പങ്കുമുണ്ടോ എന്ന ചോദ്യത്തിന് ഉണ്ട് എന്നാണ് ആൻസർ. ഒരു പരിധിവരെ മൈൻഡിനെ പങ്കുള്ളൂ. അപ്പോൾ ഈ സാമ്പത്തിക യാത്ര എന്നുള്ളത്, അത് സ്റ്റോക്ക് മാർക്കറ്റിലാവട്ടെ, ലോകത്തിലെ ഏത് സാമ്പത്തിക മേഖലയിലാകട്ടെ, നാം ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് പണം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരായതിനാൽ, അത് എന്തുകൊണ്ടെന്നാൽ പണം ഉണ്ടാക്കാൻ കഴിയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ മേഖലയാണ് സ്റ്റോക്ക് മാർക്കറ്റ്. പണം ഉണ്ടാക്കാനുള്ള ലോകത്തിലെ ഏറ്റവും വലിയ മേഖലയാണ് സ്റ്റോക്ക് മാർക്കറ്റ്. ഏറ്റവും നല്ല മേഖലയുമാണ്. എന്തുകൊണ്ടെന്നാൽ ജോലി കൊണ്ട് ഒരാൾക്ക് അതിസമ്പന്നനാവാൻ കഴിയില്ല. ജോലി ഒരാളെയും ധനികനാക്കില്ല. ജോലി ഒരാളെയും ദരിദ്രനുമാക്കില്ല. ജോലി ഒരാളെയും ദരിദ്രനാക്കില്ല. ജോലി ഒരാളെയും ധനികനുമാക്കില്ല. ധനികനാകണമെങ്കിൽ ബിസിനസ് ചെയ്യണം. അതിൽ ലോകത്തിലെ ഏതൊരാൾക്കും അവനവന്റെ സ്ഥലത്തിരുന്നുകൊണ്ട് അവനവന്റെ സൗകര്യത്തിനനുസരിച്ചുകൊണ്ട് ഒരു മൊബൈലോ കമ്പ്യൂട്ടറോ ഉപയോഗിച്ച് അവനവന്റെ വിരൽത്തുമ്പ് കൊണ്ട് പണം ഉണ്ടാക്കാൻ കഴിയുന്ന ബിസിനസ് ആണ് സ്റ്റോക്ക് മാർക്കറ്റ്. അപ്പൊ വീണ്ടും നമ്മുടെ പോയിന്റിലേക്ക് വരാം. അപ്പൊ പണം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? ബ്രെയിനിന്റെ എന്ന് പറഞ്ഞു, മൈൻഡിന്റെ എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് നമുക്ക് അതിന്റെ ഒരു കൺക്ലൂഷനിലേക്ക് വരാം. എന്നിട്ട് അതിന്റെ വിശദീകരണത്തിലേക്ക് പോകാം. സാമ്പത്തിക യാത്രയുടെ രണ്ട് ചിറകുകൾ ഒരുപോലെ പ്രവർത്തന നിരതമാകുമ്പോഴാണ് ഒരാൾ ആ സാമ്പത്തിക യാത്രയുടെ ലക്ഷ്യത്തിലെത്തുക. ആ രണ്ട് ചിറകുകളാണ് മൈൻഡ് ആൻഡ് മെത്തേഡ്. മൈൻഡ് ആൻഡ് മെത്തേഡ്. ഇപ്പൊ സ്റ്റോക്ക് മാർക്കറ്റ് ആണെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ വിജയിക്കാൻ ആവശ്യമായ മെത്തേഡ് പറഞ്ഞിരിക്കണം. സ്റ്റോക്ക് മാർക്കറ്റിന്റെ മെത്തേഡ് പറഞ്ഞിരിക്കണം. പണം ഉണ്ടാക്കുന്ന മൈൻഡിന്റെ ഘടകം അനുകൂലവുമായിരിക്കണം. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് പ്രവർത്തന നിരതമായെങ്കിലാണ്, മൈൻഡ് ആൻഡ് മെത്തേഡ് എന്ന ഈ രണ്ട് ശാഖകളും പ്രവർത്തന നിരതമായെങ്കിലാണ് ഒരാൾക്ക് വിജയപഥത്തിൽ എത്താൻ കഴിയുക. ഇതിൽ ഏതെങ്കിലും ഒരു ചിറക് വീക്ക് ആണെങ്കിൽ വീണു പോകും. അപ്പൊ മൈൻഡ് ആൻഡ് മെത്തേഡ്. സ്റ്റോക്ക് മാർക്കറ്റിലാണെങ്കിൽ അത് ട്രേഡിംഗ് സൈക്കോളജി ആൻഡ് ട്രേഡിംഗ് മെത്തേഡ്. ട്രേഡിംഗ് സൈക്കോളജി ആൻഡ് ട്രേഡിംഗ് മെത്തേഡ്. നമ്മളതിന്റെ ആ രണ്ട് കാര്യങ്ങളെ കുറിച്ചും നാം ഇന്നും ഒന്ന് പെട്ടെന്ന് തന്നെ ഒരു ക്രാഷ് കോഴ്സ് പോലെ നമ്മൾ ഇന്ന് തന്നെ കാണുകയാണ്. കാരണം ഇന്നത്തെ ക്ലാസ്സിൽ തന്നെ നിങ്ങൾക്ക് ഗുണകരമാകുന്ന പല കാര്യങ്ങളും പങ്കുവയ്ക്കാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോ മൈൻഡ് ആൻഡ് മെത്തേഡ് അല്ലെങ്കിൽ ട്രേഡിംഗ് സൈക്കോളജി ആൻഡ് ട്രേഡിംഗ് മെത്തേഡ്, അതായത് M+M = M എന്നാണ്. മൈൻഡ് പ്ലസ് മെത്തേഡ് = മണി. അത് സ്റ്റോക്ക് മാർക്കറ്റിലാകുമ്പോൾ ട്രേഡിംഗ് സൈക്കോളജി പ്ലസ് ട്രേഡിംഗ് മെത്തേഡ് = മണി. അപ്പൊ നിങ്ങൾക്ക് ഇന്നും 2 സെഷൻസ് ആണ്. അതിൽ നിങ്ങൾക്ക് ട്രേഡിംഗ് മെത്തേഡ് എടുക്കുന്നത് സർവാദരണീയനായ സന്തോഷ് മാധവൻ സാറാണ്. പ്രൊഫഷണൽ ഫിനാൻഷ്യൽ കൺസൾട്ടന്റും കേരളത്തിൽ ലീഡിംഗ് സ്റ്റോക്ക് മാർക്കറ്റ് സ്ട്രാറ്റജിസ്റ്റുമായി. അത് മാത്രമല്ല കേരളത്തില് വർഷങ്ങളായി ക്ലാസ്സുകൾ നടത്തിപ്പോരുന്ന രീതിയുണ്ട്. അതായത് പങ്കെടുത്തവർക്ക് ക്ലാസ് തൃപ്തിയായില്ലെങ്കിൽ വൈകുന്നേരം ക്ലാസ് കഴിയുമ്പോൾ തന്നെ മുഴുവൻ ഫീസും തിരികെ നൽകാമെന്ന ആ ഒരു നേരേവോ ഗ്യാരണ്ടിയിൽ ക്ലാസ് എടുക്കുന്ന, വളരെ ജെന്യുവൻലി നിങ്ങളെ പഠിപ്പിച്ചു ക്ലാസ് പങ്കെടുത്ത് ക്ലാസ് തൃപ്തിയായില്ലെങ്കിൽ വൈകുന്നേരം ക്ലാസ്, അല്ലെങ്കിൽ നിങ്ങളോട് വാഗ്ദാനം ചെയ്ത രീതിയിൽ നിങ്ങളെ പഠിപ്പിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ വൈകുന്നേരം ക്ലാസ് കഴിയുമ്പോൾ തന്നെ മുഴുവൻ ഫീസും തിരികെ നൽകുന്നതാണ് എന്നുള്ള അത്രയും നേരേവോ എന്നുള്ള മൂല്യാധിഷ്ഠിത ഫീസ് രീതിയിൽ സ്റ്റോക്ക് മാർക്കറ്റ് ട്രെയിനിങ് പ്രോഗ്രാം നടത്തുന്ന അപൂർവ വ്യക്തിത്വമുള്ള ഒരാളാണ് സന്തോഷ് മാധവൻ സാർ. അപ്പൊ അദ്ദേഹമാണ് നിങ്ങൾക്ക് ഇന്ന് മെത്തേഡ് എടുക്കുന്നത്, സ്റ്റോക്ക് മാർക്കറ്റ് മെത്തേഡ് എടുക്കുന്നത്. കാരണം സ്റ്റോക്ക് മാർക്കറ്റ് മെത്തേഡ് ഒന്ന് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതിന്റെ ഏറ്റവും രസകരമായിട്ട് എനിക്ക് ഇപ്പോഴും തോന്നാറുള്ളത്, ഈ മെത്തേഡിന്റെ യാഥാർത്ഥ്യങ്ങൾ അറിയാത്തത് കുറെ സ്ട്രാറ്റജികളും യൂട്യൂബ് വീഡിയോകളും മറ്റുള്ളവർ പറഞ്ഞു കേട്ട അറിവുകളും ഒക്കെ ഉണ്ടെങ്കിലും, പക്ഷെ മലയാളികൾക്ക് ഇപ്പോഴും ട്രേഡിങ്ങിന്റെ അതിന്റെ ഒരു നട്ടല്, ഒരു കാമ്പ്, കോർപ്പെടുത്താൻ കിട്ടിയിട്ടില്ല പലർക്കും. അതൊരു ട്രെയിനിങ് പ്രോഗ്രാമിലൊക്കെ പങ്കെടുത്ത് കിട്ടുള്ള ഒരു വശീകരിക്കൽ വേണ്ടി പറയുന്നതല്ല, നിങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാവും. കാരണം മലയാളികൾക്ക് മാർക്കറ്റിൽ പേടി
ലോസിനെ അല്ല. മലയാളികൾക്ക് മാർക്കറ്റിൽ പേടി ലോസിനെ അല്ല, പ്രോഫിറ്റിനെയാണ്. ലോസ് പുഷ്പം പോലെ മലയാളി നോക്കിയിരിക്കും, പ്രോഫിറ്റ് കാണുമ്പോൾ മുട്ടുമുട്ടിയിരിക്കാൻ തുടങ്ങും. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾ ട്രേഡിങ്ങിനെ കുറിച്ച് അറിയുന്നവർക്ക് മനസ്സിലാവും. തീർത്തും പൊതുമുഖങ്ങൾക്ക് ഇത് മനസ്സിലാക്കണമെന്നില്ല, അത് ട്രേഡിങ്ങിനെ അറിയാവുന്നവർക്ക് അറിയാം. ലോസ് മലയാളി പുഷ്പം പോലെ ഇരിക്കും, ലോസ് പുഷ്പം പോലെ നോക്കിയിരിക്കും, കൂളായി നോക്കിയിരിക്കും. ലോസ് 500 നോ പ്രോബ്ലം, ലോസ് 650 നോ ഇഷ്യൂ, ലോസ് 1000 കൂൾ, ലോസ് 1500 നോ ഇഷ്യൂ, ലോസ് 2000 നോ പ്രോബ്ലം, ഒരു പ്രശ്നമില്ല. ലോസ് 2000 വരെ നോക്കിയിരിക്കുന്ന മലയാളി പിറ്റേന്ന് പ്രോഫിറ്റ് വന്നിട്ടുണ്ടെങ്കിൽ പ്രോഫിറ്റ് 150, ആകാംക്ഷയായി, പ്രോഫിറ്റ് 250, മുട്ട് വരയ്ക്കാൻ തുടങ്ങി, പ്രോഫിറ്റ് 350, ശ്വാസം മുട്ടാൻ തുടങ്ങി, പ്രോഫിറ്റ് 400, എന്ത് ചെയ്യണമെന്ന് അറിയാം, പ്രോഫിറ്റ് 500 കട്ട് ചെയ്ത് കളയും. ശരാശരി മലയാളി ട്രേഡിംഗ് എന്നത് പ്രോഫിറ്റ് 500 എങ്കിൽ ലോസ് 2000 എന്നുള്ളതാണ്. അതിനൊരു പരിഹാരമാണ് യഥാർത്ഥ മെത്തേഡ് പഠിച്ചുകൊണ്ട് റൈറ്റ് എൻട്രി പോയിന്റിൽ എൻട്രി എടുക്കാനും റൈറ്റ് പ്രോഫിറ്റ് ബുക്കിംഗ് പോയിന്റിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനും സാധ്യമായ ട്രേഡുകളിൽ സാധ്യമായത്രയും പ്രോഫിറ്റ് റൈറ്റ് ചെയ്ത് നേടാനുള്ള ടെക്നിക്സ്. അത്തരം കാര്യങ്ങളെ കുറിച്ച് പഠിപ്പിക്കുന്നതിനായി സന്തോഷ് മാധവൻ സാർ ഇവിടെയുണ്ട്. അതുപോലെ ട്രേഡിംഗ് സൈക്കോളജി എന്ന വിഷയം നിങ്ങൾക്കായി പഠിപ്പിക്കുന്നത് ഞാനാണ്. എന്റെ പേര് PS തോമസ് ആണ്. ഞാൻ ആരംഭത്തിൽ പറഞ്ഞു കഴിഞ്ഞു. വൈകി വന്നവർ എന്നെ ക്ഷമയോടെ കേട്ടിരിക്കുക, കാരണം നമ്മൾ ആവർത്തിച്ചിട്ടുണ്ടായിരുന്നു, വൈകി വരുന്നവർക്ക് വേണ്ടി ചില കാര്യങ്ങൾ ആവർത്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം സാമ്പത്തിക യാത്രയുടെ 2 ചിറകുകൾ, മൈൻഡ് ആൻഡ് മെത്തേഡ്. അത് സ്റ്റോക്ക് മാർക്കറ്റിലാണെങ്കിൽ ട്രേഡിംഗ് സൈക്കോളജി ആൻഡ് ട്രേഡിംഗ് മെത്തേഡ്. അപ്പൊ നമുക്ക് അതിന്റെ ട്രേഡിംഗ് സൈക്കോളജിയുടെ ചില കാര്യങ്ങൾ ഒന്ന് ക്രാഷ് കോഴ്സായി പെട്ടെന്ന് കണ്ടതിന് ശേഷം നമുക്ക് സന്തോഷ് മാധവൻ സാറിലേക്ക് എത്തിച്ചേരാം. അപ്പോൾ ഇനി അത് മറ്റൊരു രീതിയിൽ ചോദിക്കാം. ബ്രെയിനിന്റെ ചില മാരക നിയമങ്ങളാണ് ഒരുവൻ പണം ഉണ്ടാക്കുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് നാം കണ്ടു. ഇനി അത് മറ്റൊരു രീതിയിൽ ചോദിച്ചാൽ, ദേഹശക്തി കൊണ്ടാണോ മനഃശക്തി കൊണ്ടാണോ പണം ഉണ്ടാക്കാൻ കഴിയുക? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മനഃശക്തി കൊണ്ടാണ് പണം ഉണ്ടാക്കാൻ കഴിയുക എന്നറിയാം. അപ്പോൾ ഇവിടെ മനഃശക്തി കൊണ്ട് എങ്ങനെയാണ് പണം ഉണ്ടാക്കാൻ കഴിയുക എന്നാണ് അറിയാത്തത് എന്നായിരിക്കും പലരും ചിന്തിക്കുക. എങ്ങനെയാണ് ഈ മനഃശക്തി പണം ഉണ്ടാക്കാനായി ഉപയോഗിക്കുക എന്നറിയില്ലല്ലോ എന്ന്. അത് മാത്രമല്ല, ഈ മനഃശക്തി എന്താണെന്ന് തന്നെ പലർക്കും അറിയില്ല. നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ ഒരുപാട് ഉത്തരങ്ങൾ വരും, പക്ഷെ അതിന്റെ വ്യക്തമായ ഉത്തരമുണ്ട്. ഞാനത് പെട്ടെന്ന് തന്നെ പറയണം, അത് സ്വല്പം ഒന്ന് വിശദീകരിച്ച് പഠിപ്പിക്കേണ്ട വിഷയമാണ്. എങ്കിലും എല്ലാവരും പെട്ടെന്ന് സാമാന്യ ബുദ്ധി ഉപയോഗിച്ചത് മനസ്സിലാക്കുക. അത് പെട്ടെന്ന് മനസ്സിലാക്കുന്ന രീതിയിൽ ഏറ്റവും ലളിതമായ മലയാളത്തിൽ തന്നെ പഠിപ്പിക്കാം. അതൊന്നും ഊന്നി പറയുന്നത് നമ്മുടെ എല്ലാ ക്ലാസ്സുകളും ഏറ്റവും ലളിതമായ, എല്ലാ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന മലയാളത്തിലായിരിക്കും. എല്ലാ പദപ്രയോഗങ്ങളും പോലും മലയാളത്തിലാക്കുന്നത് അത് എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടി തന്നെയാണ്. അപ്പോൾ ദേഹശക്തി കൊണ്ടാണോ മനഃശക്തി കൊണ്ടാണോ പണം ഉണ്ടാക്കാൻ കഴിയുക? മനഃശക്തി കൊണ്ടാണ് എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ഈ മനഃശക്തി എന്താണ് എന്നത് പോലും വ്യക്തതയില്ല എന്നുള്ളതാണ്. എന്താണ് ഈ മനഃശക്തി എന്ന് ചിന്തിച്ചു നോക്കിയേ. പെട്ടെന്ന് നമുക്ക്, അതായത് കാശുണ്ടാക്കാനായി എനിക്ക് മനഃശക്തി ഉപയോഗിക്കണം. മനഃശക്തി കൊണ്ടാണ് പണം ഉണ്ടാക്കാൻ കഴിയുക. ദേഹശക്തി കൊണ്ടാണോ മനഃശക്തി കൊണ്ടാണോ പണം ഉണ്ടാക്കാൻ കഴിയുക എന്ന് ചോദിച്ചാൽ നമുക്കറിയാം മനഃശക്തി കൊണ്ടാണെന്ന്. അപ്പൊ എനിക്ക് പണം ഉണ്ടാക്കാനായി എന്റെ മനഃശക്തി ഒന്ന് എടുത്ത് ഉപയോഗിക്കണം. ഞാൻ എന്തെടുത്ത് ഉപയോഗിക്കും? നമുക്ക് പല പേരുകൾ പറയാം. ആത്മവിശ്വാസം, ഇച്ഛാശക്തി, ധൈര്യം, ഒരു നെഗറ്റീവ് എടുത്താൽ ഭയം. അപ്പൊ ഭയം വെടിയണം, ബേണിംഗ് ഡിസയർ, തീവ്രമായ ആഗ്രഹം എന്നെല്ലാം പേര്. പക്ഷെ ഇത് എന്താണ്? ഞാൻ എന്തെടുത്ത് പ്രയോഗിക്കും? അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ കാര്യത്തിലേക്ക് വരാം. മനുഷ്യന് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരേ ഒരു മനഃശക്തി, ഞാനത് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കും ഈ ടീച്ചർ ഒരു ടൈപ്പ് ആണെന്ന് ചിന്തിക്കും. കാരണം ആ ഉത്തരം നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ആ ഉത്തരവും നിങ്ങൾക്ക് അറിയുന്നതാണ്. അത് ഇതാണ് ആ ഉത്തരം. മനുഷ്യന് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരേ ഒരു മനഃശക്തി, നമ്മൾ മറ്റേത് മനഃശക്തി, ആത്മവിശ്വാസം, ഇച്ഛാശക്തി തുടങ്ങിയ ഏത് മനഃശക്തികൾ എടുത്തു നോക്കിയാലും അത് ഞാൻ ഈ പറയാൻ പോകുന്ന അതായി മാറും. അതിന് ഉത്തരമാണ് മനുഷ്യന് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരേ ഒരു മനഃശക്തി. നിങ്ങളുടെ ജീവിത വിജയ പരാജയങ്ങൾ നിശ്ചയിക്കുന്ന അവയവം ബ്രെയിൻ. നിങ്ങളുടെ ജീവിത വിജയ പരാജയങ്ങൾ നിശ്ചയിക്കുന്ന അവയവം ബ്രെയിൻ. അതിൽ നിങ്ങൾക്ക് ആത്മവിശ്വാസം, ഇച്ഛാശക്തി, ധൈര്യം എന്നെല്ലാം പേരിട്ട് വിളിക്കാൻ കഴിയുന്ന അടിസ്ഥാന മനഃശക്തി, അതാണ് ചിന്ത. നമുക്ക് പരിശോധിക്കാം. വളരെ ലളിതമാണ്, പക്ഷെ അതാണ് ചിന്ത. നമ്മളതൊന്നും മറക്കാതിരിക്കേണ്ട ഒരു വിഷയമുണ്ട്. മനഃശക്തി കൊണ്ടാണ് പണം ഉണ്ടാക്കാൻ കഴിയുന്നതെങ്കിൽ നമ്മുടെ പണം ഉണ്ടാക്കുന്നതിൽ നമ്മുടെ ചിന്തയ്ക്ക് വലിയ പങ്കുണ്ട്. അപ്പൊ ആദ്യം മനഃശക്തി ചിന്തയാണെന്ന് ഒന്ന് അടിവരയിട്ട് ഉറപ്പിച്ചിട്ട് അങ്ങോട്ട് വരാം. നമുക്ക് ഓരോ മനഃശക്തികൾ എടുത്തു നോക്കാം. ആത്മവിശ്വാസം എന്നാൽ എനിക്ക് കഴിയുമെന്ന ഒരു ഇതല്ല, എനിക്ക് കഴിയുമെന്ന ചിന്തയാണ്. ഇച്ഛാശക്തി എന്നാൽ എനിക്കത് കഴിഞ്ഞേ പറ്റൂ എന്ന ചിന്തയാണ്. ധൈര്യം എന്നാൽ എനിക്കത് അപകടം കൂടാതെ നടപ്പാക്കാൻ കഴിയുമെന്ന ചിന്തയാണ്. ഒരു നെഗറ്റീവ് എടുക്കാം. ഭയം എന്നാൽ ഞാനത് ചെയ്താൽ അപകടം പറ്റിയേക്കാവുന്ന ചിന്തയാണ്. തീവ്രമായ ആഗ്രഹം, ബേണിംഗ് ഡിസയർ എന്നാൽ എനിക്കത് വേണമെന്ന ചിന്തയാണ്. നിങ്ങൾ ഏത് മനഃശക്തി എടുത്ത് നോക്കിക്കോളൂ, അത് തലനാരിൽ കീറിയാൽ ലാസ്റ്റ് എത്തി നിൽക്കുന്ന ചിന്തയിലായിരിക്കും. അപ്പോ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന അടിസ്ഥാന മനഃശക്തി ചിന്തയാണ്. അപ്പം നമ്മൾ ഇതൊന്ന് കണക്ട് ചെയ്യണേ. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഞാൻ നേടി, ഞാൻ നേടും, ഞാൻ പരാജയപ്പെട്ടു, ഞാൻ വമ്പൻ നേട്ടം നേടി എന്നെല്ലാം പറയുമ്പോൾ അത് നമ്മുടെ ബ്രെയിൻ ആണ് നേടുന്നത് എന്ന്. അവിടെ മനഃശക്തി ചിന്തയാണ്. ഇതൊന്ന് ലിങ്ക് ചെയ്ത് എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ എന്ത് ചിന്തിക്കുന്നുവോ അതാണ് നമ്മുടെ ബ്രെയിൻ നേടിത്തരുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം, ഒന്നുകൂടെ ശ്രദ്ധാപൂർവ്വം കേട്ടോളൂ. മനുഷ്യൻ എന്ത് ചിന്തിക്കുന്നുവോ അതാണ് അവന്റെ ബ്രെയിൻ നേടിത്തരുന്നത്. ഇപ്പോൾ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ആധുനിക മനഃശാസ്ത്രത്തിലെ
ജനറൽ പബ്ലിക്കിനും പൊതുജനത്തിനും മനഃശാസ്ത്രം ഉപയോഗിച്ച് ഭൗതിക സമ്പത്തുക്കളും സാമ്പത്തിക ശേഷിയും ഉൾപ്പെടെ നേടാൻ പ്രാപ്തമാക്കുന്ന ആധുനിക മനഃശാസ്ത്ര ശാഖയായ ലോ ഓഫ് അട്രാക്ഷന്റെ അടിസ്ഥാന നിയമമാണ് മനുഷ്യൻ എന്ത് ചിന്തിക്കുന്നുവോ അത് അവന്റെ ബ്രെയിൻ അവനായി നേടിക്കൊടുക്കും. നമ്മൾ ചിന്തിക്കുന്നതല്ലേ നേടിത്തരിക. അപ്പൊ എങ്ങനെയെന്നാൽ നമുക്ക് ഈ ദരിദ്രതയും ധനികതയും വേർതിരിച്ചാൽ ധനത്തെ കുറിച്ച് തെറ്റായ കാര്യങ്ങൾ, പണമില്ല, പണം പുല്ലടേ, പണമില്ലടേ, പണമില്ല, അല്ല ഒല്ല ഉള്ള, ഇല്ല അല്ല ഒല്ല കോപ്പ് പണ്ടാരം തുടങ്ങി പണത്തെക്കുറിച്ചും ധനത്തെക്കുറിച്ചും ധനസ്ഥിതിയെക്കുറിച്ചും നെഗറ്റീവ് വാക്കുകൾ എപ്പോഴും ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന പ്രവർത്തിക്കുന്നവരുടെ ബ്രെയിൻ നെഗറ്റീവ് വാക്കുകൾ എപ്പോഴും ചിന്തിക്കുകയും സംസാരിക്കുകയും അത്തരം പ്രവർത്തികളിൽ ഏർപ്പെടുന്നവരുടെ ബ്രെയിൻ അവർക്കായി ദാരിദ്ര്യം നേടിക്കൊടുക്കുന്നു. അതായത് നമുക്കത് നോക്കാം, അത് ഒന്ന് വിശദീകരിച്ച് നോക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്നുള്ളതല്ല നോക്കേണ്ടത്, യാഥാർത്ഥ്യബോധത്തോടെ നോക്കുക. മനുഷ്യൻ എന്ത് ചിന്തിക്കുന്നുവോ അതാണ് അവന്റെ ബ്രെയിൻ നേടിക്കൊടുക്കുന്നത്. നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിലായാലും, സ്റ്റോക്ക് മാർക്കറ്റിലും പണമാണ് ലക്ഷ്യം. അപ്പൊ നമ്മൾ ട്രേഡിംഗ് സൈക്കോളജി എന്ന വിഷയത്തിൽ, ട്രേഡിംഗ് സൈക്കോളജി എന്നത് ശരിക്കും ഹ്യൂമൻ സൈക്കോളജി തന്നെയാണ്. അപ്പൊ നമ്മൾ മെത്തേഡുകൾ പഠിക്കുന്നതിന് മുൻപ് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. നമുക്ക് ഇതെങ്ങനെയാണ്, ഇത് ലോ ഓഫ് അട്രാക്ഷന്റെ നിയമമാണ്. അപ്പൊ ഈ നിയമം അറിഞ്ഞൊന്നും അല്ല ഇന്ന് മനുഷ്യൻ ധനികരാകുന്നതും ദരിദ്രരാകുന്നതും. അതെങ്ങനെയാ സംഭവിക്കുന്നത്? അതിന് സംസ്കാരത്തിൽ അധിഷ്ഠിതമായിട്ടാണ് സംഭവിക്കുന്നത്. അതൊരു കൾച്ചറാണ്. ധനികത ഒരു സംസ്കാരമാണെങ്കിൽ ദരിദ്രത ഓപ്പോസിറ്റ് സംസ്കാരമാണ്. ഈ രണ്ട് സംസ്കാരത്തിലുള്ള ആളുകളുടെയും മനഃശക്തി, ചിന്ത, തോട്ട് പ്രോസസ്, തോട്ട് പാറ്റേൺ ഡിഫറന്റ് ആണ്. അതെങ്ങനെ നമുക്ക് നോക്കാം. നമുക്കൊരു അതീവ ദരിദ്രന്റെ ചിന്താധാര എങ്ങനെയെന്ന് നോക്കാം. അതീവ ദരിദ്രൻ എന്നാൽ ആകപ്പാടെ ജനിച്ചപ്പോൾ തന്നെ ദരിദ്രന്റെ വീട്ടിൽ ജനിച്ച്, ദരിദ്ര കുടിലിൽ ജനിച്ച്, ദരിദ്രനായി വളർന്ന്, ദരിദ്ര കോളനിയിൽ വളർന്ന്, ദരിദ്രക്കൊപ്പം ദാരിദ്ര്യം പങ്കുവെച്ച് വളർന്ന്, മുതിർന്നപ്പോഴത്തേക്ക് എല്ലാം നഷ്ടപ്പെട്ടു. അപ്പോഴത്തേക്കും കോവിഡ് വന്നു. അപ്പോഴത്തേക്കും ഉള്ളതെല്ലാം പോയി. ഉള്ള വീട് ജപ്തിയാകാൻ പോകുന്നു. ഒരാൾക്ക് ചെക്ക് കൊടുത്തതാണ്. അത് ചെക്ക് കേസ് അറസ്റ്റ് വാറണ്ട് വന്നിരിക്കുന്നു. അങ്ങനെ എല്ലാം കൊണ്ട് തകർത്ത് ഈ ജപ്തി നോട്ടീസും അറസ്റ്റ് വാറണ്ടും, ദാരിദ്ര്യം കൊണ്ട് ഈ ചെക്ക് അറസ്റ്റ് വാറണ്ടും ജപ്തി നോട്ടീസും ഒരുമിച്ച് സ്വീകരിക്കുന്ന ഈ ദരിദ്രന്റെ സ്വാഭാവികമായ മനഃശക്തി, തോട്ട് പ്രോസസ്, ചിന്ത എങ്ങനെയായിരിക്കും അറിയാമോ? എന്റെ ഒരു ദാരിദ്ര്യം, പണ്ടാരം, എന്റെ ഒരു ദാരിദ്ര്യം. ബ്രെയിനിലേക്ക് എന്ത് കൊടുത്തു? ദാരിദ്ര്യം. ആ ബ്രെയിൻ എന്ത് നേടിക്കൊടുക്കും? ദാരിദ്ര്യം നേടിക്കൊടുക്കും. എനിക്ക് അറിയില്ലായിരുന്നു എന്നുള്ളത് ലോകൾ, നിയമങ്ങൾ പ്രവർത്തിക്കാതിരിക്കാൻ കാരണമാകുന്നില്ല. ബ്രേക്ക് ചവിട്ടേണ്ടടുത്ത് അറിയാത്തത് കൊണ്ട് ആക്സിലറേറ്റർ ചവിട്ടിയാൽ, അറിയാതെ ആക്സിലറേറ്റർ ചവിട്ടിയാലും ആക്സിഡന്റ് സംഭവിക്കും. അപ്പൊ നിയമങ്ങൾ അത് അറിഞ്ഞോ അറിഞ്ഞില്ലയോ എന്നുള്ളതല്ല. അപ്പം ഈ ദാരിദ്ര്യം ചിന്തിക്കുന്നു, അവനിലേക്ക് ദാരിദ്ര്യം വരുന്നു. അപ്പൊ വീണ്ടും അയാൾ ചിന്തിക്കും, അയ്യോ പിന്നെയും ദാരിദ്ര്യം. ഈ ദാരിദ്ര്യം എന്ന ആ ദരിദ്രതയെ കുറിച്ചുള്ള ഫീഡ്ബാക്കുകൾ എപ്പോഴും അതിന്റെ ഫീഡുകൾ, സീഡുകൾ, വിത്തുകൾ, അതിന്റെ സിഗ്നലുകൾ ബ്രെയിനിലേക്ക് ആവർത്തിച്ച് കൊടുക്കുന്നതിന്റെ ബ്രെയിൻ അയാൾക്കായി എപ്പോഴും ദാരിദ്ര്യം നേടിക്കൊടുത്തുകൊണ്ടിരിക്കും. സ്റ്റോക്ക് മാർക്കറ്റിലാകട്ടെ, അയാൾ സ്വർണ്ണക്കട തുടങ്ങിയ ഏതെങ്കിലും വിധം എന്തെല്ലാം ബിസിനസ് തുടങ്ങിയാലും അയാൾ ദാരിദ്ര്യമായിരിക്കും അയാളുടെ ബ്രെയിൻ നേടിത്തരിക. വീണ്ടും വൈകി വന്നപ്പോൾ ഒന്നുകൂടെ പറയുന്നു, നാം നേടി, നമ്മൾ നേടുമെന്നൊക്കെ പറയുമ്പോൾ നമുക്കായി അത് നേടുന്നത് കണ്ണോ മൂക്കോ നാക്കോ തൊക്കോ അല്ല, ബ്രെയിൻ ആണ്. ഇപ്പൊ ട്രേഡിംഗ് സൈക്കോളജി എന്ന വിഷയമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് വൈകി വന്നവർക്കായി. പിന്നെ ഒരു അതീവ ധനികന്റെ ചിന്താ പാറ്റേൺ, തോട്ട് പ്രോസസ്, മനഃശക്തി എങ്ങനെയായിരിക്കും? നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുമോ, ഇഷ്ടപ്പെടുമോ എന്ന് നോക്കണ്ട, യാഥാർത്ഥ്യമാണോ എന്ന് നോക്കുക. നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരു സാധാ ധനികനെ നിങ്ങൾ നോക്കണ്ട. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ധനത്തെക്കാൾ കൂടുതൽ ലയബിലിറ്റി, ബാധ്യത അദ്ദേഹത്തിന് ഉണ്ടായേക്കാം, ബാങ്കിലോ മറ്റോ, നാം അറിയുന്നില്ലെന്നേ ഉണ്ടാവുള്ളൂ. അതൊന്നുമില്ലാതെ മാർജിനുള്ള, അതായത് ലയബിലിറ്റിയേക്കാൾ കോടികൾ മാർജിനുള്ള, ഫോർ എക്സാമ്പിൾ ഒരു 5000 കോടി മാർജിനുള്ള ഒരു മാർവാടി സേട്ടു ധനികന്റെ സ്വാഭാവിക ചിന്ത, മനഃശക്തി എങ്ങനെയായിരിക്കും അറിയാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ, ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് നോക്കണ്ട, സത്യമാണോ യാഥാർത്ഥ്യമാണോ നോക്കുക. നേരം വെളുത്ത് എണീക്കുമ്പോ മുതൽ കാശേ 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 കാശേ, ഇതായിരിക്കും ചിന്ത. പക്ഷെ ആ ചിന്തയെ ചൂണ്ടി ഈ ദരിദ്രൻ ഇങ്ങനെ കമന്റ് ചെയ്യും, അവന്റെയൊക്കെ ഏത് നേരത്തെ ചിന്ത കാശിനെ കുറിച്ചാണ് എന്ന് കുറ്റപ്പെടുത്തും. അതായത് ആ റൈറ്റ് തോട്ട് പ്രോസസ് ദരിദ്രന് അതൊരു തെറ്റായാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ദരിദ്രരെ ധനികത പഠിപ്പിക്കൽ അത്ര ഈസി അല്ല. ഇതെല്ലാം പറഞ്ഞതിന്റെ എന്ത് ചെയ്യണം, ധനം ഉണ്ടാക്കാൻ വേണ്ടി മാനസികമായി എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത് എന്നുള്ളതിന്റെ ഒരൊറ്റ വാക്ക് പ്രയോഗമാണ് റിച്ച് മൈൻഡ് സെറ്റ് ഓർ പുവർ മൈൻഡ് സെറ്റ്. ഇത് നമ്മൾ നേരത്തെ കണ്ടതുകൊണ്ട് ഒന്നുകൂടെ ആവർത്തിക്കുകയാണ് വൈകി വന്നവർക്ക് വേണ്ടി. ഒരേ മേഖലയായതുകൊണ്ട് എല്ലാവർക്കും ഒരുപോലെ പണം ഉണ്ടാകുന്നില്ല. അതുപോലെ അറിവുള്ള, കഴിവുള്ള, വിദ്യാഭ്യാസമുള്ള, കഠിനാധ്വാനികളായ ബുദ്ധിശാലികൾ പോലും പരാജയപ്പെടുമ്പോൾ അറിവില്ലാത്ത, കഴിവില്ലാത്ത, വിദ്യാഭ്യാസമില്ലാത്ത, ബുദ്ധിശാലികളല്ലാത്ത, കഠിനാധ്വാനികളല്ലാത്തവർ പോലും കാശുണ്ടാക്കുന്നത് കാണാം. അപ്പൊ അതിന്റെ രഹസ്യങ്ങളിലേക്കാണ് ഈ പറഞ്ഞു വന്നത്. അതിന്റെ ആകെ തുകയാണ് റിച്ച് മൈൻഡ് സെറ്റ്. ആർക്കാണോ റിച്ച് മൈൻഡ് സെറ്റ് ഉള്ളത് അയാളുടെ ബ്രെയിൻ അയാൾക്ക് പ്രോഫിറ്റ് നേടിക്കൊടുക്കുന്നു,
പണം നേടിക്കൊടുക്കുന്നു. അത് സ്റ്റോക്ക് മാർക്കറ്റ് ആകട്ടെ, ലോകത്ത് ഏത് മേഖലയാകട്ടെ, പ്രത്യേകിച്ച് സ്റ്റോക്ക് മാർക്കറ്റിൽ. കാരണം സ്റ്റോക്ക് മാർക്കറ്റ് ഒരു മൈൻഡ് ഗെയിമാണ്, ഒരു ഇന്റലിജന്റ് ഗെയിമാണ്. അപ്പൊ സ്റ്റോക്ക് മാർക്കറ്റ് പോലുള്ള മേഖലയിൽ ഇറങ്ങിത്തിരിക്കുന്നവര് ഇത്തരം കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വേണം ഇറങ്ങിത്തിരിക്കാൻ. അതായത് ഇത് എവിടെയാണ് ഇതിന്റെ വ്യത്യാസം ആരംഭിക്കുന്നത്, എവിടെയാണ് ഒരാൾ റിച്ച് മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യുകയും നിലനിർത്തുകയും ചെയ്യുമോ, അതോ പുവർ മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യുകയും നിലനിർത്തുകയും ചെയ്യുമോ എന്നുള്ള വേർതിരിക്കപ്പെടുന്ന ഘട്ടം എവിടെയാണ്? എല്ലാ വിജയികളും ട്രെയിൻഡ് ആണ്. ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എല്ലാ വിജയികളും ട്രെയിൻഡ് ആണ്. എല്ലാ ധനികരും ട്രെയിൻഡ് ആണ്. ഒന്നുകിൽ അവർ വീട്ടിൽ ട്രെയിൻഡ് ആകുന്നു, അതല്ലെങ്കിൽ അവർ പബ്ലിക് ട്രെയിനിങ് പ്രോഗ്രാമുകൾ പങ്കെടുത്തവർ ട്രെയിൻഡ് ആവുന്നു. അത് ദരിദ്രൻ അറിയുന്നില്ല. ധനികൻ എപ്പോഴും ഏത് മേഖലയാവട്ടെ, നിങ്ങൾ ചിന്തിച്ചു നോക്കിയത്, കാരണം അത് ഇപ്പോഴും ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു കൂടി ഉണ്ടാകാം. പക്ഷെ നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഒരു ഹൈസ്കൂൾ തല ഒരു ഉപജില്ലാതല ഹൈസ്കൂൾ തല സംഗീത മത്സരത്തിൽ ഒരു കുട്ടി 1ാം സമ്മാനം നേടിയെങ്കിൽ, ഒരു കുട്ടി കേരളത്തിലെ എല്ലാ ഉപജില്ലയിലും ഉപജില്ലാ തലത്തിൽ സംഗീത മത്സരത്തിൽ 1ാം സമ്മാനം നേടിയ എല്ലാ കുട്ടികളും ട്രെയിൻഡ് ആയിരിക്കും. വെറും ഭാഗ്യം കൊണ്ടല്ല ഇത്, പുറത്തുനിന്ന് വെറുതെ പറയാം. ഒരു സംഗീത മത്സരത്തിലോ ഒരു ചെസ്സിലോ പോലും ട്രെയിൻഡ് ആയ അവരാണ് ആ വിജയം കരസ്ഥമാക്കുന്നെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് പോലുള്ളവരും ട്രെയിൻഡ് ആകണം. കാരണം ഒരു ട്രെയിനിങ് പ്രോഗ്രാമിൽ മാത്രം അതിനകത്ത് പഠിക്കാൻ കുറച്ച് കാര്യങ്ങളുണ്ട്. എവിടെ എൻട്രി എടുക്കണം, എവിടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യണമെന്നതിന് വ്യക്തമായ മാനദണ്ഡങ്ങളുണ്ട്. അത് പ്രൊഫഷണൽസിന്റെ മാനദണ്ഡങ്ങളുണ്ട്. ഈ പരാജിതരായ 90% കൂട്ടത്തിന്റെ കോമൺ മാനദണ്ഡങ്ങളുണ്ട്. ഈ യൂട്യൂബിലും പറഞ്ഞു കേട്ട് പ്രചരിക്കുന്ന 90% സ്ട്രാറ്റജികളും വിലപ്പോകാത്തതാണ്. അതിനപ്പുറം ആ പ്രൊഫഷണൽ 10% ട്രെയിൻഡ് വിജയികൾക്ക് ചില മെത്തേഡ്സ് ഉണ്ട്, എവിടെ എൻട്രി എടുക്കണം, എവിടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യണമെന്ന്. അതൊക്കെ ചില ട്രെയിനിങ് പ്രോഗ്രാമുകളിൽ മാത്രം ലഭിക്കുന്നതാണ്. നമ്മൾ വിചാരിക്കും നമുക്കത് വളരെ വെറുതെ അങ്ങ് ലഭിക്കും, വെറുതെ കൂട്ടുകാരിൽ നിന്ന് നാട്ടുകാരിൽ നിന്ന് അറിവിൽ നിന്ന് ലഭിക്കുമെന്ന് നമുക്ക് ചിന്തിക്കാം. ഒരിക്കലുമല്ല. കാരണം ഒരു ട്രെയിനിങ് പ്രോഗ്രാമിൽ മാത്രം ഒരു ടീച്ചർ വെളിപ്പെടുത്ത ചില കാര്യങ്ങളുണ്ട്. അതിലൊന്ന് ഞാനിപ്പോൾ നിങ്ങൾക്കായി വെളിപ്പെടുത്താം. അത് പല കാരണങ്ങൾ കൊണ്ടും, അത് അറിയുന്നത് കൊണ്ട് നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ഗുണമുണ്ടാകും, ജീവിതത്തിൽ ഗുണമുണ്ടാകും. അപ്പൊ ഇങ്ങനെ ചില കാര്യങ്ങൾ നമ്മുടെ ധാരണയ്ക്കപ്പുറമുള്ള, അല്ലെങ്കിൽ നമ്മൾ കരുതി വെച്ചിരിക്കുന്നതിന് അപ്പുറമുള്ള ചില കാര്യങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കാനും, മനഃശാസ്ത്രത്തിലെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് സമ്പത്ത് ഉണ്ടാക്കുന്നതിന് അനുകൂലമാകുന്നതിന് വേണ്ടി നമ്മൾ ആ സ്റ്റോക്ക് മാർക്കറ്റ് മെത്തേഡ് സെഷൻ, സന്തോഷ് മാധവൻ സാറിന്റെ സെഷന് എല്ലാവരും ആകാംക്ഷയുടെ കാത്തിരിക്കണം എനിക്കറിയാം. സെഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്കത് മനസ്സിലാക്കി പോകാം. ചില ട്രെയിനിങ് പ്രോഗ്രാമിൽ മാത്രം നമുക്ക് പഠിക്കാൻ കഴിയുന്ന ചില കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളതിന്. ഉദാഹരണം ഞാനൊരു ചോദ്യം ചോദിക്കാം, അപ്പൊ നമുക്കത് ഒന്ന് പഠിച്ചു പോകാം, നമുക്കത് ഗുണം ചെയ്യും. നിങ്ങളുടെ ജീവിത ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടി നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന നിങ്ങളുടെ അവയവമാണ് നിങ്ങളുടെ ബ്രെയിൻ. നിങ്ങളുടെ ജീവിത ലക്ഷ്യങ്ങളും സാമ്പത്തിക ലക്ഷ്യങ്ങളും നേടാൻ വേണ്ടി നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന നിങ്ങളുടെ അവയവമാണ് നിങ്ങളുടെ ബ്രെയിൻ. ആ ബ്രെയിൻ നിങ്ങൾ അറിയാതെ മറ്റൊരാൾക്ക് ഉപയോഗിക്കാൻ കഴിയുമോ? ശ്രദ്ധിച്ചു കേൾക്കണം. ഞാൻ ഈ ചോദ്യം ഒരു അന്ധവിശ്വാസ ചോദ്യമോ മതവിശ്വാസ ചോദ്യമോ അല്ല, സയന്റിഫിക് ആയിട്ടുള്ള ശാസ്ത്രീയമായ ഒരു ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങളുടെ ബ്രെയിൻ നിങ്ങൾ അറിയാതെ മറ്റൊരു വ്യക്തി ഉപയോഗിച്ചു, ഉദാഹരണം ഞാൻ ഉപയോഗിച്ചു. നിങ്ങളുടെ ബ്രെയിൻ നിങ്ങൾ അറിയാതെ ഞാൻ ഉപയോഗിക്കുകയാണ്. നിങ്ങളുടെ ബ്രെയിൻ നിങ്ങൾക്കായി തന്നെ നിങ്ങൾ അറിയാതെ ഞാൻ നിങ്ങളുടെ ബ്രെയിൻ ഉപയോഗിച്ച്, നിങ്ങളുടെ മസ്തിഷ്കം ഞാൻ ഉപയോഗിച്ച് നിങ്ങളുടെ ജീവിത ലക്ഷ്യവും സാമ്പത്തിക ലക്ഷ്യവും നിങ്ങൾക്ക് നേടിത്തരാൻ മറ്റൊരു വ്യക്തിക്ക് കഴിയുമോ, എനിക്ക് കഴിയുമോ? ശാസ്ത്രീയമായ ഉത്തരമാണ് ഞാൻ ചോദിക്കുന്നത്. 1-2 പേര് മൈക്ക് ഓൺ ചെയ്തോ, കമന്റിൽ ഉത്തരം പറയാമോ, ഇൻവോൾവ് ചെയ്യാമോ? ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. യെസ്, ബിപിൻ സാർ പറഞ്ഞു. എന്റെ ചോദ്യം വളരെ വ്യക്തമാണ്, ശാസ്ത്രീയമായ ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. അന്ധവിശ്വാസവും മതവിശ്വാസവും അല്ല. നിങ്ങളുടെ മസ്തിഷ്കം നിങ്ങൾ അറിയാതെ ഞാൻ ഉപയോഗിച്ചു. നിങ്ങൾ അറിയാതെ എന്നത് പ്രത്യേകം കേൾക്കണം. നിങ്ങളുടെ ബ്രെയിൻ നിങ്ങൾ അറിയാതെ ഞാൻ ഉപയോഗിച്ച് നിങ്ങളുടെ ജീവിത ലക്ഷ്യമോ സാമ്പത്തിക ലക്ഷ്യമോ നിങ്ങൾക്ക് നേടിത്തരാൻ എനിക്ക് കഴിയുമോ? ചിലർ യെസ് എന്ന് പറയുന്നുണ്ട്, ചിലർ നോ എന്ന് പറയുന്നുണ്ട്. അതായത് ഉത്തരത്തിലേക്ക് വരാം. ശ്രദ്ധാപൂർവ്വം കേൾക്കുക. നിതിൻ സാർ പറയുന്നത് നോ, വളരെ ശ്രദ്ധാപൂർവ്വം കേൾക്കുക. അപ്പം നാം ധരിച്ചു അബ്സല്യൂട്ട്ലി റോങ്, യെസ് ടു എവരിവൺ, അബ്സല്യൂട്ട്ലി റോങ് എന്ന് പറയുന്നു. അപ്പൊ അബ്സല്യൂട്ട്ലി റോങ് എന്ന് പറയുന്നതും തികച്ചും അസംഭാവ്യം എന്ന് പറയുന്നതും യെസ് എന്ന് പറയുന്നതൊക്കെ ഇതിന് ഉത്തരം പറഞ്ഞു തീരുന്നവരെ ക്ഷമയോടെ കേൾക്കുക. കാരണം നമ്മൾ ഇന്നലെ വരെ ധരിച്ചു വെച്ചിരിക്കുന്നതല്ല യഥാർത്ഥ അറിവെങ്കിൽ അത് മനസ്സിലാക്കാനുള്ള മനസ്സുള്ളിടത്താണ് നാം വിജയിക്കുക. അല്ലെങ്കിൽ നാം ഇന്നലെ വരെ നേടിയ ജീവിതവുമായി മുന്നോട്ട് പോകും. അതിനുത്തരം കഴിയുമെന്നാണ്. നിങ്ങളുടെ ബ്രെയിൻ നിങ്ങൾ അറിയാതെ ഉപയോഗിച്ച് നിങ്ങളുടെ ജീവിത ലക്ഷ്യം നിങ്ങൾക്ക് നേടിത്തരാൻ എനിക്ക് കഴിയും, മറ്റൊരു വ്യക്തിക്ക് കഴിയും, അത് പഠിച്ച വ്യക്തിക്ക് കഴിയും. ഇത് പറയുമ്പോൾ പലരും മുഖം ചുളിക്കും, പലരും അരോചക തോന്നുക. ചിലപ്പം അബ്സല്യൂട്ട്ലി നോ എന്നൊക്കെ പറഞ്ഞ ആളുകൾക്ക് ഇതെങ്ങനെ നടക്കുക, ഇത് എന്ത് വിഡ്ഢിത്തരമാണ് പറയുന്നത് തോന്നിയേക്കാം. പക്ഷെ ഇറ്റ്സ് സയൻസ്, ഇറ്റ്സ് സൈക്കോളജി.
അത് നമുക്ക് ഇന്നലെ വരെ അറിയാത്തൊരു കുറ്റമല്ലല്ലോ. എനിക്കും അറിയാത്ത എത്രയോ കാര്യങ്ങൾ കിടക്കുന്നു. എനിക്കും അറിയാത്തെന്ന് പറഞ്ഞാൽ അതിന്റെ വലിയ അഹങ്കാര ധ്വനിയാണ്. അറിയാത്ത കാര്യങ്ങളല്ലേ കൂടുതൽ. ഇതൊക്കെ കൊച്ചു കൊച്ചു അറിവുകളാണ്. നമുക്ക് നോക്കാം. അത് 100% ഉറപ്പായി കഴിയും. നിങ്ങളുടെ ബ്രെയിൻ നിങ്ങൾ അറിയാതെ ഉപയോഗിച്ച് നിങ്ങളുടെ ജീവിത ലക്ഷ്യവും നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യവും നേടിത്തരാൻ എനിക്ക് കഴിയും. നമുക്ക് നോക്കാം. അത് സയൻസിന് എപ്പോഴും പ്രൂഫ് ഉണ്ട്. പക്ഷെ ഇതിന് പ്രൂഫ് കൊടുക്കാൻ പാടില്ല. ഇദ്ദേഹം മുങ്ങുകയാണല്ലോ, സ്കിപ്പ് ആവുകയാണല്ലോ. അല്ല, ഞാൻ അതിന് പ്രൂഫ് തരാം. കാരണം ആ വിശ്വാസതയ്ക്ക് ഭംഗം ഏൽക്കാതിരിക്കാൻ വേണ്ടി, നമുക്ക് മധ്യയുള്ള ആ വിശ്വാസതയ്ക്കും പരസ്പര റെസ്പെക്റ്റിനും മങ്ങൽ ഏൽക്കാതിരിക്കാൻ വേണ്ടി അതിന്റെ പ്രൂഫ് ഞാൻ തരാം. പക്ഷെ പ്രൂഫ് കൊടുക്കാതിരിക്കുകയാണ് നല്ലതെന്ന് പറയാൻ കാരണം, ചില കാര്യങ്ങൾക്ക് പ്രൂഫ് കൊടുക്കാതിരിക്കുമ്പോൾ അത് ഭംഗിയാവുക. ഉദാഹരണം, നമ്മളൊരു സർക്കസ് കാണുമ്പോൾ, മാജിക് കാണുമ്പോൾ, അത് ഇംഗ്ലീഷിൽ മറ്റേ സർക്കസ് ആവുന്നത്, മാജിക് കാണുമ്പോൾ ആ മജീഷ്യൻ ആ മാജിക്കിന്റെ മുഴുവൻ രഹസ്യങ്ങളും കൂടെ വെളിപ്പെടുത്തിക്കൊണ്ടാണ് മാജിക് കാണിക്കുന്നതെങ്കിൽ ആ മാജിക് ആവില്ല. അതിന്റെ ഗുണം പോയി, അതിന്റെ ഭംഗി പോയി, അതിന്റെ ഫലം പോയി. അപ്പൊ അതുകൊണ്ടാണ്. പക്ഷെ ഇവിടെ ഞാൻ അതിന്റെ, നിങ്ങൾക്ക് ഇത് ശരിക്കും ഇങ്ങനെ പബ്ലിക്കിൽ പഠിപ്പിക്കാൻ പാടില്ലാത്തതാണെങ്കിലും നിങ്ങൾക്ക് ആ വിശ്വാസത്തെ കൈവരിക്കാൻ വേണ്ടിയിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ചില ഗുണങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ടും ഞാനത് പറഞ്ഞുതരാം. ശ്രദ്ധിച്ചു കേൾക്കണേ. ഈ പോയിന്റ് ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. ഇപ്പൊ ഈ ക്ലാസ് മുറിയിൽ ഒരു 84 പേരുണ്ട്. ഈ 84 പേരും ഒരു മുറിയിലാന്നിരിക്കട്ടെ, ഫിസിക്കലി ഓഫ്ലൈനിൽ ഒരു മുറിയിലാന്നിരിക്കട്ടെ. നമ്മളെല്ലാവരും ഒരു ഹോട്ടൽ മുറിയിലാണ്. അപ്പൊ അവിടെ ഞാൻ കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു ഗായകനാണ്. എന്റെ പാട്ട് കേൾക്കാൻ വേണ്ടി നിങ്ങൾ വന്നിരിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും സംഗീതാസ്വാദകരാണ്. തൽക്കാലം സംഗീതാസ്വാദകരല്ലാത്തവരും ഇവിടെ ഉണ്ടായിരിക്കാം. പക്ഷെ തൽക്കാലം നിങ്ങൾ എല്ലാവരും സംഗീതാസ്വാദകരാണെന്നൊന്ന് സങ്കല്പിക്കുക. അപ്പം ഈ 84 സംഗീതാസ്വാദകർ ഈ ഗായകൻ, ഞാനൊരു ഗായകനാണെന്ന് സങ്കല്പിക്കുക. കേരളത്തിൽ എല്ലാവർക്കും ഇഷ്ടമുള്ള, എല്ലാവരും അറിയപ്പെടുന്ന ഒരു സാധുവായ ഒരു ഗായകനാണെന്ന് ഞാൻ സങ്കല്പിക്കുക. അപ്പൊ അങ്ങനെ എന്റെ പാട്ട് കേൾക്കാൻ വേണ്ടി നിങ്ങൾ വന്നിരിക്കുകയാണ്. രാത്രി 8:30 പാട്ട് പരിപാടി ആരംഭിക്കുക. എല്ലാവരും 8:05 തന്നെ എത്തിച്ചേർന്നു. അപ്പൊ അത് നിങ്ങൾക്ക് ബോറടിക്കുന്നില്ല. നിങ്ങളവിടെ അതാത് സീറ്റിൽ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പൊ ഞാനും 8:05 തന്നെ അങ്ങോട്ട് വന്നു. അപ്പൊ നിങ്ങൾ എല്ലാവരും ഹാപ്പി. സന്തോഷം സാർ, ഹാപ്പി സാർ, സന്തോഷം. അപ്പം ഞാൻ പറഞ്ഞു സന്തോഷം. അപ്പൊ നിങ്ങൾ നമുക്ക് സെൽഫി ഒക്കെ എടുക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ ഒരു പാട്ടിന്റെ 2 വരി മാത്രം ആവർത്തിക്കുന്നുണ്ടാവും. അതെന്താ സാർ അങ്ങനെ? അല്ലാതെ ഓർക്കസ്ട്രക്കാർക്ക്, പക്കമേളക്കാർക്ക് ഒന്ന് അതിന്റെ ശ്രുതി ചേർക്കാൻ വേണ്ടിയിട്ട് ഉപകരണങ്ങള് ഈ സ്വരത്തിനനുസരിച്ച് അതിന്റെ ശബ്ദ വിന്യാസം അയക്കുകയും മുറുക്കുകയും ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ ശ്രുതി ചേർക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 വരി മാത്രം ആവർത്തിക്കുന്നുണ്ടാകും എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ പറഞ്ഞു ഹാപ്പി സാർ, ഹാപ്പി, സന്തോഷം സാർ, സന്തോഷം. അപ്പൊ അങ്ങനെ ഞങ്ങൾ ആസ്വദിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ആസ്വദിക്കാൻ തീരുമാനിച്ചു. നിങ്ങൾ അത് ആസ്വദിക്കുകയാണ്. ഞാൻ ഒരു പാട്ടിന്റെ 2 വരി മാത്രം ആവർത്തിക്കുകയാണ്. ഉദാഹരണം, അപ്പൊ നിങ്ങൾ അത് ആസ്വദിക്കുക. നിങ്ങൾ ബോറടിക്കേണ്ട, ആസ്വദിക്കുക. കാരണം ഇതൊരു സങ്കല്പമാണ്. ഞാനൊരു ഗായകനാണെന്നുള്ളതും നിങ്ങൾ സംഗീതാസ്വാദകർ വന്നിരിക്കുകയെന്ന് സങ്കല്പിക്കുക. അപ്പൊ ഞാൻ 2 വരി ആവർത്തിക്കുകയാണ്. നിങ്ങളത് ആസ്വദിക്കുകയാണ്. ഉദാഹരണം, സ്വർഗം താണിറങ്ങി വന്നതോ, സ്വപ്നം പീലി നീർത്തി നിന്നതോ. വീണ്ടും ഈ വരി തന്നെ റിപ്പീറ്റ് ആണ്. അടുത്ത വരിയിലേക്ക് പോകുന്നില്ല, ഈശ്വരന്റെ അതിലേക്കൊന്നും പോകുന്നില്ല. സ്വർഗം താണിറങ്ങി വന്നതോ, സ്വപ്നം പീലി നീർത്തി നിന്നതോ. വീണ്ടും ഈ 2 വരി, സ്വർഗം താണിറങ്ങി വന്നതോ, സ്വപ്നം പീലി നീർത്തി നിന്നതോ. നിങ്ങളത് ആസ്വദിക്കുകയാണ്. അപ്പൊ ഞാനത് ലയിച്ചു പാടാണ്, നിങ്ങൾ ആസ്വദിക്കുന്നത്. സ്വർഗം താണിറങ്ങി വന്നതോ, സ്വപ്നം പീലി നിർത്തി നിന്നതോ, സ്വർഗം താണിറങ്ങി വന്നതോ, സ്വപ്നം പീലി നിർത്തി നിന്നതോ. ഞാനങ്ങനെ ഈ 2 വരി മാത്രം ഞാൻ 20 മിനിറ്റ് മധുരമായി പാടി. നിങ്ങൾ ആസ്വദിച്ചു. 20 മിനിറ്റ് പാടി ഞാനങ്ങ് നിർത്തി. ഇനി നിങ്ങൾ എല്ലാവരും ഒന്ന് മനസ്സ് തുറന്ന് സത്യസന്ധത പറയൂ. അടുത്ത 20 മിനിറ്റിനുള്ളിൽ ഈ ഹാളിനുള്ളിൽ പലരുടെയെങ്കിലും നാവിൽ ഈ വരികൾ അവരറിയാതെ തത്തിക്കളിക്കുമോ ഇല്ലയോ? അവരുടെ മനസ്സിലെങ്കിലും അവരുടെ ചുണ്ടുകളിൽ തത്തിക്കളിക്കുമോ ഇല്ലയോ? സത്യസന്ധത ഉത്തരം പറയൂ. അടുത്തൊരു 20 മിനിറ്റിനുള്ളിൽ. യെസ് ബിപിൻ സാർ, യെസ്. യെസ്. നേരത്തെ അബ്സല്യൂട്ട്ലി നോ എന്നൊക്കെ പറഞ്ഞ ആളുകൾ, ഇതിന് ശേഷം ഞാൻ സയൻസ് പറഞ്ഞുതരാം. എന്നെ ഉത്തരം പറയൂ. അവരുടെ നാവുകളിൽ ആ വരി തത്തിക്കളിക്കും പലരുടെയും നാവുകളിൽ. യെസ് സുൽഫത്ത് മാഡം. ഇനി നേരത്തെ അബ്സല്യൂട്ട്ലി നോ എന്ന് പറഞ്ഞു ചിലത് സ്കിപ്പ് ആയിട്ടുണ്ട്. അത് കേട്ടോടനെ സാർ, യെസ് യെസ്, വെരി ഗുഡ് സാർ, സന്തോഷം സന്തോഷം. അതായത് ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഇനി ബാക്കി ഞാൻ പറഞ്ഞുതരാം. ഇത്രയും മനസ്സിലാക്കിയാൽ മതി. അതിന്റെ ബാക്കി സയൻസ് വരാം. ശ്രദ്ധാപൂർവ്വം കേൾക്കുക. യെസ്, വെരി ഗുഡ്, സന്തോഷം. ഇനി ശ്രദ്ധിച്ചു കേൾക്കൂ. പലരുടെയും കമന്റ് വരുന്നുണ്ട്. നേരത്തെ അദ്ദേഹം ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയില്ല. ഓക്കെ, ഏതായാലും ശ്രദ്ധിച്ചു കേൾക്കണം ഈ പോയിന്റ്. അപ്പം ഇത് നിങ്ങൾക്കറിയാം. അതായത് അങ്ങനെ ഒരു പ്രത്യേക താളത്തിൽ, പ്രത്യേക ലയത്തിൽ, ചില ശ്രുതിമധുരമായ രീതിയിൽ ചില വരികൾ നമ്മുടെ കാതിൽ ആവർത്തിച്ച് കേട്ടാൽ നാം അറിയാതെ നമ്മുടെ നാവിൽ ആ വരി വന്ന് നിങ്ങൾക്കറിയാം. ഇവിടെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടത്, ആ വരി നാവിൽ എത്തിച്ചത് ലിവർ ആണോ ബ്രെയിൻ ആണോ? ആദ്യത്തെ ക്വസ്റ്റ്യൻ അത്. യെസ് അബു സാർ. ഇനി ശ്രദ്ധിച്ചോളൂ, അത് ലിവർ അല്ല, ബ്രെയിൻ ആണ് നാവിൽ ആ വരി എത്തിച്ചത്. നാം അറിഞ്ഞല്ല പാടിയത്, അറിയാതെയാണ് വന്നത്. അതായത് ഇദ്ദേഹം ഈ ടീച്ചർ, ഈ ട്രെയിനർ, ഈ സാർ പാടിയത് കൊണ്ട് ഞാനും അങ്ങ് പാടാൻ പോകുന്നത് നമ്മൾ ബോധപൂർവ്വം പാടിയതല്ല. അതിവിടെ ഞാൻ ആവർത്തിച്ചത് അവിടെ അറിയാതെയാണ് ആ നാവിൽ വന്നത്.
അതെ യെസ് ബ്രെയിൻ, അറിയാതെ നാവിൽ എത്തിച്ചത് ബ്രെയിൻ ആണ്. അപ്പൊ ഇതൊരു ബ്രെയിൻ ഫംഗ്ഷൻ ആണ്. ഇവിടെ എന്താ സയന്റിഫിക്കലി സംഭവിച്ചത്, ഞാൻ ആവർത്തിച്ച വരികൾ, ഞാൻ അറിഞ്ഞോ അറിയാതെ, ബോധപൂർവം അല്ലാതെ മനഃപൂർവ്വം ഒക്കെ ഞാൻ ആവർത്തിച്ച് നിങ്ങളുടെ കാതിന്റെ ഡയഫ്രത്തിൽ കേൾപ്പിച്ച വരികൾ നിങ്ങളുടെ ബ്രെയിൻ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ നാവിൽ എത്തിച്ചു. ഇനി ഇത് മനസ്സിലാക്കേണ്ടത്, ഇത് പ്രപഞ്ചം രഹസ്യം പരസ്യമായാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഒരു ഗുരു വെളിപ്പെടുത്തിയെങ്കിലേ നമുക്കത് മനസ്സിലാവുകയുള്ളൂ. ഇവിടെ ഈ രഹസ്യം അറിയുന്ന എനിക്ക്, ഞാൻ ആവർത്തിച്ച് നിങ്ങളുടെ കാതിന്റെ ഡയഫ്രത്തിൽ ചില പ്രത്യേക ട്യൂണിൽ കേൾപ്പിക്കുന്ന വരികൾ നിങ്ങളുടെ ബ്രെയിൻ നിങ്ങളുടെ നാവിൽ നിങ്ങൾ അറിയാതെ എത്തിക്കുമെന്ന് ആ രഹസ്യം അറിയുന്ന എനിക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടെന്നൊന്ന് ഫീഡ്ബാക്ക് തരാമോ? എന്തെങ്കിലും തടസ്സമുണ്ടോ എന്നുള്ളത്? എന്തൊരു ഓക്കെ വെരി ഗുഡ്, സന്തോഷം. അതായത് ഞാൻ ആവർത്തിക്കുന്ന വരികൾ, ഞാൻ ആവർത്തിച്ച് നിങ്ങളുടെ കാതിന്റെ ഡയഫ്രത്തിൽ കേൾപ്പിക്കുന്ന വരികൾ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ബ്രെയിൻ നിങ്ങളുടെ നാവിൽ എത്തിക്കുമെന്ന് അറിയാവുന്ന എനിക്ക് അടുത്ത 20 മിനിറ്റിനുള്ളിൽ നിങ്ങളുടെ നാവിൽ ഏത് വരി വരുത്തണമെന്ന് എനിക്ക് തീരുമാനിച്ചുകൂടെ? അടുത്ത 20 മിനിറ്റിനുള്ളിൽ നിങ്ങളുടെ നാവിൽ ഏത് വരി വരുത്തണമെന്ന് എനിക്ക് തീരുമാനിച്ചുകൂടെ? നിങ്ങളുടെ നാവിൽ നിങ്ങൾ അറിയാതെ ജിമിക്കി കമ്മൽ വരണമോ, നിങ്ങൾ അറിയാതെ നിങ്ങളുടെ നാവിൽ വൈശാഖ സന്ധ്യ വരണമോ എന്ന് ഞാൻ തീരുമാനിക്കും. ക്ലിയർലി പോയിന്റ്. മനുഷ്യന്റെ ബ്രെയിനിനെ അമ്മാനമാടാൻ കഴിയും, മനുഷ്യനെ വധിക്കാൻ പോലും കഴിയുന്ന, മറ്റൊരു വ്യക്തിയെ വധിക്കാൻ പോലും കഴിയുന്ന നിയമമാണത്. ആ നിയമത്തിന്റെ പേര് ബ്രെയിൻ ഹാക്കിംഗ്. അതിന്റെ യഥാർത്ഥ പേര് ഓട്ടോമാറ്റിക് ഹാബിറ്റ് ആക്ഷൻ. അതിപ്പോൾ ഗ്യാസ് ലൈറ്റ് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ഗ്യാസ് ലൈറ്റ് എന്നൊരു സിനിമ ഈ നിയമത്തെ ആസ്പദമാക്കി ഇറങ്ങിയതിനു ശേഷം ഗ്യാസ് ലൈറ്റ് എന്ന പേരിലും ഈ നിയമം അറിയപ്പെടുന്നുണ്ട്. അതിന്റെ സ്റ്റുഡന്റ് ആണ് എന്നോട് പറഞ്ഞത്. ഇതിന്റെ ശരിയായ പേര് ബ്രെയിൻ ഹാക്കിംഗ് ആൻഡ് ഓട്ടോമാറ്റിക് ഹാബിറ്റ് ആക്ഷൻ. ഇതാണ് പണ്ട് കാലത്ത് സൂഫിമാര്, സന്യാസിമാര്, പാതിരിമാര്, സൂഫിമാരും ഒക്കെ മനുഷ്യരെ അനുഗ്രഹിച്ച് നേടിക്കൊടുക്കാന്ന് കേട്ടിട്ട് അവരുടെ ബ്രെയിനെ ഈസിയായിട്ട് ഹാക്ക് ചെയ്യാൻ കഴിയും. അതായത് ചില പ്രത്യേക വേവ് ലെങ്തിൽ കാതിന്റെ ഡയഫ്രത്തിൽ ആവർത്തിച്ച് കേൾക്കുന്ന കാര്യം, ഇത് നമുക്ക് അനുകൂലതയുമുണ്ട്, പ്രതികൂലതയുമുണ്ട്. ഇതൊരു മാരക നിയമമാണിത്. മനുഷ്യ മനസ്സിന് നല്ല വൈരുദ്ധ്യങ്ങളുമുണ്ട്, ചീത്ത വൈരുദ്ധ്യങ്ങളുമുണ്ട്. ഇതൊരു ചീത്ത വൈരുദ്ധ്യമാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇത് പഠിക്കുന്നത് എന്തിനെന്നാൽ, ഇവിടെ മനസ്സിലാക്കുന്ന പോയിന്റ്, അന്യൻ ആവർത്തിക്കുന്ന വരികൾ പോലും നമ്മുടെ ബ്രെയിൻ നാം അറിയാതെ നടപ്പാക്കും. ഇവിടെ ഒരു ചോദ്യം ഉയർന്നേക്കാം, അപ്പൊ കാത് കേൾക്കാത്ത വ്യക്തിയാണെങ്കിലോ? ഇപ്പൊ ഈ പറഞ്ഞത് ഈ വലിയൊരു നിയമത്തിന്റെ, ഇതെല്ലാം പബ്ലിക്കിൽ പഠിപ്പിക്കാൻ പാടില്ല, പക്ഷേ നിങ്ങൾക്ക് ആ വിശ്വാസ്യത കൈവരിക്കാൻ വേണ്ടിയിട്ടും ചില കാര്യങ്ങൾ ഞങ്ങൾക്ക് പഠിപ്പിക്കാൻ കഴിയുമെന്ന് നിങ്ങളെ ബോധ്യമാക്കാൻ വേണ്ടിയിട്ടും ആ വിശ്വാസ്യത പരസ്പരം ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയൊക്കെയാണ് ഇപ്പൊ നിയമം പഠിപ്പിച്ചത്. അതായത് ഇത് വലിയൊരു നിയമത്തിന്റെ ചെറിയൊരു ഡയമെൻഷനാണ്. അതിന്റെ ഈ ഡയമെൻഷന്റെ പേരാണ് ഓഡിറ്ററി ഇൻഫ്ലുവൻസ്, ശ്രവണ സ്വാധീനം. ഇത് ഈ കേൾവിയില്ലാത്ത ആൾക്കോ വിഷ്വൽ ഇൻഫ്ലുവൻസ്, നമുക്ക് കാണിക്കാൻ കഴിയും. പല നിറങ്ങളിൽ പല കമാൻഡുകൾ മാറി മാറി നമുക്ക് കാണിക്കാൻ കഴിയും. പല നിറങ്ങളില്, പല രീതികളില്, പല ചിത്രങ്ങളായി, പല എഴുത്തുകളായി, പല അക്കങ്ങളായി ഒക്കെ നമുക്ക് കമാൻഡുകൾ മനുഷ്യർ ബ്രെയിനിലേക്ക് കൊടുക്കാൻ കഴിയും. അവർ അറിയുന്നില്ല എന്തിനാ ചെയ്യുന്നത്. അവരറിയാതെ നെഗറ്റീവോ പോസിറ്റീവോ ആയിട്ടുള്ള കമാൻഡുകൾ കൊടുത്ത് അവരുടെ ബ്രെയിനെ നമുക്ക് ഹാക്ക് ചെയ്യാൻ കഴിയും. ഇനി വേറൊരു ഡയമെൻഷനാണ്, ഇനി കേൾവിയും കാഴ്ചയും ഇല്ലെങ്കിൽ കിനസ്തെറ്റിക്സ്, സ്പർശം. അവർക്ക് മനസ്സിലാവുന്ന സ്പർശം കൊണ്ട് 1 2 3 നിനക്ക് 3 കോടി ഉണ്ടാക്കാൻ കഴിയും, അല്ലെങ്കിൽ കയ്യിൽ എഴുതാൻ കഴിയും 3. അങ്ങനെ പല രീതിയിൽ നമുക്ക് കൊടുക്കാൻ കഴിയും. ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. മനുഷ്യനെ നന്നാക്കാനും നശിപ്പിക്കാനും അറിയുന്ന ഒരു വ്യക്തിക്ക് കഴിയും. അപ്പൊ ഞങ്ങളെപ്പോലെ നല്ല ടീച്ചേഴ്സ് എപ്പോഴും ഞങ്ങളുടെ സ്റ്റുഡൻസിന് അത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിത ലക്ഷ്യങ്ങളും സാമ്പത്തിക ലക്ഷ്യങ്ങളും നേടാനുള്ള ആ മൈൻഡ് സെറ്റ് റീപ്രോഗ്രാമിനെ സഹായിക്കുകയാണ് ഞങ്ങളൊക്കെ ചെയ്യുക. ഇത് എന്തുകൊണ്ട് ഇവിടെ പഠിപ്പിച്ചു വന്നാൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇറങ്ങുമ്പോഴും ദരിദ്രനോട്, ഒന്നാമത്തെ പോയിന്റ്, ഈ ദരിദ്ര മൈൻഡ് സെറ്റ് ഉള്ളവരോട് കൂട്ടുകൂടരുത്. അത്തരം ഗ്രൂപ്പുകളിൽ ഉണ്ടാവുകയും ചെയ്യരുത്. നിങ്ങൾ അറിയുന്നില്ല, അവർ പറയും ഇന്ന് ചോരപ്പുഴ, ഇന്ന് നഷ്ടപ്പുഴ. നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റ് തയ്യാറാണ്, അവരുടെ ജൽപ്പനം ഇന്ന് ചോരപ്പുഴ. ഇപ്പൊ ഞാൻ വെറും ഒരു പാട്ട് പാടിയത് നിങ്ങളുടെ നാവിൽ നിങ്ങൾ അറിയാതെ, അന്യൻ ആവർത്തിക്കുന്ന വരികൾ പോലും നിങ്ങളുടെ ബ്രെയിൻ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അറിയാതെ സംഭവിപ്പിക്കുമെങ്കിൽ അന്യൻ ആവർത്തിക്കുന്ന എന്തും സംഭവിപ്പിക്കാം. അപ്പോൾ നിങ്ങളുടെ ഒരു നെഗറ്റീവ് കൂട്ടുകാരൻ അല്ലെങ്കിൽ ഗ്രൂപ്പ് മെമ്പേഴ്സ് ഒക്കെ ഇരുന്നിട്ട് ഇന്ന് ചോരപ്പുഴ, ഇന്ന് നഷ്ടപ്പുഴ എന്ന് റിപ്പീറ്റ് ചെയ്താൽ നിങ്ങളുടെ ബ്രെയിൻ അത് ടേക്ക് ഓവർ ചെയ്യാൻ നടപ്പാക്കാൻ സാധ്യതയുണ്ട്. ആ പാട്ടുപാടി ഉദാഹരണം മറക്കണ്ട. നമ്മൾ തമ്മിൽ ഇനി എന്നെ നേരിട്ടുള്ള ക്ലാസ്സുകളൊക്കെ കണ്ടുമുട്ടിയാലും ഇത് ഞാൻ ആവർത്തിക്കുന്നുണ്ടാവും. കാരണം ഇതൊരു വലിയൊരു നിയമമാണ്. ഇവിടെ രണ്ടാമത്തെ പോയിന്റ്, അന്യൻ ആവർത്തിക്കുന്ന വരികൾ പോലും നമ്മുടെ ബ്രെയിൻ നമ്മുടെ ജീവിതത്തിൽ നാം അറിയാതെ നടപ്പാക്കുമെങ്കിൽ അവനവൻ ആവർത്തിക്കുന്ന വരികൾ അതിനേക്കാൾ ഉറപ്പായി നടപ്പാക്കും. അതുകൊണ്ട് അവനവൻ തന്നെ മാർക്കറ്റിന്റെ മുന്നിൽ ഇരുന്നിട്ട് ഇല്ല, അല്ല, കോപ്പ്, ഭണ്ഡാരം, എന്നൊന്നും ഒരിക്കലും പറയരുത്. അപ്പൊ നമ്മള്
പുവർ മൈൻഡ് സെറ്റിലേക്ക്, പുവർ മൈൻഡ് സെറ്റ്, നമ്മളെപ്പോഴും റിച്ച് മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ടെക്നിക്കുകൾ ചെയ്യണം. അതിന് ബ്രെയിൻ ജിം എക്സർസൈസുകളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മുടെ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. റിച്ച് മൈൻഡ് സെറ്റ് മാത്രം ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കൽ അറിവായതിനു ശേഷം ജീവിതത്തിൽ ഒരിക്കൽ പോലും പുവർ മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യാതെ എപ്പോഴും റിച്ച് മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടുപോകാൻ ടെക്നിക്കുണ്ട്. അപ്പൊ അത്തരം ടെക്നിക്കുകളൊക്കെ ഉപയോഗിച്ചാണ്, നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഇന്ത്യയിൽ ചില ജാതികളുണ്ട്, ചില അറബ് കമ്മ്യൂണിറ്റികളുണ്ട്, അതായത് മാർവാടി, പാഴ്സി, ജൈനൻ, ചില അറബ് കമ്മ്യൂണിറ്റികൾ പാരമ്പര്യമായി ഒരു ഒറ്റ തലമുറയിൽ പോലും ഒരാൾ പോലും ദരിദ്രമില്ലാത്ത ചില കമ്മ്യൂണിറ്റികളുണ്ട്. നിങ്ങൾ അറിയുന്നുണ്ടോ? ഈ ക്ലാസ് അറിയുന്നുണ്ടോ എന്ന് പറയാമോ ദയവായി? കാരണം അല്ലെങ്കിൽ മറ്റുള്ളവർ വിചാരിക്കും സാർ ചുമ്മാ പറയുന്നതായിരിക്കും. അത് അറിയുന്നുണ്ടോ എന്ന് പറയാമോ? അത് മാർവാടി, ജൈനൻ, പാഴ്സി തുടങ്ങി ചില അറബ് കമ്മ്യൂണിറ്റികൾ തുടങ്ങി പാരമ്പര്യമായി ഒരു ഒറ്റ തലമുറയിൽ പോലും ഒരാൾ പോലും ദരിദ്രമില്ലാത്ത ചില സമൂഹങ്ങൾ ഈ ലോകത്തുണ്ടെന്ന് അറിയുന്നുണ്ടോ എന്ന് പറയാമോ? താങ്ക് യു സാർ, താങ്ക് യു. യെസ്, അങ്ങനെ ചില സമൂഹങ്ങളുണ്ട്. അവരുടെയൊക്കെ ടെക്നിക്കൽ നമ്മുടെ ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്നുണ്ട്. അതായത് ഇപ്പൊ ഞാനിത് പറഞ്ഞത് ചില ട്രെയിനിങ് പ്രോഗ്രാമുകളിൽ അതായത് നമ്മുടെ ധാരണയ്ക്ക് വിരുദ്ധമായ, കാരണം മറ്റൊരാളുടെ ബ്രെയിൻ, നിങ്ങളുടെ ബ്രെയിൻ നിങ്ങൾ അറിയാതെ ഞാൻ എടുത്ത് ഉപയോഗിച്ച് നിങ്ങളുടെ ജീവിത ലക്ഷ്യം നിങ്ങളുടെ ജീവിതത്തിൽ നേടിത്തരാമെന്ന് പറയുമ്പോൾ അത് ബ്ലണ്ടറായും പറ്റിക്കൽസ് ആയും വെറും ഉടായ്പ ഡയലോഗായിട്ടാണ് ആദ്യം തോന്നിക്കുക. ഇപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി. അതുപോലെ ഒരു കാര്യമാണ് ഇനി അടുത്ത് പറയാൻ പോകുന്നത്. സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് വെറും 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട്, വെറും 10,000 രൂപ ക്യാപിറ്റൽ ആക്കിക്കൊണ്ട്, നിങ്ങൾ മുതൽ മുടക്കിക്കൊണ്ട്, വെറും 10,000 രൂപ മുതൽ മുടക്കിക്കൊണ്ട് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് രാജാവായിരുന്ന രാകേഷ് ജുൻജുൻവാലയും ലോക സ്റ്റോക്ക് മാർക്കറ്റ് രാജാവ് വാറൻ ബഫറ്റും നേടിയത്രയും സാമ്പത്തികം നേടാൻ നിങ്ങളെ പഠിപ്പിക്കാം എന്ന് പറഞ്ഞാൽ എന്താ കേൾക്കുന്നത്? ഭൂരിപക്ഷം ചിന്തിക്കുക, ഇത് പക്ക ഉടായ്പാണ്, വെറുതെ പറയുന്നതാണ്, തട്ടിക്കൽസ് ആണെന്ന്. അല്ല, ഇവിടെ ഇപ്പൊ നേരത്തെ ആ ഒരു ബ്രെയിൻ ഹാക്കിംഗ് നിയമം പറഞ്ഞു തന്നതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സുകളിൽ അത് പഠിപ്പിക്കുന്നുണ്ട്, വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്, ക്ലിയർ ആയി പഠിപ്പിക്കുന്നുണ്ട്, ഒരു സംശയവും ഇല്ലാതെ പഠിപ്പിക്കുന്നുണ്ട്. അതായത് വെറും 10,000 രൂപ ഇൻവെസ്റ്റ് നിങ്ങൾ ഓരോരുത്തരെയും പഠിപ്പിക്കും. നിങ്ങൾക്ക് കഴിയുന്നത് വെറും മലയാളത്തില് വെറും 10,000 രൂപ ക്യാപിറ്റൽ കൊണ്ട്, വെറും 10,000 രൂപ നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ ഇട്ടുകൊണ്ട്, നിങ്ങൾ അത് ഒരു തുടക്കക്കാരനാവട്ടെ, ഒന്നും അറിയാത്ത വീട്ടമ്മയാവട്ടെ, തുടക്കക്കാരാവട്ടെ, നിങ്ങളൊരു പ്രൊഫഷണൽ സ്റ്റോക്ക് മാർക്കറ്റ് പ്ലെയർ ആവട്ടെ, ഇത്രകാലം നേടി നേട്ടത്തിന് അപ്പുറം നേടണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ, ഇനി എനിക്ക് അത്ര വലുതൊന്നും വേണ്ടെന്ന് ആഗ്രഹിക്കുന്ന ഈ ഫോർമുല പഠിച്ചാൽ അവനവൻ ആവശ്യമുള്ളത് നേടാമല്ലോ. ഇവിടെ ഞങ്ങൾ വ്യക്തമായി പഠിപ്പിക്കുന്നു. സന്തോഷ് മാധവ് സാർ നയിക്കുന്ന ക്ലാസ്സിൽ പഠിപ്പിക്കുന്നു. സാറിന്റെ ക്ലാസ്സിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ നമ്മൾ സന്തോഷ് മാധവ് സാറിന്റെ ക്ലാസ്സിലേക്ക് കടക്കാൻ പോവുകയാണ്. ഇപ്പൊ ഇത്ര നേരം നടന്നുകൊണ്ടിരുന്നത് ട്രേഡിംഗ് സൈക്കോളജി എന്ന വിഷയമാണ്. ഇനി ട്രേഡിംഗ് മെത്തേഡ് എന്ന വിഷയത്തെ കുറിച്ച് സന്തോഷ് മാധവ് സാറിന്റെ ക്ലാസ്സിലേക്ക് പോകുന്നു. അതിന് ഒരു കാര്യം കൂടെ ഞാൻ പറയുന്നു. ഇപ്പൊ ഈ ബ്രെയിൻ ഹാക്കിംഗ് നിയമം പഠിപ്പിച്ചതുപോലെ, അതായത് പൊതുവെ എന്താ ആളുകൾക്ക് ധരിക്കുക, അതൊന്നും നടക്കുന്ന കാര്യമല്ല എന്നുള്ളത്. അതുപോലെ തന്നെയാണ് ഈ മലയാളികൾ പൊതുവെ ധരിക്കുക, ഇന്ത്യൻ സ്റ്റോക്ക് വെറും 10,000 രൂപ ക്യാപിറ്റൽ കൊണ്ട് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് രാജാവായിരുന്ന രാകേഷ് ജുൻജുൻവാലയും ലോക സ്റ്റോക്ക് മാർക്കറ്റ് രാജാവ് വാറൻ ബഫറ്റും നേടിയത്രയും സാമ്പത്തികം നേടാൻ നിങ്ങളെ പഠിപ്പിക്കാമെന്ന് പറയുമ്പോൾ ഇത് ബ്ലണ്ടർ ആയിട്ട് തോന്നിക്കും. ഒരു ബ്ലണ്ടറുമല്ല. ഈ ഞായറാഴ്ച, അടുത്ത ഞായറാഴ്ച, 19-ാം തീയതി ഞായറാഴ്ച, അതെ, മെയ് 19-ാം തീയതി ഞായറാഴ്ച രാവിലെ 9:30 മുതൽ വൈകിട്ട് 5:40 വരെ കൊച്ചിയിൽ ഹോട്ടൽ ലൂമിനാരിയിൽ വെച്ച് സന്തോഷ് മാധവൻ സാറും അതിൽ ട്രേഡിംഗ് സൈക്കോളജി എന്ന വിഷയത്തിൽ ബാക്കി ഭാഗങ്ങൾ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. ആ ക്ലാസ്സിൽ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് രാജാവായിരുന്ന രാകേഷ് ജുൻജുൻവാല നേടിയത്രയും സാമ്പത്തികം നേടാനുള്ള ഫോർമുല തന്നെ വ്യക്തമായി നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. 100% ഫീസ് ബാക്ക് ഗ്യാരണ്ടിയോടെ. കാരണം ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഇപ്പൊ പബ്ലിക്കിനെ സാക്ഷിയാക്കിക്കൊണ്ടാണ് പറയുന്നത്. നിങ്ങൾ 10-80 പേരുണ്ട് ഇവിടെ. അത് ക്ലാസ്സിൽ പങ്കെടുക്കുന്നവർക്ക് അന്ന് തന്നെ 100% സത്യമെന്നും നിങ്ങൾക്കും അത് സാധിക്കുമെന്നും അതിന്റെ ഫോർമുല വളരെ ഈസി ആണെന്നും നിങ്ങൾക്ക് അന്ന് ആ ക്ലാസ്സിൽ തന്നെ ബോധ്യമായില്ല എങ്കിൽ വൈകുന്നേരം ക്ലാസ് കഴിയുമ്പോൾ തന്നെ ഫുൾ ഫീസും തിരികെ നൽകുന്നതാണ് എന്ന ഫീസ് രീതിയാണ്. അപ്പൊ അത് ഒരുപാട് സംശയം ഉണ്ടായേക്കാം. അങ്ങനെയാണെങ്കിൽ പഠിപ്പിക്കുന്നവർക്ക് എന്തിനാ സ്വയം അങ്ങ് നേടിയാൽ പോലെ എന്തിനു പഠിപ്പിക്കാൻ നിൽക്കുന്നു? അധ്യാപനം എന്നത് മറ്റൊരു പ്രൊഫഷനാണ്, രീതിയാണ്. അപ്പൊ അങ്ങനെയെങ്കിൽ എന്താ പറയാ, നിങ്ങൾ അത് ഉണ്ടാക്കുന്നുണ്ടോ? അതിനെല്ലാം ഉത്തരം ആ ക്ലാസ്സിൽ ലഭിക്കും. അതിലെല്ലാ കോംപ്ലിക്കേഷനിലും ഒരു ഉടായ്പും ഇല്ല. അതുകൊണ്ടാണല്ലോ നേരെ പോ ഫീസ് രീതി. കാരണം 1-2 പേരല്ല ക്ലാസ്സിൽ ഉണ്ടാവുക. കേരളത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് അധ്യാപകര്, ലോയേഴ്സ്, ബാങ്ക് എംപ്ലോയീസ്, കൃഷിക്കാര്, സാധാരണക്കാര്, ജോലിക്കാർ തുടങ്ങി കുറച്ച് ആളുകൾ ക്ലാസ്സിൽ ഉണ്ടാവും. അവരോട് എല്ലാം ഇതിപ്പോ പബ്ലിക് ആയിട്ട് വാഗ്ദാനം നൽകിയിട്ട് ആ ക്ലാസ്സിൽ അത് തരിയെങ്കിലും വ്യത്യാസം വന്നാൽ നടത്തിക്കൊണ്ട് പോകാൻ പറ്റും. 123-ാം ബാച്ചാണ് അടുത്ത ഞായറാഴ്ച നടക്കുന്നത്. അപ്പം ഒരു സംശയം വേണ്ട, നിങ്ങൾ ഉന്നമിട്ട സാമ്പത്തിക ശേഷി സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് നേടാനുള്ള ഫോർമുല പഠിപ്പിക്കും. വ്യക്തമായി തന്നെ വെറും 10,000 രൂപ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ട്, വെറും 10,000 രൂപ ക്യാപിറ്റൽ കൊണ്ട് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് രാജാവായിരുന്ന രാകേഷ് ജുൻജുൻവാലയും ലോക സ്റ്റോക്ക് മാർക്കറ്റ് രാജാവ് വാറൻ ബഫറ്റും നേടിയ അത്രയും സാമ്പത്തികം നേടാനുള്ള ഫോർമുല തന്നെ ആ ക്ലാസ്സിൽ നിങ്ങളെ വ്യക്തമായി പഠിപ്പിക്കും. നിങ്ങൾക്കത് ആ ക്ലാസ്സിൽ ബോധ്യമായില്ല എങ്കിൽ, ക്ലാസ് 100% നിങ്ങൾക്ക് തൃപ്തിയായില്ലെങ്കിൽ, ക്ലാസ് 100% ഫലപ്രദമെന്ന് നിങ്ങൾക്ക് ബോധ്യമായില്ല എങ്കിൽ, വൈകുന്നേരം ക്ലാസ് കഴിയുമ്പോൾ തന്നെ ഫുൾ ഫീസും തിരികെ നൽകുന്നതാണ് എന്ന നേരേവോ മൂല്യാധിഷ്ഠിത ഫീസ് രീതിയാണ്. 14,000 രൂപയാണ് ആകെ ഫീസ് ഉള്ളൂ. കാരണം ഒരു വിദ്യ പഠിച്ച് ആയുഷ്കാലം മുഴുവൻ വിദ്യ പഠിച്ച് നേടാനുള്ള നേട്ടം വെച്ച് നോക്കിയാലും
പഠിക്കാതെ ഇറങ്ങി നഷ്ടപ്പെടുന്ന തുകകൾ വെച്ച് നോക്കില്ല, എത്രയോ കാര്യം നഷ്ടപ്പെടുത്തി കളയും. അതിനൊക്കെ തുലോ നിസ്സാരമായ ഫീസ് മാത്രമാണ്. അത് ആഗ്രഹിക്കുന്നവര് വെറും 1000 രൂപ മാത്രം അഡ്വാൻസ് അടച്ച്, വെറും 1000 rupees അഡ്വാൻസ് അടച്ച് സീറ്റ് ബുക്ക് ചെയ്യാം. ആ അഡ്വാൻസ് തുകയും ലാപ്സ് ആവുന്നതല്ല. നിങ്ങൾക്ക് ഇംഗ്ലീഷ് ക്ലാസ് പങ്കെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, അല്ലെങ്കിൽ താല്പര്യം തോന്നിയില്ല, ആ അഡ്വാൻസ് റീഫണ്ട് ചെയ്യുന്നതാണ്. 9605633033 9605633033 എന്ന നമ്പറിലേക്ക് 1000 രൂപ ഗൂഗിൾ പേ ചെയ്ത് നിങ്ങൾക്ക് അതിന്റെ അതേ നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയച്ച് നിങ്ങൾക്ക് സീറ്റ് ബുക്ക് ചെയ്യാം. അടുത്ത ഞായറാഴ്ച 19-ാം തീയതി ഞായറാഴ്ച, 19-ാം തീയതി ഞായറാഴ്ച നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കണം. ഈ മാർക്കറ്റിലെ ലോകത്തിലെ, ഞാൻ നേരത്തെ പറഞ്ഞ സംഗീത മത്സരത്തിന്റെ കാര്യം, ലോകത്തിലെ ഏത് മേഖലയിലെയും വിജയികൾ ട്രെയിൻഡ് ആണ്. വിജയികൾ ട്രെയിൻഡ് ആണ്. ഈ രാകേഷ് ജുൻജുൻവാലയും വാറൻ ബഫറ്റും വെറുതെ നേടിയതല്ല. ആര്യനന്ദ ബോംബെയിൽ പോയി സംഗീത മത്സരത്തിൽ പങ്കെടുത്ത് 1 കോടി രൂപ സമ്മാനം നേടിയെന്ന് കേട്ട ഉടനെ സംഗീതം പഠിക്കാത്ത കുറെ പേര് ബോംബെക്ക് വണ്ടി കയറിയിട്ട് പ്രയോജനമില്ല എന്നതുപോലെ, കാരണം അവർ ട്രെയിൻ പഠിച്ചിട്ടാ പോയത്. രാകേഷ് ജുൻജുൻവാലയും വാറൻ ബഫറ്റും നേടിയ ചരിത്രം കേട്ട് വെറുതെ എടുത്തിയാടി യൂട്യൂബ് അറിവുകളും മറ്റുള്ളവർ പറഞ്ഞു കേട്ട് അറിവുകൾ വെച്ച് നേടാൻ കഴിയില്ല. കാരണം അവര് ട്രെയിൻഡ് ആണ്. അത് സാധാരണക്കാർ അറിയുന്നില്ല, മലയാളികൾ അറിയുന്നില്ല. നിങ്ങൾക്കറിയാമോ രാകേഷ് ജുൻജുൻവാലയുടെ സ്റ്റോക്ക് മാർക്കറ്റ് ഗുരുവിന്റെ പേര്, വാറൻ ബഫറ്റിന്റെ സ്റ്റോക്ക് മാർക്കറ്റ് ഗുരുവിന്റെ പേര്, നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക. അവരൊക്കെ ട്രെയിൻഡ് ആണ്. നിങ്ങൾ ഇനി ഇപ്പോൾ ഇവിടെ വന്നതുപോലെ, അല്ലെങ്കിൽ ഇനി പഠിക്കാൻ പോകുന്നത് പോലെ, രാകേഷ് ജുൻജുൻവാല രാധാകൃഷ്ണൻ ദമാനി എന്ന തന്റെ സ്റ്റോക്ക് മാർക്കറ്റ് ഗുരുവിന്റെ കീഴിൽ പോയി പഠിച്ച് ഫോളോ അപ്പ് കഴിഞ്ഞാണ്. ഗഫൂർ സാർ, അത് ഇവിടെ കുറച്ച് വേഗത കൂടുന്നുണ്ട്, പക്ഷെ തടസ്സപ്പെടുന്നുണ്ടാവാൻ സാധ്യതയില്ല. അത് സാറിന്റെ എൻഡിലെ നെറ്റ്വർക്കിന്റെ ആയിരിക്കാം. കേൾക്കാൻ കഴിയുന്നുണ്ടെന്നാണ് ഫീഡ്ബാക്കിൽ കിട്ടുന്നത്. ഇതിലൊന്ന് ശ്രദ്ധാപൂർവ്വം കേൾക്കാൻ ശ്രമിക്കുക. അപ്പോ രാകേഷ് ജുൻജുൻവാല രാധാകൃഷ്ണൻ ദമാനി എന്ന തന്റെ സ്റ്റോക്ക് മാർക്കറ്റ് ഗുരുവിന്റെ ട്രെയിനിങ് പ്രോഗ്രാമും ഫോളോ അപ്പും പങ്കെടുത്താണ് അദ്ദേഹം വിജയിച്ചത്. വാറൻ ബഫറ്റ് ബെഞ്ചമിൻ ഗ്രഹാം എന്ന തന്റെ സ്റ്റോക്ക് മാർക്കറ്റ് ഗുരുവിന്റെ ട്രെയിനിങ് പ്രോഗ്രാമും ഫോളോ അപ്പും പങ്കെടുത്താണ് വിജയിച്ചത്. അപ്പൊ അങ്ങനെയുള്ള സ്റ്റോക്ക് മാർക്കറ്റിലേക്കാണ് മലയാളികൾ കേട്ടുകേൾവികളും സാധ്യത ഉണ്ടെന്നുള്ള അറിവ് വെച്ചുകൊണ്ട് അവിടെ പോയ പൈസ സമ്പാദിക്കാൻ കേട്ടു. അപ്പൊ എന്നിട്ട് ആരോ പറഞ്ഞതും കേട്ട് യൂട്യൂബ് അറിവുകളും ഗൂഗിളും നോക്കിയിട്ട് ഇറങ്ങുകയാണ്. ലോകത്ത് ഒരു മേഖലയിലും സീരിയസ് ആയി ഇറങ്ങുന്നവർ ഗൂഗിൾ നോക്കി ഇറങ്ങാറില്ല, യൂട്യൂബ് വെച്ച് ഇറങ്ങാറില്ല. ഒരു സിവിൽ സർവീസ് എക്സാമിനോ, എന്തിനാണ് ഒരു PSC എക്സാമിനോ, സംഗീതം കരിയർ ആക്കാനോ, അല്ലെങ്കിൽ ചെസ് കരിയർ ആക്കാനോ ഉദ്ദേശിക്കുന്നത് എപ്പോഴും ഒരു പ്രൊഫഷണൽ കോച്ചിൽ നിന്നാണ് പഠിക്കുന്നത്. മനസ്സിലാക്കുക കേട്ടോ. അതാണ് നമുക്ക് എല്ലാവർക്കും പറ്റുന്ന അബദ്ധം. അത് നിങ്ങൾ 2 വട്ടം ചിന്തിക്കുക, അകക്കണ്ണ് തുറന്ന് ചിന്തിക്കുക, ആഴത്തിൽ ചിന്തിക്കുക. കാരണം ഏതെങ്കിലും ഒരു മേഖല സീരിയസ് ആയി കരിയർ ആക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളും, അത് ചെസ് ആവട്ടെ, PSC ആവട്ടെ, സിവിൽ സർവീസ് ആവട്ടെ, UPSC ആവട്ടെ, വെറും PSC ആവട്ടെ, സംഗീതമാവട്ടെ, ചെസ് ആവട്ടെ, കരിയർ ആക്കാൻ ആഗ്രഹിക്കുന്നവർ യൂട്യൂബ് നോക്കി പഠിച്ച് ഒരിക്കലും പോയി അല്ല ചെയ്യാറുള്ളത്. അവരൊരു പ്രൊഫഷണൽ കോച്ചിൽ നിന്ന് കോച്ചിങ് എടുത്താണ് പരിശീലനം നേടുക. ഇവിടെ സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ച് കേരളത്തിലെ നമ്പർ 1 കോച്ചിങ് സെന്റർ, നമ്പർ 1 ട്രെയിനിങ് ആണ് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നത്. ഒരിക്കൽ കൂടെ ജസ്റ്റ് പറയുന്നു, വെറും 10,000 രൂപ മുതൽ മുടക്കുകൊണ്ട് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് രാജാവായ രാകേഷ് ജുൻജുൻവാല നേടിയ നേട്ടം തന്നെ നേടാൻ നിങ്ങളെ പഠിപ്പിക്കുന്നു. അത് പബ്ലിക്കായി അനൗൺസ് ചെയ്യുന്നു. അത് നിങ്ങൾക്ക് ആ ക്ലാസ്സിൽ ബോധ്യമായില്ലെങ്കിൽ വൈകുന്നേരം ക്ലാസ് കഴിയുമ്പോൾ തന്നെ ഫുൾ ഫീസും തിരികെ. ഇതുപോലെ തന്നെ നമ്മുടെ സാമാന്യ ബുദ്ധി ഉപയോഗിച്ച്, അല്ലെങ്കിൽ ഈ സംസാരം കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും അവർക്ക് അത് പഠിപ്പിക്കാൻ അറിയുന്നത് കൊണ്ടാണെന്ന്. അതല്ലെങ്കിൽ നമുക്ക് ഈ വാഗ്ദാനം നൽകാൻ കഴിയില്ല. ചിന്തിച്ചാൽ മനസ്സിലാക്കാം. അപ്പൊ അത് ഈ 19-ാം തീയതി, അടുത്ത ഞായറാഴ്ച 19-ാം തീയതി ഞായറാഴ്ച രാവിലെ 9:30 മുതൽ വൈകിട്ട് 5:40 വരെ കൊച്ചിയിൽ ഹോട്ടൽ ലൂമിനാരിയിൽ വെച്ചാണ് നടക്കുന്നത്. 9605633033 എന്ന ഗൂഗിൾ പേ നമ്പറിലേക്ക് 1000 രൂപ 1000 രൂപ അഡ്വാൻസ് അടച്ചുകൊണ്ട് സീറ്റ് ബുക്ക് ചെയ്യാം. ബാക്കി 13,000 രൂപ ആ ഞായറാഴ്ച നേരിട്ട് വരുമ്പോൾ രാവിലെ രജിസ്ട്രേഷൻ കൗണ്ടറിൽ അടച്ചാൽ മതി. വൈകുന്നേരം ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ക്ലാസ് തൃപ്തിയായില്ലെങ്കിൽ, തരേനും തൃപ്തിക്കുറവ് വന്നാൽ, നിങ്ങൾക്ക് ആ ക്ലാസ് ഫലപ്രദമല്ല തോന്നിയതെങ്കിൽ, രാകേഷ് ജുൻജുൻവാല നേടിയത്രയും നേട്ടം നേടാനുള്ള ഫോർമുല നിങ്ങൾക്ക് മനസ്സിലായില്ല എങ്കിൽ, വൈകുന്നേരം ക്ലാസ് കഴിയുമ്പോൾ തന്നെ 14,000 രൂപയും തിരികെ നൽകുന്നതാണ്. ഒന്നും ശങ്കിക്കേണ്ട, ഒന്നും നഷ്ടപ്പെടാനില്ല. ഇന്ന് തന്നെ സീറ്റ് ബുക്ക് ചെയ്യാം. ഇന്നലെ വരെ നേടിയ നേട്ടങ്ങൾ പോരാ എങ്കിൽ, ഇന്നലെ വരെ പ്രയോഗിച്ച അറിവുകൾ പോരാ എന്ന തത്വശാസ്ത്രം മനസ്സിലാക്കിക്കൊണ്ട്, മനുഷ്യന്റെ അവസ്ഥയല്ല തീരുമാനമാണ് ഭാവി നിശ്ചയിക്കുന്നത് എന്ന തത്വശാസ്ത്രം മനസ്സിലാക്കിക്കൊണ്ട് ഇന്ന് തന്നെ സീറ്റ് ബുക്ക് ചെയ്തു. ഒന്നും ഭയക്കാനില്ല. എന്താ നഷ്ടപ്പെടാനുള്ളത്? കാരണം കുറച്ചൊരു ധീരതയും ഒരു ആർജവും നമുക്ക് വേണം. എല്ലാ തടസ്സങ്ങളും അവനവന്റെ തന്നെ ദുർവാശികളും മുട്ടാപ്പോക്ക് ചിന്തകളൊക്കെ തട്ടി മാറ്റിക്കൊണ്ട്, കാരണം ഇവിടെ ഒന്നും നഷ്ടപ്പെടാനില്ല. 2 ടീച്ചേഴ്സ് പബ്ലിക്കായിട്ട് വന്ന് പങ്കെടുത്തോളൂ. അപ്പൊ ഇനി നമുക്ക് ട്രേഡിംഗ് സൈക്കോളജി ആൻഡ് ട്രേഡിംഗ് മെത്തേഡ് എന്ന വിഷയത്തിന്റെ മൈൻഡ് ആൻഡ് മെത്തേഡ് എന്ന സ്റ്റോക്ക് മാർക്കറ്റിൽ വിജയിക്കാൻ ആവശ്യമായ സാമ്പത്തിക യാത്രയുടെ 2 ചിറകുകളായ മൈൻഡ് ആൻഡ് മെത്തേഡ് എന്ന വിഷയത്തിന്റെ, മൈൻഡ് എന്ന വിഷയം ഇവിടെ അവസാനിപ്പിച്ചുകൊണ്ട് നമുക്ക് മെത്തേഡ് എന്ന വിഷയത്തിലേക്ക് പോകാം. ട്രേഡിംഗ് സൈക്കോളജി എന്ന വിഷയം ഇവിടെ അവസാനിപ്പിച്ചുകൊണ്ട് ട്രേഡിംഗ് മെത്തേഡിനെ കുറിച്ച് പഠിപ്പിക്കാനായി ആദരണീയനായ സന്തോഷ് മാധവ് സാറിനെ ഞാൻ ഏറെ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും ക്ഷണിക്കുന്നു. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. വോയിസും വീഡിയോ ഒക്കെ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ക്ലിയർ ആണ് സാർ, ക്ലിയർ ആണ്.
താങ്ക് യു. അപ്പോ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ വരുമാനം ഉണ്ടാക്കാനുള്ള, നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സമ്പത്ത് നേടാനുള്ള ഒരു ഡെമോ ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോ ഒരുപക്ഷെ നിങ്ങൾ പലരും ഈ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ നമ്മുടെ നേരത്തെ ഡെമോ ക്ലാസ്സുകളോ അല്ലെങ്കിൽ വെബിനാറുകളോ ഒക്കെ പങ്കെടുത്തിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ പങ്കെടുത്ത ആരെങ്കിലും ഉണ്ടോ ഇതിനോടൊപ്പം? ഓക്കെ, ആരും ഉണ്ടെന്ന് പറയുന്നില്ല, ഇല്ലെന്നും പറയുന്നില്ല. അപ്പോ മൗനം സമ്മതമായിട്ട് എടുക്കാൻ ഇതുവരെ ആരും യെസ്, മനീഷ് സാർ പങ്കെടുത്തിട്ടുണ്ട്. സാർ യെസ്, പലരും പങ്കെടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. നോ സാർ എന്നും പറയുന്നുണ്ട്. ശരി, ഓക്കെ. അപ്പോ തോമസ് സാർ നിർത്തിയെടുത്ത് നമുക്ക് തുടങ്ങാം. അതായത് തോമസ് സാർ നിർത്തിയത് ഇവിടുന്നായിരുന്നു. അതായത് ഇന്നലെ വരെ നേടിയ നേട്ടങ്ങൾ പോരാ എങ്കിൽ ഇന്നലെ വരെയുള്ള നമ്മളുടെ അറിവുകളോ കഴിവുകളോ എക്സ്പീരിയൻസുകളോ മതിയാകാതെ വരും നമുക്ക് പുതിയൊരു നേട്ടത്തിൽ. ഈ കുവൈറ്റ് പീസ് മാർക്ക് എന്ന് പറയുന്ന സിസ്റ്റം ഉപയോഗിക്കുന്നതാണ്. കുവൈറ്റ് ഇത് പല പ്രാവശ്യം സാറെ മൈക്കൊന്ന് ശ്രദ്ധിക്കാൻ അൺമ്യൂട്ട് ചെയ്യണം. കാരണം വളരെ സീരിയസ് ആയിട്ടിരിക്കുന്ന പലരും ഇവിടെ ഉണ്ട്. അപ്പോ അവർക്ക് നമ്മളൊരു ഡിസ്റ്റർബൻസ് ആവാതിരിക്കാൻ വേണ്ടി ഒന്ന് ശ്രദ്ധിക്കണം. മൈക്കൊന്ന് ശ്രദ്ധിക്കുക. വേറെ ഒന്നും വേണ്ട. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിൽ എപ്പോ വേണേലും മൈക്ക് അൺമ്യൂട്ട് ചെയ്യാൻ സംസാരിക്കാം. പക്ഷെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ബാക്കിയുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ആവാതെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. റിക്വസ്റ്റ് ആണ്. താങ്ക് യു. അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്റ്റോക്ക് മാർക്കറ്റിനാവട്ടെ, നിങ്ങളിപ്പോ ഏത് അവസ്ഥയിലാണ് നിൽക്കുന്നത് സ്വയം ചിന്തിക്കുക. സ്റ്റോക്ക് മാർക്കറ്റിന്റെ നിങ്ങൾ തുടക്കക്കാരനായിരിക്കാം, അതല്ലെങ്കിൽ ഒരു തുടങ്ങി കുറച്ചു കാലമായിട്ടുള്ള ഒരാളായിരിക്കാം, അതല്ലെങ്കിൽ നിങ്ങളുടെ എക്സ്പെർട്ട് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ ട്രേഡർ ആയിരിക്കാം. ഏത് ലെവലിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിലും ഇപ്പോഴത്തെ നിങ്ങളുടെ കണ്ടീഷനിൽ നിന്നും ഇപ്പോഴത്തെ നിങ്ങളുടെ അവസ്ഥയിൽ നിന്നും കുറച്ചും കൂടെ മെച്ചപ്പെട്ട ഒരു റിസൾട്ട് വേണമെങ്കിൽ തോമസ് സാർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതുവരെയുള്ള അറിവുകളോ എക്സ്പീരിയൻസുകളോ ഇതുവരെയുള്ള നമ്മുടെ കാഴ്ചപ്പാടുകളോ മതിയാകാതെ വരും. അപ്പോ അത് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ അടുത്തൊരു സ്റ്റേജിലേക്ക് കടക്കുന്നത്. അതായത് നമ്മളുടെ അറിവുകളും കഴിവുകളും അതോടൊപ്പം തന്നെ നമ്മുടെ എക്സ്പീരിയൻസും വർദ്ധിപ്പിക്കുക. വെറുതെ വർദ്ധിപ്പിച്ചാൽ പോരാ. കാരണം ഇന്നലെ വരെ നേടിയ നേട്ടങ്ങൾ പോരാ എങ്കിൽ ഇന്നലെ വരെയുള്ള സ്ട്രാറ്റജികളോ മെത്തേഡുകളോ കൺസെപ്റ്റുകളോ അല്ലെങ്കിൽ മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്ത രീതിയോ മതിയാകാതെ വരും പുതിയ റിസൾട്ടിനായിട്ട്. അപ്പോ ആ ഒരു പുതിയ റിസൾട്ടിനെ നമ്മൾ സ്വീകരിക്കാനായിട്ട് തുറന്ന മനസ്സോടു കൂടിയായിരിക്കണം മുന്നോട്ട് പോകേണ്ടത്. തുറന്ന മനസ്സോടു കൂടിയായിരിക്കണം ഇനി മുന്നോട്ട് പോകേണ്ടത്. എല്ലാവരും അതിന് ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോ ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത് സ്റ്റോക്ക് മാർക്കറ്റിന് നിങ്ങൾക്ക് ആവശ്യമുള്ള, ടോം സാർ നേരത്തെ പറഞ്ഞത്, എത്ര ചെറിയ മുതൽ മുടക്ക് കൊണ്ട് പോലും നമുക്ക് ആവശ്യമുള്ള രീതിയിലുള്ള ചെറുതോ വലുതോ ആയിട്ടുള്ള, എത്ര വലുതോ ചെറുതോ ആയിട്ടുള്ള വരുമാനം നേടാൻ സ്റ്റോക്ക് മാർക്കറ്റിലൂടെ കഴിയും എന്ന് പറഞ്ഞു. അത് സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കാണെങ്കിൽ ഏകദേശം മനസ്സിലാവും. കാരണം നമുക്കറിയാം മറ്റൊരു ജോലിയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റൊരു ബിസിനസ്സിൽ നിന്നോ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ പ്രോഫിറ്റ് നേടാനുള്ള സാധ്യത സ്റ്റോക്ക് മാർക്കറ്റിനുണ്ടെന്നുള്ളത് പലരും അനുഭവിച്ചറിഞ്ഞിട്ടുണ്ടാവും. പക്ഷേ പ്രോഫിറ്റ് നേടുക മാത്രമല്ല, ഇവിടെ ഒരു പക്ഷേ നേടിയ പ്രോഫിറ്റിനേക്കാൾ വലിയ ലോസ് വന്ന അവസ്ഥയായിരിക്കും നമ്മളെ സ്റ്റോക്ക് മാർക്കറ്റിന് പിന്മാറാനായിട്ട് നമ്മളെ കൊണ്ട് എന്താ പറയുക ചിന്തിപ്പിക്കുന്നത്. ഇവിടെ നമുക്കറിയാം സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള വരുമാനം ചിലർക്ക് നിമിഷ നേരം കൊണ്ട് ചെറിയ സമയം കൊണ്ട് അവരുടെ ക്യാപിറ്റലൊക്കെ ഡബിളും ട്രിപ്പിളൊക്കെ ആക്കി മാറ്റിയ സന്ദർഭങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ കണ്ടു. ക്ലാസ് റെക്കോർഡഡ് ആണോ? ക്ലാസ് റെക്കോർഡിംഗ് ആണ് സാർ. ഓക്കെ. അപ്പൊ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് വലിയ പ്രോഫിറ്റുകളൊക്കെ വന്ന അവസരങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ടാവും സ്റ്റോക്ക് മാർക്കറ്റിലെ ട്രേഡിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക്. പക്ഷെ അത് നിലനിർത്താൻ കഴിയാതെ പോയി അടുത്തൊരു ദിവസങ്ങളിലോ അല്ലെങ്കിൽ അടുത്ത നിമിഷം തന്നെയോ ആ പ്രോഫിറ്റ് മുഴുവൻ നഷ്ടപ്പെട്ടു പോയ അവസ്ഥ ഫേസ് ചെയ്തവരും ഉണ്ടാവും. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനി അങ്ങോട്ട് പഠിക്കാൻ പോകുന്നത് ചെറിയ ക്യാപിറ്റലോ വലിയ ക്യാപിറ്റലോ നമ്മളാൽ കഴിയുന്ന ക്യാപിറ്റൽ ഉപയോഗിച്ചിട്ട് നമ്മൾക്ക് വേണ്ടുന്ന രീതിയിലുള്ള വരുമാനം സമ്പത്ത് വർദ്ധിപ്പിക്കൽ അതെങ്ങനെ നേടണമെന്നും നിലനിർത്തണമെന്നുമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോ സ്റ്റോക്ക് മാർക്കറ്റ് നമുക്കറിയാം വലിയൊരു സബ്ജക്റ്റ് ആണ്. അപ്പൊ അതിന്റെ ഒരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ കോഴ്സ് എന്നുള്ള രീതിയിലാണ് നമ്മുടെ ഈ ഒരു ഡെമോ ക്ലാസ് വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കോഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 3 മാസത്തെ കോഴ്സ് ആയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 3 മാസത്തെ കോഴ്സ് ആയിട്ട്. അതിൽ ആദ്യത്തെ സെഷൻ നമുക്ക് ഫസ്റ്റ് സെഷൻ നമുക്ക് കൊച്ചിയിലുള്ള നേരിട്ടുള്ള ക്ലാസ് ആണ്. ഈ വരുന്ന 19-ാം തീയതി ഞായറാഴ്ച 19-ാം തീയതി ഞായറാഴ്ച നമുക്ക് കൊച്ചിയിൽ വെച്ച് നേരിട്ട് നടക്കുന്നു. കൊച്ചിയിൽ വെച്ച് നേരിട്ടുള്ള നടക്കുന്ന ക്ലാസ്സുകളിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ സക്സസ് ആവാൻ, പ്രോഫിറ്റ് നേടാനും നിലനിർത്താനും എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്, ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് കിട്ടും. അതുകൂടാതെ തന്നെ അടുത്ത 3 മാസത്തേക്ക് ഈ കൊച്ചിയിൽ വെച്ച് പഠിച്ച കാര്യങ്ങൾ നമ്മൾ ഓരോ ദിവസത്തെ മാർക്കറ്റിനനുസരിച്ച് നമ്മൾ എങ്ങനെ ഓരോ ദിവസത്തെ ഓപ്പർച്യൂണിറ്റി, ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി എങ്ങനെ കണ്ടെത്തണം, എവിടെ ട്രേഡ് എൻട്രി എടുക്കണം, എവിടെ എക്സിറ്റ് ചെയ്യണം, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ 3 മാസത്തെ കോഴ്സ് കൊണ്ട് പഠിക്കാൻ പോകുന്നത്. അത് 3 മാസം മാർക്കറ്റ് ദിവസങ്ങളിലെ ക്ലാസ് ഉണ്ടായിരിക്കും. പിന്നെ ആഴ്ചയിൽ 2 ദിവസം
ആഴ്ചയിൽ 2 ദിവസം ലൈവ് മാർക്കറ്റ് അനാലിസിസ് സെഷൻ ഉണ്ടാവും. അതായത് രാവിലെ 9 മണി മുതൽ 9:10 മുതൽ നമ്മൾ എല്ലാവരും കൂടെ ഒരു സൂം ക്ലാസ്സിൽ ഒരുമിച്ചിരിക്കുന്നു. അപ്പൊ നമുക്കറിയാം സ്റ്റോക്ക് മാർക്കറ്റ് രാവിലെ 9:10 സ്റ്റാർട്ട് ആവില്ല, 9:15 സ്റ്റാർട്ട് ആവുള്ളൂ നമുക്കറിയാം. 9:15 മുതൽ നമ്മൾ ലൈവ് മാർക്കറ്റിൽ ഒരുമിച്ച് ഒരു ക്ലാസ്സിൽ ഇരിക്കുന്നു. അതായത് മാർക്കറ്റ് എവിടെ ഓപ്പൺ ചെയ്തിട്ട് ഏത് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്നു, ആ ഡയറക്ഷനിലേക്കുള്ള മൂവ്മെന്റുകൾ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ആ ഡയറക്ഷനിലേക്കുള്ള ട്രേഡുകൾ എങ്ങനെ പ്ലാൻ ചെയ്യണം, എവിടെ എൻട്രി എടുക്കണം, അത് പ്രോഫിറ്റിലാണെങ്കിലും ലോസിലാണെങ്കിലും എങ്ങനെ എക്സിറ്റ് ചെയ്യണം, എവിടെ വെച്ച് എക്സിറ്റ് ചെയ്യണം, ഇത്തരം കാര്യങ്ങളൊക്കെ ലൈവ് മാർക്കറ്റിൽ ഉൾപ്പെടെ നമ്മൾ പഠിക്കുകയാണ്. 3 മാസക്കാലത്തേക്ക് ആഴ്ചയിൽ 2 ദിവസം ലൈവ് സെഷൻസ് ഉണ്ടാവും. ഇങ്ങനെ ഈ നേരിട്ടുള്ള ക്ലാസ്സിലൂടെ പഠിച്ച കാര്യങ്ങൾ പ്രാക്ടിക്കലായിട്ട് നമ്മൾ ലൈവ് മാർക്കറ്റിലും അല്ലാതെ ഈവനിങ് ക്ലാസ്സുകളിലൂടെയും നമ്മൾ എല്ലാ ദിവസവും ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് നമ്മളിൽ കൂടുതൽ അതായത് സക്സസ് ആവാനുള്ള മെത്തേഡുകളും സ്ട്രാറ്റജികളും കൺസെപ്റ്റുകളും നമ്മൾ ഈസി ആയിട്ട് പഠിച്ചെടുക്കുന്ന രീതിയിലാണ് ഈ ഒരു കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത് ബേസിക് അറിയാത്തവർക്ക് വേണ്ടി നമ്മൾ സ്പെഷ്യൽ ബേസിക് ക്ലാസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ നമ്മുടെ കൊച്ചിയിൽ വെച്ച് നടക്കുന്ന നേരിട്ടുള്ള ക്ലാസ് വരുന്നവർക്ക് അവർക്ക് എന്തെങ്കിലും ക്ലാസിന്റെ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ കൂടുതൽ പ്രാവശ്യം കേൾക്കണം എന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലത്തെ ഈവനിങ് ക്ലാസ്സുകൾ വൈകുന്നേരത്ത് നടക്കുന്ന ഫോളോ ക്ലാസ്സുകൾ പങ്കെടുക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളോ ഉണ്ടെങ്കിലോ അവിടെയൊക്കെ അവർക്കൊരു സ്റ്റഡി മെറ്റീരിയൽ എന്നുള്ള രീതിയിൽ നമ്മുടെ ഒരു ട്യൂട്ടോറിയൽ ആപ്പ് നൽകുന്നുണ്ടാവും. ട്യൂട്ടോറിയൽ ആപ്പ് അവർക്ക് സ്റ്റഡി മെറ്റീരിയൽ, അതായത് റെക്കോർഡഡ് ക്ലാസ്സുകൾ ഉൾപ്പെടുന്ന ഒരു സ്റ്റഡി മെറ്റീരിയൽ ഉണ്ട്. അതായത് നമ്മളുടെ ക്ലാസ്സിൽ SMT വന്നു കഴിഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റിൽ അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സക്സസ് അഥവാ പ്രോഫിറ്റ് നേടാനും വരുമാനം സമ്പത്തും വർദ്ധിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ട്രേഡിംഗ് മെത്തേഡുകളും കൺസെപ്റ്റുകളും സ്ട്രാറ്റജികളും പഠിപ്പിച്ചേ വിടൂ എന്നുള്ളതാണ് നമ്മുടെ ഒരു ലൈൻ. അപ്പൊ അതിന് വേണ്ടുന്ന രീതിയിലുള്ള എല്ലാ സപ്പോർട്ടുകളും ക്ലാസ്സിൽ നിന്ന് ലഭിക്കുന്നുണ്ടാവും. അപ്പോ നിങ്ങൾക്ക് ആവശ്യമുള്ള ഫൗണ്ടേഷൻ ഒരുക്കി തരുന്നുണ്ടാവും ഈ 3 മാസം കൊണ്ട്. അതിനുശേഷം ആ ഫൗണ്ടേഷനിലൂടെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ പ്രാക്ടിക്കലായിട്ട് നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ നല്ലൊരു പ്രൊഫഷണൽ ട്രേഡർ ആയിട്ട് മാറാൻ കഴിയുക തന്നെ ചെയ്യും. കാരണം പ്രൊഫഷണൽ ട്രേഡർ ആയിട്ട് മാറാൻ കഴിയുമെന്ന് പറയാൻ കാരണം ലൈവ് മാർക്കറ്റിൽ ഉൾപ്പെടെയാണ് നമ്മൾ ഒരുമിച്ചിരുന്ന് പഠിക്കുന്നത് എന്നുള്ളതാണ്. ലൈവ് മാർക്കറ്റിൽ ഉൾപ്പെടെ പലരും പല ആശയങ്ങളും പ്രകടിപ്പിക്കാറുണ്ട്. നമുക്ക് സ്ട്രാറ്റജിക്ക് ക്ലാസ്സിലൊക്കെ പറയാൻ എളുപ്പമാണ്, അതുപോലെ തന്നെ പ്രീവിയസ് ചാർട്ട് ഉപയോഗിച്ചിട്ട് പറയാൻ എളുപ്പമാണെന്നൊക്കെ പറയാറുണ്ട് പലപ്പോഴും. പക്ഷേ ലൈവ് മാർക്കറ്റിൽ ആഴ്ചയിൽ 2 ദിവസം 3 മാസക്കാലത്തേക്ക് മാർക്കറ്റിന്റെ മൂവ്മെന്റുകൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ ഇൻട്രാഡേ ട്രേഡിങ്ങിനാവട്ടെ, സ്വിംഗ് ട്രേഡിങ്ങിനാവട്ടെ, ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റിനാവട്ടെ, ഏതിനും ഒരു സ്റ്റോക്കിനെ അല്ലെങ്കിൽ ഇൻഡെക്സിനെ എങ്ങനെ സമീപിക്കണം, എങ്ങനെയാണ് ട്രേഡ് പ്ലാൻ ചെയ്യേണ്ടത്, നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ട്രേഡ് പ്ലാൻ ചെയ്യേണ്ടതൊക്കെ ലൈവ് മാർക്കറ്റിൽ ഉൾപ്പെടെ നമ്മൾ പഠിക്കുന്നത്. അപ്പൊ അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇപ്പൊ ഉള്ള അവസ്ഥയിൽ നിന്നും ഇപ്പൊ നിങ്ങൾ ഏത് കണ്ടീഷനിലാണോ നിൽക്കുന്നത് അതിൽ നിന്നും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള മെച്ചപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് മാറാൻ ഈ ഒരു കോഴ്സ് നിങ്ങളെ സഹായിക്കും. അപ്പോ ഇനി നമ്മുടെ കുറച്ച് സ്റ്റോക്ക് മാർക്കറ്റിലെ കുറച്ച് കാര്യങ്ങൾ കൂടെ ഡിസ്കസ് ചെയ്യുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിലെ കാര്യം ഡിസ്കസ് ചെയ്യുന്ന സ്വയം ഒന്ന് ചിന്തിക്കുക. സ്റ്റോക്ക് മാർക്കറ്റിൽ സക്സസ് ആവാൻ എന്ന് പറഞ്ഞ ഒരു അർത്ഥമേ ഉള്ളൂ. പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാനുള്ള അർത്ഥം മാത്രമേ സ്റ്റോക്ക് മാർക്കറ്റിൽ സക്സസ് ആവുക എന്നുള്ള അർത്ഥമാണ് ഒരു വാക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. കാരണം അതല്ലാതെ സ്റ്റോക്ക് മാർക്കറ്റിൽ എനിക്ക് ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, എന്റെ കയ്യിൽ ഇത്ര കമ്പനികളുടെ ഷെയറുകൾ ഹോൾഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇത്ര കാലമായി ഇൻട്രാഡേ ഓപ്ഷൻ ചെയ്യുന്നു, ഇതൊന്നും നമ്മുടെ സക്സസിന്റെ മാനദണ്ഡങ്ങളല്ല. നമ്മൾ ഉപയോഗിക്കുന്ന ക്യാപിറ്റൽ അനുസരിച്ച് നമ്മൾ എന്ത് റിട്ടേൺ ഉണ്ടാക്കുന്നു, മന്ത്ലി, ക്വാർട്ടർലി, ഹാഫ് ഇയർലി എന്ത് റിട്ടേൺ ഉണ്ടാക്കുന്നു എന്ന് മാത്രമാണ് സ്റ്റോക്ക് മാർക്കറ്റിലെ സക്സസ് കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. അപ്പോ സ്റ്റോക്ക് മാർക്കറ്റിൽ സക്സസ് ആകാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് സ്വയം ചിന്തിച്ചു നോക്കുക. അതിപ്പോ ഇൻട്രാഡേക്കാവട്ടെ, സ്വിംഗ് ട്രേഡിങ്ങിനാവട്ടെ, ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റിനാവട്ടെ, നമുക്ക് ചെയ്യാനുള്ളത്, നമ്മുടെ കൺട്രോളിലുള്ളത് ഒരു സ്റ്റോക്കിനെ അല്ലെങ്കിൽ ഒരു ഇൻഡെക്സിനെ കാണുമ്പോൾ ഇത് ഏത് ഡയറക്ഷനിലേക്കാണോ മൂവ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുകയും ആ ഡയറക്ഷനിലേക്ക് എൻട്രി എടുക്കുകയും എക്സിറ്റ് ചെയ്യുക, ഈ 3 കാര്യങ്ങൾ മാത്രമേ നമ്മുടെ കൺട്രോളിലുള്ളൂ. ബാക്കി മാർക്കറ്റിന്റെ മൂവ്മെന്റ്, സ്റ്റോക്കിന്റെ ആവട്ടെ ഇൻഡെക്സിന്റെ ആവട്ടെ മൂവ്മെന്റുകൾ ഒന്നും നമ്മളുടെ നിയന്ത്രണത്തിലുള്ളതോ നമ്മളുടെ അധികാര പരിധി അല്ലെങ്കിൽ നമ്മുടെ കൺട്രോളിന്റെ പരിധിക്കുള്ളതോ നമുക്ക് ചെയ്യാനുള്ളതോ ഒന്നുമില്ല. നമുക്ക് ചെയ്യാനുള്ളത് ഈ 3 കാര്യങ്ങളാണ്. നമ്മൾ ട്രേഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന സ്റ്റോക്ക് അല്ലെങ്കിൽ ഇൻഡെക്സ് ഏത് ഡയറക്ഷനിലേക്കാണ് ഇപ്പൊ മൂവ് ചെയ്യുന്നത്, ആ ഡയറക്ഷനിലേക്ക് ഞാൻ ട്രേഡ് എടുത്ത് പ്രോഫിറ്റ് എടുക്കാനായിട്ട് എവിടെ എൻട്രി എടുക്കണം, അത് പ്രോഫിറ്റിലോ അല്ലെങ്കിൽ ഞാൻ നിശ്ചയിച്ച ലോസിലോ എവിടെ എങ്ങനെ എക്സിറ്റ് ചെയ്യണം, ഈ 3 കാര്യങ്ങൾ മാത്രമേ നമ്മുടെ കൺട്രോളിലുള്ളൂ. അപ്പോ ഈ 3 കാര്യങ്ങൾ മാത്രം വളരെ ക്ലിയർ ആയിട്ട് പഠിച്ചാൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു പ്രൊഫഷണൽ ആയിട്ട് ഒരു കരിയർ ആയിട്ട് നമുക്ക് കൊണ്ടുനടക്കാൻ കഴിയുക തന്നെ ചെയ്യും. അതോടൊപ്പം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരുപക്ഷെ നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരുപക്ഷെ കുറച്ചു പേരൊക്കെ അനുഭവിച്ചിട്ടുണ്ടാവും. സ്റ്റോക്ക് മാർക്കറ്റിൽ ഇറങ്ങിയ കാലം മുതൽ ഒത്തിരി ലോസ് ആണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ള വാക്കുകൾ. അതായത് സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി പൊതുവെ ഒരു ഇൻഡസ്ട്രിയിൽ, ഈ മാർക്കറ്റിൽ, ഈ ലോകത്തിൽ പറഞ്ഞപ്പെട്ടിരിക്കുന്ന ഒരു പൊതുവെ ഉള്ള ഒരു എന്താ ഒരു അതിന്റെ ഒരു ഇമേജ് എന്ന് പറയുന്നത് ലോസ് ഒരുപാട് വരാൻ സാധ്യതയുള്ള ഒരു മേഖലയാണെന്നാണ് പൊതുവെ ഒരു ഇമേജ് സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റിയുള്ളത്. പക്ഷെ ഒന്ന് ചിന്തിച്ചു നോക്കുക,
ഇത് നമ്മളിൽ അല്ലെങ്കിൽ ഇത് പലരും പല ജനങ്ങളും പറഞ്ഞു പരത്തിയിരിക്കുന്ന ഒരു തെറ്റായ ഇമേജ് അല്ലേ എന്ന് ചിന്തിച്ചു നോക്കുക. കാരണം ലോകത്തിലെ അത്യപൂർവം ബിസിനസ്സുകളിലെ ലോസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ലിമിറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോ ഞാനൊരു തുണിക്കട അല്ലെങ്കിൽ ബേക്കറി, ഒരു കാർ ഷോറൂം അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യാൻ തീരുമാനിച്ചു എന്ന് സങ്കല്പിക്കുക. ഈ ബിസിനസ്സിൽ ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ ഈ ആഴ്ച അല്ലെങ്കിൽ ഈ മാസം അല്ലെങ്കിൽ ഈ വർഷം ഇത്രയേ ലോസ് വരാവൂ എന്ന് എനിക്ക് തീരുമാനിക്കാൻ കഴിയില്ല മറ്റൊരു ബിസിനസ്സിലും. എന്നാൽ സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ കൺട്രോളിലിരിക്കുന്നു. ഇന്നത്തെ ദിവസം എത്ര ലോസ് ആവാം, ഈ മാസം എത്ര ലോസ് ആകാം, ഈ ആഴ്ചയിൽ എത്ര ലോസ് വരെ എനിക്കാകാം, ഈ വർഷം എത്ര ലോസ് വരെ എനിക്കാകാം എന്നുള്ള തീരുമാനം നമ്മളുടെ കയ്യിലിരിക്കുന്നു. അതനുസരിച്ച് സ്റ്റോക്ക് മാർക്കറ്റിലെ പ്രോഫിറ്റ് ആൻഡ് ലോസിനെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് കഴിയുന്നു. അപ്പൊ ചിന്തിച്ചു നോക്കിയേ, വലിയ ലോസുകളുടെ കഥ പറയുന്ന, എനിക്ക് വലിയ ലോസ് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ എനിക്ക് പരിചയമുള്ള ഒരാൾക്ക് ഇത്ര ലോസ് വന്നിട്ടുണ്ട് എന്ന് പറയുന്ന കഥ പറയുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരനുവദിച്ചത് കൊണ്ട് മാത്രമാണ് അവരുടെ അക്കൗണ്ടിൽ വലിയ ലോസ് വന്നിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. മറ്റൊരു ബിസിനസ്സിലും ഈ ലോസ് കൺട്രോൾ ചെയ്യാനുള്ള ആ ഒരു നിയന്ത്രണം നമ്മുടെ കയ്യിൽ ഇല്ല എന്നുള്ളതാണ്. സ്റ്റോക്ക് മാർക്കറ്റ് അപ്പൊ നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ അത് കൃത്യമായിട്ട് വിനിയോഗിക്കാൻ കഴിഞ്ഞാൽ, ലോസ് നിയന്ത്രിക്കാനും മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്യാനും കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്റ്റോക്ക് മാർക്കറ്റിൽ വളരെ ഈസി ആയിട്ട് സക്സസ് ആവാൻ കഴിയും. അതല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിന് ഒരു പ്രൊഫഷൻ അല്ലെങ്കിൽ കരിയർ ആക്കി മാറ്റാൻ കഴിയും. അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കണ്ടു കഴിഞ്ഞു, സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മുടെ കൺട്രോളിലുള്ളത് 3 കാര്യങ്ങളാണ് നമ്മൾ കണ്ടത്. 1, സ്റ്റോക്കിന്റെ അല്ലെങ്കിൽ ഇൻഡെക്സിന്റെ പ്രൈസ് ഏത് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്നു. 2, എവിടെ എൻട്രി എടുക്കുന്നു. 3, എവിടെ എക്സിറ്റ് ചെയ്യുന്നു. ഇതില് ആദ്യത്തെ 2ഉം നമുക്ക് പൊതുവെ ഈസിയാണ്. കാരണം ഒരു സ്റ്റോക്ക് അല്ലെങ്കിൽ ഇൻഡെക്സ് ഏത് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്നു എന്ന് കണ്ടെത്താൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഫേസ് ചെയ്തിട്ടില്ല. അതിൽ തന്നെ ഒരു ട്രേഡ് എടുക്കുമ്പോൾ എവിടെ എൻട്രി എടുക്കണം എന്നുള്ള കാര്യത്തിലും നമുക്ക് വലിയ ആശങ്കയൊന്നും സാധാരണഗതിയിൽ വരാറില്ല. എൻട്രി എടുക്കല് എല്ലാം നമ്മളൊരു സ്വപ്നം അല്ലെങ്കിൽ ഒരു പ്രതീക്ഷയോടുകൂടി, പ്രോഫിറ്റിൽ അവസാനിക്കണം എന്നുള്ള പ്രതീക്ഷയോടുകൂടി അല്ലെങ്കിൽ ലോസ് ഇല്ലാതെ രക്ഷപ്പെടണം എന്നുള്ള പ്രതീക്ഷയോട് കൂടിയാണ് നമ്മൾ എല്ലാ എൻട്രികളിലും എടുക്കുന്നത്. സ്റ്റോക്കിലാവട്ടെ, ഇൻവെസ്റ്റ്മെന്റ് ആവട്ടെ, ഇൻട്രാഡേ ആവട്ടെ, സ്വിംഗ് ട്രേഡിംഗ് ആവട്ടെ, ഏത് എൻട്രി നമ്മൾ എടുക്കുന്നത് ഇത് നമുക്ക് പ്രോഫിറ്റിൽ എത്തണം എന്നുള്ള പ്രതീക്ഷയോടുകൂടി അല്ലെങ്കിൽ ആഗ്രഹത്തോടു കൂടിയാണ്. ഈ 2 കാര്യങ്ങളും മാർക്കറ്റിന്റെ ഡയറക്ഷൻ മനസ്സിലാക്കുന്നതിലും അതുപോലെ എവിടെ എൻട്രി എടുക്കണം എന്നുള്ളതിനും വലിയ കൺഫ്യൂഷൻസോ വലിയ പ്രശ്നങ്ങളോ സാധാരണ ഫേസ് ചെയ്യാറില്ല. എന്നാൽ എവിടെ എക്സിറ്റ് ചെയ്യണം, ഒരു ട്രേഡ് എൻട്രി എടുത്തതിന് ശേഷം എവിടെ എക്സിറ്റ് ചെയ്യണം എന്നുള്ള കാര്യത്തിലാണ് മിക്കവർക്കും കൺഫ്യൂഷൻ ഉള്ളത്. അത് പ്രോഫിറ്റിലാവട്ടെ ലോസിലാവട്ടെ. ഈ ഒരു കാര്യത്തിലാണ് നമ്മൾ തീരുമാനമെടുക്കാനുള്ള ശേഷി ആർജിക്കേണ്ടത്. പ്രത്യേകിച്ച് മാർക്കറ്റിന്റെ മൂവ്മെന്റ് ഏത് ഡയറക്ഷനാണെന്ന് മനസ്സിലാക്കുകയും അത് എവിടെ എൻട്രി എടുക്കണം എന്ന് തീരുമാനിക്കുകയും എവിടെ എക്സിറ്റ് ചെയ്യണം എന്നുള്ള തീരുമാനിക്കുകയും ഈ തീരുമാനം എടുക്കാനുള്ള ശേഷി, അതിനുള്ള കഴിവാണ് നമ്മൾ വർദ്ധിപ്പിക്കേണ്ടത് സ്റ്റോക്ക് മാർക്കറ്റിൽ സക്സസ് ആനാവട്ടെ. ഈ കഴിവ് വർദ്ധിപ്പിക്കാൻ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിനോടുള്ള നമ്മുടെ കാഴ്ചപ്പാടുകളും അതുപോലെ നമ്മളുടെ അറിവുകളും മെത്തേഡുകളും പഠിച്ചെടുത്താൽ മതി. നമ്മളുടെ അറിവില്ലായ്മ അല്ലെങ്കിൽ നമ്മുടെ കോൺഫിഡൻസ് ഇല്ലായ്മയാണ് നമുക്ക് എവിടെ എക്സിറ്റ് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ആശങ്ക ഉണ്ടാക്കുന്നത്. കോൺഫിഡൻസ് ഇല്ലായ്മ. ഇപ്പോ സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ വരുമാനം ഉണ്ടാക്കാനുള്ള രീതിയിലേക്ക് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിപ്പോയി നോക്കിയിട്ട് വരാം. അപ്പോ ഇനിയുള്ള സെഷനായിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ സ്റ്റോക്ക് മാർക്കറ്റിന് വരുമാനം ഉണ്ടാക്കാൻ കഴിയുക തന്നെ ചെയ്യും. അത് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമേ അല്ല. പക്ഷേ അതിനൊരു ചെറിയ കുറച്ച് മാനദണ്ഡങ്ങളുണ്ട്. അതുപോലെ നമ്മൾ ഫോളോ ചെയ്യേണ്ട, നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റിലൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു വരുമാനവും സമ്പത്തും നേടാൻ കഴിയുക തന്നെ ചെയ്യും. അതിന് തയ്യാറാണെങ്കിൽ, അതായത് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നും പ്രോഫിറ്റ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് നമ്മളിൽ നിന്നും ചിലത് ആഗ്രഹിക്കുന്നു. നമ്മളുടെ സ്റ്റോക്ക് മാർക്കറ്റിനോടുള്ള സമീപനം അത് പ്രോഫിറ്റ് മൈൻഡ് സെറ്റോട് കൂടിയുള്ള സമീപനമായിരിക്കണം. അതുപോലെ തന്നെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് സ്റ്റോക്ക് മാർക്കറ്റ് വരില്ല. സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ മാറാൻ തയ്യാറാണ്. ഈ മാറാൻ തയ്യാറാണെങ്കിൽ, സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഇഷ്ടത്തിനനുസരിച്ച് സ്റ്റോക്ക് മാർക്കറ്റിൽ സക്സസ് ആവാനായിട്ട് നമ്മൾ മാറാൻ തയ്യാറാണെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ സക്സസ് നമുക്കുള്ളതാണ്. അങ്ങനെ കുറച്ച് തിരിച്ചറിവുകൾ നമ്മൾ നേടി എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ കടക്കാനായിട്ട് ഞാനിപ്പോ സ്ക്രീൻ ഒന്ന് ഓഫ് ചെയ്യും, നമ്മുടെ വീഡിയോ ഒന്ന് ഓഫ് ചെയ്യാണ്. വീഡിയോ ഓഫ് ചെയ്തിട്ട് സ്ക്രീനിന്റെ സഹായത്തോടു കൂടിയാണ് നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ.
അപ്പോ ഞാനിവിടെ സ്ക്രീൻ ഷെയർ ചെയ്യുന്ന മറ്റൊരു സിസ്റ്റത്തിൽ നിന്നാണ് സ്ക്രീൻ ഷെയർ ചെയ്യുന്നത്. ആ സിസ്റ്റത്തിലെ സ്ക്രീൻ ഒന്ന് നോക്കാം കേട്ടോ. ആ സിസ്റ്റത്തിലെ സ്ക്രീൻ ഒന്ന് പിൻ ചെയ്ത് വെച്ചോളൂ. അതായത് സന്തോഷ് മാധവൻ ഹോസ്റ്റ് എന്നുള്ള പേരിലുള്ള സ്ക്രീൻ ഒന്ന് പിൻ ചെയ്ത് വെച്ചോളൂ. അപ്പൊ അതിലെ സ്ക്രീൻ നിങ്ങൾക്ക് കാണാൻ കഴിയും. നമ്മള് സ്റ്റോക്ക് മാർക്കറ്റിൽ സക്സസ് ആവണമെങ്കിൽ ഈ ഒരു ചോദ്യം സ്വയം ചോദിക്കുക. സ്റ്റോക്ക് മാർക്കറ്റിലെ 90% ആളുകളും വലിയ വിജയം നേടിയിട്ടുള്ളവരാണോ ചിന്തിക്കുക. അതില്ല നമുക്കറിയാം. കാരണം സ്റ്റോക്ക് മാർക്കറ്റിൽ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന ആളുകളിൽ 90% ആളുകളും ഒരുപക്ഷെ വിജയിച്ചവരായിരിക്കില്ല. അവർ പരാജയപ്പെട്ടവർ, അല്ലെങ്കിൽ പിന്മാറാൻ ശ്രമിക്കുന്നവര്, അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു നേട്ടം സ്വന്തമാക്കാത്ത ആളുകളായിരിക്കും 90% ആളുകളും. അപ്പോ ടോം സാർ നേരത്തെ പറഞ്ഞു, ഏതെങ്കിലും ഒരു മേഖലയിൽ സക്സസ് ആകാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിപ്പോ എവിടെയുമാവട്ടെ, എഞ്ചിനീയറിംഗിലാവട്ടെ, ഡോക്ടർ ആവാനാവട്ടെ, എഞ്ചിനീയർ ആവാനാവട്ടെ, അതുപോലെ തന്നെ ആരും, ഒരു മ്യൂസീഷ്യൻ ആവാനാവട്ടെ, ഒരു സിംഗർ ആവാനാവട്ടെ, അതല്ലെങ്കിൽ ഒരു ബോക്സർ ആവാനാവട്ടെ, ഒരു ക്രിക്കറ്റ് പ്ലെയർ ആവാനാവട്ടെ, ലോകത്തിൽ ഏതൊരു മേഖലയിലും സക്സസ് ആവാൻ നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എല്ലാം സക്സസ് ആകാനുള്ള അറിവുകളും അതോടൊപ്പം തന്നെ അതിനുള്ള മൊഡ്യൂളുകളും അതിനുള്ള മെത്തേഡുകളും നമുക്ക് ഇന്റർനെറ്റിൽ അവൈലബിൾ ആണ്. ഇന്നത്തെ കാലത്ത് ലോകത്തിൽ ഏതൊരു മേഖലയിലും സക്സസ് ആകാനുള്ള ഈ അറിവുകളും അതിനുവേണ്ട ടെക്നിക്കുകളും അതിനുവേണ്ട മെത്തേഡുകളൊക്കെ ഇന്റർനെറ്റിൽ, അത് യൂട്യൂബിലാവട്ടെ, ഫേസ്ബുക്കിലാവട്ടെ, ഗൂഗിളിലാവട്ടെ, ഇവിടെയൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും കിട്ടും. പക്ഷേ നമ്മൾ ആരും മറ്റൊരു മേഖലയിൽ സക്സസ് ആവാനായിട്ട് ഗൂഗിളിനെയോ ഇന്റർനെറ്റിനെയോ ആശ്രയിക്കാറില്ല. അത് നമ്മൾ റെഫറൻസിനായിട്ട് ആഗ്രഹിക്കും. ഇപ്പോ എൻട്രൻസ് കോച്ചിങ്ങിന് പോകണമെങ്കിൽ, അതല്ലെങ്കിൽ ഒരു PSC കോച്ചിങ്ങിന് പോകണമെങ്കിൽ, അതും അല്ലെങ്കിൽ ഏതെങ്കിലും നല്ലൊരു ജോലിക്ക് ഇന്റർവ്യൂവിന് പോകണമെങ്കിൽ, ഇപ്പൊ IAS കോച്ചിങ് സെന്ററിലൊക്കെ നമുക്ക് ഇന്റർവ്യൂ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കടമ്പ, നമുക്കറിയാം. അതൊക്കെ പാസ്സായിട്ട് പോകണമെങ്കിൽ ഇതിനൊക്കെ വേണ്ട സൊല്യൂഷൻസ് നമുക്ക് ഇന്റർനെറ്റിലും ഗൂഗിളിലും ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ ഉണ്ട്. പക്ഷെ ഇതിനെല്ലാം മിക്കവരും ആശ്രയിക്കുന്നുണ്ട്. നമ്മൾ അതിനൊരു നല്ലൊരു കോച്ചിങ് സെന്ററോ അതല്ലെങ്കിൽ അതിന് വേണ്ടപ്പെട്ട നല്ലൊരു ടീച്ചറെയോ കണ്ടെത്തിയിട്ടാണ് അവിടേക്ക് നമ്മൾ പോകുന്നത്. പക്ഷേ ഇത് തെറ്റാണ്. ഒരു കോച്ചിങ് സെന്ററിൽ പോകുന്നത് തെറ്റാണ്, അതുപോലെ തന്നെ ഒരു ടീച്ചറെ കണ്ടെത്തി ചെയ്യുന്നത് തെറ്റാണെന്നാണ് സ്റ്റോക്ക് മാർക്കറ്റ് മാത്രം സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നത്. സോഷ്യൽ മീഡിയയിലൂടെ ബാക്കി എവിടെയാണെങ്കിലും, ഈവൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന നമ്മുടെ കൊച്ചുങ്ങൾ, +2 പഠിക്കുന്ന കൊച്ചുങ്ങളെ പോലും ഏതെങ്കിലും വഴിയിലൂടെയുള്ള ട്രെയിനിങ്ങിന് നമ്മൾ പറഞ്ഞയക്കുന്നുണ്ട്. ഏതെങ്കിലും വഴിയിലൂടെ, അതിപ്പോ ട്യൂഷൻ ആവട്ടെ, മറ്റു രീതിയിലാവട്ടെ, ഏതെങ്കിലും രീതിയിലുള്ള ട്യൂഷനും മറ്റേ ട്രെയിനിങ്ങുകൾക്കും നമ്മൾ പറഞ്ഞേക്കാറുണ്ട്. പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന മേഖലയിൽ മാത്രമാണ് പൊതുവെ ഉള്ള ഒരു വികാരം, ഒരിക്കലും കാശ് കൊടുത്തിട്ട് പഠിക്കരുത്, ഫ്രീ ആയിട്ട് പഠിക്കണം, ബാക്കിയെല്ലാം എക്സ്പീരിയൻസിലൂടെ ആർജിച്ചെടുക്കണം. ഫ്രീ ആയിട്ട് പഠിക്കുന്നതും എക്സ്പീരിയൻസിലൂടെ ആർജിച്ചെടുക്കുന്നതും എന്താണ്? അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് 90% ആളുകളും ഫെയിൽ ആയിരിക്കുന്ന ഈ മേഖലയിൽ ഇന്ന് അവൈലബിൾ ആയിരിക്കുന്ന മെത്തേഡുകളും കൺസെപ്റ്റുകളും സ്ട്രാറ്റജികളും എന്ന് പറയുന്നത് ഈ 90% ഫെയിലായ ആളുകൾ സൊസൈറ്റിക്ക് നൽകിയിരിക്കുന്ന സംഭാവനകളാണെന്ന് പറയാം. അതായത് 90% ആളുകളും അവർ ശ്രമിച്ചിട്ടും സക്സസ് ആവാതെ പോയ അവരുടെ മെത്തേഡുകളും കൺസെപ്റ്റുകളും സ്ട്രാറ്റജികളുമായിരിക്കും ഇന്ന് പൊതുവെ മാർക്കറ്റ് അവൈലബിൾ ആയിരിക്കുന്നത്. അല്ലെങ്കിൽ നേരെ തിരിച്ച് ചിന്തിക്കുകയാണെങ്കിൽ 10% മാത്രം സക്സസ് ആയിട്ടുള്ള ആളുകൾ ഫോളോ ചെയ്യുന്ന മെത്തേഡുകളും കൺസെപ്റ്റുകളും സ്ട്രാറ്റജികളുമാണ് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കുന്നെങ്കിൽ ഒരു സംശയം വേണ്ട, അത് ഫോളോ ചെയ്യുന്ന എല്ലാവരും സക്സസ് ആവേണ്ടതാണ്. കാരണം സ്റ്റോക്ക് മാർക്കറ്റിൽ 3 കാര്യങ്ങളെ നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞു. എവിടെ ഏത് ഡയറക്ഷനിലേക്കുള്ള മൂവ്മെന്റ് മനസ്സിലാക്കണം, എവിടെ എൻട്രി എടുക്കണം, എവിടെ എക്സിറ്റ് ചെയ്യണം. ഈ 3 കാര്യങ്ങളെ നമുക്ക് പഠിക്കാനുള്ളൂ, ചെയ്യാനുള്ളൂ, നമ്മുടെ കൺട്രോളിലുള്ളൂ. അപ്പോ ഈ 10% ആളുകൾ സക്സസ് ആയിട്ടുള്ള 10% ആളുകൾ ഫോളോ ചെയ്യുന്ന മെത്തേഡുകളും സ്ട്രാറ്റജികളും കൺസെപ്റ്റുകളാണ് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കുന്നെങ്കിൽ അത് ഫോളോ ചെയ്യുന്ന നമ്മളെല്ലാവരും സക്സസ് ആവേണ്ടതാണ്, ഒരു സംശയമല്ല. അല്ലെങ്കിൽ നമ്മളിൽ പകുതിയിലധികം ആളുകളും സക്സസ് ആവേണ്ടതാണ്. പക്ഷേ എന്താ പറയുന്ന ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ ഇറങ്ങുന്ന 90% ആളുകളും അവരുദ്ദേശിക്കുന്ന രീതിയിൽ, അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു സക്സസ് അല്ലെങ്കിൽ വിജയം അല്ലെങ്കിൽ പ്രോഫിറ്റ് നേടാൻ കഴിയുന്നില്ല. അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റിയുള്ള ഒരു കാഴ്ചപ്പാടാണ് മാറേണ്ടത്. മറ്റേതൊരു മേഖലയിലും വിജയിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ട്രെയിനിങ്, പരിശീലനം നേടുന്നുണ്ട്. ഒരു ഫ്ലൈറ്റ് ഓടിക്കാൻ പഠിക്കുന്നുണ്ടെങ്കിൽ, ഒരു വാഹനം ഓടിക്കാൻ പഠിക്കുന്നുണ്ടെങ്കിൽ, നമ്മളുടെ പാരന്റ്സോ വേണ്ടപ്പെട്ടവരോ അല്ലെങ്കിൽ ഡ്രൈവിംഗ് സ്കൂളിലോ പോയിട്ടാണ് നമ്മൾ ഡ്രൈവിംഗ് പഠിക്കുന്നത്. സ്വയം ഓടിച്ച് പഠിക്കുന്നത് അപൂർവം ആൾക്കാരേ ഉള്ളൂ. ആരുമില്ല എന്ന് പറയുന്നില്ല, അപൂർവം ആൾക്കാർ പഠിക്കുന്നുണ്ട്. മറ്റാരെയും സഹായം ഇല്ലാതെ സ്വന്തമായിട്ട് ഓടിച്ച് പഠിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഒട്ടുമിക്കവരും മറ്റൊരു സപ്പോർട്ടിനെ ആശ്രയിക്കുന്നു.
കാരണം മറ്റൊന്നല്ല, മനുഷ്യൻ അങ്ങനെയാണ്. നമ്മളെല്ലാം മറ്റുള്ളവരിൽ നിന്നും പഠിച്ച കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഒട്ടുമിക്കതുള്ളത്. നമ്മളിപ്പോ നടക്കാൻ പഠിച്ചത്, എഴുതാൻ പഠിച്ചത്, വായിക്കാൻ പഠിച്ചത്, സംസാരിക്കാൻ പഠിക്കുന്നത്, ഇതെല്ലാം നമ്മളുടെ വേണ്ടപ്പെട്ടവരോ ടീച്ചേഴ്സോ പാരന്റ്സോ ഒക്കെ പറഞ്ഞതോ സംസാരിച്ചതോ ചെയ്യുന്നതോ ഒക്കെ കേട്ട് കേട്ട് പഠിച്ചാണ് നമ്മൾ ഇതെല്ലാം പഠിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ്. നമ്മളിപ്പോ സക്സസ് ആവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ മേഖലയിൽ ഇപ്പോ അവൈലബിൾ ആയിരിക്കുന്ന അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് കിട്ടാൻ ചാൻസ് ഉള്ള 90% മെത്തേഡുകളും കൺസെപ്റ്റുകളും സ്ട്രാറ്റജികളുടെയും പുറകെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളും ആ 90% ആളുകളിലേക്ക് എത്തുകയുള്ളൂ. അവിടുന്ന് പുറത്തു കടക്കാൻ സാധിക്കില്ല. അപ്പൊ നമ്മൾ ആദ്യം തിരിച്ചറിയേണ്ടത്, ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കുന്ന മെത്തേഡുകളും കൺസെപ്റ്റുകളും സ്ട്രാറ്റജികളും പഠിച്ചിട്ട് പ്രത്യേകിച്ച് കൊണ്ടൊന്നുമില്ല, നമ്മളും ആ 90%ത്തിലേക്ക് എത്തുകയുള്ളൂ എന്നുള്ളത്. അവിടെയാണ് ഞങ്ങളെ പോലെയുള്ള സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി ഈ പഠിപ്പിക്കുന്ന ഒരു മെത്തേഡ് പഠിപ്പിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആവശ്യകതയുള്ളത്. കാരണം ഒന്ന് ചിന്തിച്ചു നോക്കുക, 123ാമത്തെ ബാച്ച് ആണ് ഈ വരുന്ന 19-ാം തീയതി ഞായറാഴ്ച നടക്കാൻ പോകുന്നത്. 129ാമത്തെ ബാച്ച് ആണ് നടക്കാൻ പോകുന്നത്. ഈ മെത്തേഡ് ഉപയോഗിച്ചിട്ട് ആൾക്കാർക്ക് സക്സസ്ഫുൾ ആകാൻ കഴിയില്ല എങ്കിൽ ഈ 129ാമത്തെ ബാച്ച് ഒന്നും നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെ നടത്തിക്കൊണ്ട് പോകാൻ, മീൻസ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നടത്തിക്കൊണ്ട് പോകാൻ കഴിയില്ല. അതുകൂടാതെ മറ്റൊന്നുണ്ട്, നിങ്ങളോട് വാഗ്ദാനം നൽകിയിട്ടുണ്ടായിരുന്നു 3 മാസത്തെ കോഴ്സാണെന്ന്. അപ്പൊ ഇതിനു മുമ്പത്തെ 120ാമത്തെ, 121ാമത്തെ, 115ാമത്തെ ഒക്കെ ബാച്ചിലുള്ള ആൾക്കാരൊക്കെ ഈ ക്ലാസ്സുകളിൽ, ഈവനിങ് ക്ലാസ്സുകളിലും ലൈവ് സെഷൻസിലൊക്കെ ഉണ്ടാവും. അവർ യൂസ്ഫുൾ അല്ലെങ്കിൽ ഇത്രയും കാലം ഇത്രയും ബാച്ചുകളിലൂടെ ഈ ക്ലാസ്സുകൾ ലൈവായിട്ട് നടത്തിക്കൊണ്ടു പോകാൻ പറ്റുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? കാരണം ഒന്ന് ചിന്തിച്ചു നോക്കുക, സ്റ്റോക്ക് മാർക്കറ്റ് എന്ന മേഖലയിൽ എല്ലാ ദിവസവും ക്ലാസ് നടക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. അതായത് നിലവിലുള്ള സ്റ്റുഡൻസിനെ വെച്ചുകൊണ്ട് പുതിയ ബാച്ച് തുടങ്ങാൻ, ഓരോ ദിവസം തുടങ്ങാൻ നമുക്ക് എല്ലാവർക്കും പറ്റും. പക്ഷേ 3 മാസം മുമ്പുള്ള, ഇപ്പൊ ഇത് നമുക്കറിയാം, ഇത് മെയ് മാസം 19ാം തീയതിയാണ് 129ാമത്തെ മുമ്പ്. അപ്പൊ ഇതിന് മുമ്പത്തെ, അതായത് ഏപ്രിൽ, മാർച്ച്, ഫെബ്രുവരി പകുതി മുതലുള്ള ബാച്ചിലുള്ള ആൾക്കാരൊക്കെ നാളെ അടുത്ത ദിവസം മുതൽ നമ്മുടെ ഈവനിങ് ക്ലാസ്സുകളിലും ലൈവ് സെഷൻസിലും ഉണ്ടാവും. ഫെബ്രുവരി മുതലുള്ള. അപ്പോൾ ഈ ഫെബ്രുവരി മുതലുള്ള നമ്മുടെ ക്ലാസ്സുകളും ലൈവ് സെഷൻസും പങ്കെടുത്ത് അവർക്ക് അത് യൂസ്ഫുൾ ആയിട്ട് തോന്നിയില്ലെങ്കിൽ നമുക്കിത് കണ്ടിന്യൂസ് ആയിട്ട് നടത്തിക്കൊണ്ടു പോകാൻ പറ്റില്ല എന്നുള്ളത് ചിന്തിക്കുക. അപ്പോ ഇത്തരം സ്റ്റോക്ക് മാർക്കറ്റിലെ 10% ആളുകൾ മാത്രം സക്സസ് ആവുന്ന മെത്തേഡുകളും കൺസെപ്റ്റുകളും സ്ട്രാറ്റജികളും പഠിക്കുമ്പോൾ, അത് പഠിക്കാനായിട്ട് നമ്മൾ മനസ്സുറപ്പിച്ച് ഇറങ്ങിത്തിറക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒന്നാണ് സക്സസ് എന്നുള്ളത്. അപ്പൊ ആദ്യം തിരിച്ചറിയാം, ഇപ്പോ നമ്മൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കുന്ന സ്ട്രാറ്റജികളോ മെത്തേഡുകളോ കൺസെപ്റ്റുകളോ എല്ലാം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മാത്രം 90%ത്തിലേക്ക് പോകും. എത്രയൊക്കെ പണം നിങ്ങൾ ട്രേഡിംഗ് പ്രാക്ടീസ് ചെയ്യാനായിട്ട്, പൊതുവെ സ്റ്റോക്ക് മാർക്കറ്റിൽ പറയുന്നത്, സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി ട്രേഡിംഗ് പഠിക്കുക, എന്നിട്ട് സ്വന്തമായിട്ട് ചെയ്ത് തുടങ്ങുക. ഈ ചെയ്ത് തുടങ്ങാൻ നിങ്ങൾ ഉപയോഗിക്കുന്ന ക്യാപിറ്റല് നിങ്ങൾ സ്വയം പഠിക്കാൻ എത്ര ശ്രമിച്ചാലും അത് ഈ 90%ത്തിന്റെ ആ ലെവലിലേക്ക് മാറുകയുള്ളൂ. അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ 90%ത്തിൽ നിന്നും തിരിഞ്ഞ് നടക്കാൻ, അതല്ലെങ്കിൽ അവർക്ക് എഗെയിൻസ്റ്റ് നടക്കാൻ പഠിച്ചെങ്കിൽ മാത്രമേ സ്റ്റോക്ക് മാർക്കറ്റിലൂടെ നമുക്ക് സക്സസ് ആവാൻ കഴിയുകയുള്ളൂ. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്ഥാനമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്റ്റോക്ക് മാർക്കറ്റ് ഉൾപ്പെടെ ലോകത്തിലെ ഏത് മേഖലയിലാണെങ്കിലും ശരി, സ്റ്റോക്ക് മാർക്കറ്റ് ഉൾപ്പെടെ ലോകത്തിലെ ഏത് മേഖലയിലാണെങ്കിലും ശരി, സക്സസ് ആവണമെങ്കിൽ, സക്സസ് അഥവാ വിജയം നേടണമെങ്കിൽ ചെറിയ 2-3 കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. അതായത് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഏതൊരു മേഖലയും, സ്റ്റോക്ക് മാർക്കറ്റ് ഉൾപ്പെടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതൊരു മേഖല എടുത്തോ ആ മേഖലയിൽ സക്സസ് ആവണമെങ്കിൽ അവർ സ്കിൽഡ് ആവണം. വൈദഗ്ധ്യം നേടണം എന്നൊക്കെ പറയും. എവിടെയും ഒരു ഡ്രൈവിംഗിൽ വൈദഗ്ധ്യം നേടിയ ഡ്രൈവറും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഡ്രൈവറും തമ്മിൽ റിസൾട്ടിൽ വ്യത്യാസം ഉണ്ടാവും. വണ്ടി ഓടിക്കുന്ന റിസൾട്ടിൽ വ്യത്യാസം ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു ഡോക്ടർ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റുഡന്റും അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള വൈദഗ്ധ്യം നേടിയിട്ടുള്ള ഒരു സ്റ്റുഡന്റും തമ്മിൽ, ഒരു ഡോക്ടറും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. ഒരു രോഗിനെ കാണുന്നതിനും ചികിത്സിക്കുന്നതിനും. എഞ്ചിനീയറിംഗ്, എന്ത് മേഖല എടുത്താണെങ്കിലും വൈദഗ്ധ്യം നേടിയ ഒരാളുടെ റിസൾട്ട് എന്ന് പറയുന്നത് അത് വലിയ വിജയം തന്നെയായിരിക്കും. അപ്പൊ സ്റ്റോക്ക് മാർക്കറ്റിലും വൈദഗ്ധ്യം നേടുന്നത് വരെ ചെറിയ ക്യാപിറ്റൽ ഉപയോഗിച്ചിട്ട് ക്ഷമയോടെ പഠിച്ച് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. വൈദഗ്ധ്യം നേടുന്നത് വരെ ചെറിയ ക്യാപിറ്റൽ ഉപയോഗിക്കുക. കാരണം ഇവിടെ ചെറിയ ക്യാപിറ്റൽ ഉപയോഗിക്കുക എന്ന് പറയാൻ കാരണം, അതല്ല എങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം തുടക്കത്തിൽ നമ്മൾ ഇന്നിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇറങ്ങുകയും അതോടൊപ്പം സ്റ്റോക്ക് മാർക്കറ്റിൽ എത്രയും പെട്ടെന്ന് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളാൽ കഴിയുന്ന ക്യാപിറ്റലും ഇനി നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന ക്യാപിറ്റലും എല്ലാം ചേർത്ത് നമ്മൾ ഉപയോഗിക്കും. പക്ഷേ മാർക്കറ്റിന്റെ ഡയറക്ഷനോ അതുപോലെ കൃത്യമായിട്ട് എൻട്രി എക്സിറ്റ് എടുക്കാനോ അല്ലെങ്കിൽ ഡിസിഷൻസ് എടുക്കാനുള്ള ഒരു കപ്പാസിറ്റി അല്ലെങ്കിൽ ഒരു ആർജവം, ഒരു സ്കിൽ ആകുന്നതിന് മുമ്പേ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിന്റെ മാക്സിമം ക്യാപിറ്റൽ ഉപയോഗിക്കും. അത് മുഴുവൻ നഷ്ടപ്പെടുകയും ഈ മേഖലയിൽ നിന്ന് തന്നെ നമ്മൾ പിൻവാങ്ങുകയും ചെയ്യും. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, സ്കിൽ ആകുന്നതിന് മുമ്പേ
വലിയ വരുമാനം പ്രതീക്ഷിച്ചിട്ട് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് ഒഴികെ ബാക്കി ഒരു മേഖലയിലേക്ക് ഇറങ്ങിച്ചെല്ലില്ല. സ്കിൽഡ് ആകുന്നതിന് മുമ്പേ വലിയ വരുമാനം ലക്ഷ്യമിട്ടിട്ട് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒഴികെ മറ്റൊരു മേഖലയിലേക്കും ഇറങ്ങിച്ചെല്ലില്ല. അതിപ്പോ എന്തുമാവട്ടെ, ഡോക്ടർ ആവട്ടെ, എഞ്ചിനീയർ ആവട്ടെ, ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവട്ടെ, അതുപോലെ ഒരു ക്രിക്കറ്റർ ആവാൻ ആഗ്രഹിക്കുന്ന ഒരാളാവട്ടെ, ഒരു ഫുട്ബോളർ ആവാൻ ആഗ്രഹിക്കുന്ന ഒരാവട്ടെ, ഒരു സിംഗർ ആവാൻ, പാട്ടുകാരനോ പാട്ടുകാരി ആവാൻ ആഗ്രഹിക്കുന്നവരാവട്ടെ, സ്കിൽഡ് ആകുന്നതിന് മുമ്പേ അവിടെ വലിയ വരുമാനം പ്രതീക്ഷിച്ചിട്ട് നമ്മൾ ആ ഒരു മേഖലയിലേക്ക് ഒന്നും ഇറങ്ങിച്ചില്ല. പക്ഷെ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലും. നമ്മളെ സംബന്ധിച്ചിടത്തോളം എത്രയും പെട്ടെന്ന് കുറച്ച് പൈസ ഉണ്ടാക്കണം എന്നുള്ള രീതിയിലേക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇറങ്ങണം. എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിലുള്ള വരുമാനം സ്റ്റോക്ക് മാർക്കറ്റ് നൽകും. പക്ഷേ അത് സ്വീകരിക്കാനുള്ള ശേഷി, സ്കിൽ നമ്മൾ ആർജിച്ചെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. സ്കിൽ ആർജിക്കുക എന്ന് പറഞ്ഞാൽ ഒത്തിരി മേഖലയിലൊന്നും സ്കിൽ ആവണ്ട. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ഞാൻ ട്രേഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്റ്റോക്ക് അല്ലെങ്കിൽ ഇൻഡെക്സ് ഏത് ഡയറക്ഷനിലേക്ക് പോകുന്നു, അത് ഞാൻ എവിടെ എൻട്രി എടുക്കണം, ആ എൻട്രി എടുത്തതിന് ശേഷം P&L, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ആ ട്രേഡിൽ വരുന്ന പ്രോഫിറ്റോ ലോസോ നോക്കാതെ സിസ്റ്റമാറ്റിക് ആയിട്ട് എക്സിറ്റ് ചെയ്യാനുള്ള ശേഷിയാണ് സ്കിൽ എന്ന് പറയുന്നത്. ഒരു ട്രേഡ് എടുത്തതിന് ശേഷം പ്രോഫിറ്റ് ആൻഡ് ലോസ് നോക്കാതെ നമ്മൾ ആ ഒരു സ്റ്റോക്കിന്റെ മൂവ്മെന്റ് മാത്രം നോക്കിക്കൊണ്ട് ഇവിടെ ഇത് എക്സിറ്റ് ചെയ്യാനുള്ള സാഹചര്യമായി എന്ന് കണ്ട് അവിടെ എക്സിറ്റ് ചെയ്യാനുള്ള, അതും ഒരു ടെൻഷൻസും ഒരു കൺഫ്യൂഷൻസും ഇല്ലാതെ അവിടെ എക്സിറ്റ് ചെയ്യാനുള്ള ശേഷിയാണ് സ്കിൽ എന്ന് പറയുന്നത്. P&L, പ്രോഫിറ്റ് ആൻഡ് ലോസ് നോക്കാതെ ആ ശേഷി ആർജിക്കുന്നത് വരെ ചെറിയ ക്യാപിറ്റൽ ഉപയോഗിച്ചിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡിംഗും ഇൻവെസ്റ്റ്മെന്റും നടത്തിയാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭാവി നിങ്ങൾക്കുള്ളതാണ്. ഒരു സംശയക്കാര്യത്തിൽ വേണ്ട. അങ്ങനെ സ്കിൽഡ് ആകുന്നത് വരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ചെറിയ ക്യാപിറ്റൽ ഉപയോഗിച്ചിട്ട് മാർക്കറ്റിനെ സമീപിക്കുക. അതുപോലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഒരു സ്റ്റോക്കിനെ സമീപിക്കുമ്പോൾ, ഇൻട്രാഡേക്കാവട്ടെ, ഇൻവെസ്റ്റ്മെന്റിനാവട്ടെ, സ്വിംഗ് ട്രേഡിങ്ങിനാവട്ടെ, ഒരു സ്റ്റോക്കിനെ സമീപിക്കുമ്പോൾ എവിടെ എൻട്രി എടുക്കണം, എവിടെ എക്സിറ്റ് ചെയ്യണം, അതുപോലെ ഈ സ്റ്റോക്ക് അല്ലെങ്കിൽ ഈ ഇൻഡെക്സ് ഞാനിപ്പോ സമീപിക്കുന്ന ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റിനെ അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡിങ്ങിനെ, അതല്ലെങ്കിൽ ഷോർട്ട് ടൈം ട്രേഡിങ്ങിനെ, അല്ലെങ്കിൽ ഇൻട്രാഡേ ചെയ്യാൻ അനുകൂലമായിട്ടുള്ളതാണോ എന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഇപ്പോ ഞാൻ ട്രേഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻഡെക്സ് ആവട്ടെ, നിഫ്റ്റി ആവട്ടെ, ബാങ്ക് നിഫ്റ്റി ആവട്ടെ, ഏത് ഇൻഡെക്സ് ആവട്ടെ, അല്ലെങ്കിൽ സ്റ്റോക്ക് ആവട്ടെ, റിലയൻസ് ആവട്ടെ, ടാറ്റ മോട്ടോഴ്സ് ആവട്ടെ, ടാറ്റ പവർ ആവട്ടെ, അതുപോലെ HDFC ബാങ്ക് ആവട്ടെ, ITC ആവട്ടെ, ഏത് സ്റ്റോക്ക് ആവട്ടെ, അത് ഇപ്പോ ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഇൻട്രാഡേ ചെയ്യാനാണെങ്കിൽ ഇൻട്രാഡേ ചെയ്യാൻ അനുകൂലമായിട്ടുള്ള ഒരു കണ്ടീഷൻ ആണോ വെക്കുന്നത്, അതോ സ്വിംഗ് ട്രേഡിംഗ് അഥവാ ഷോർട്ട് ടൈം ട്രേഡിംഗ് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതിന് പറ്റിയ ഒരു സാഹചര്യത്തിലാണോ ആ സ്റ്റോക്ക് ഉള്ളത്. അതുപോലെ തന്നെ ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന് പറ്റിയ സാഹചര്യത്തിലാണ് ആ സ്റ്റോക്ക് ഉള്ളത്. ഇത് തിരിച്ചറിഞ്ഞിട്ട് ആ സ്റ്റോക്കിൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലേക്ക് ട്രേഡിങ്ങിനായിട്ട് ഇറങ്ങി പുറപ്പെടാവൂ. അത് ഒരു സ്കില്ല് തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ സ്കില്ലിന്റെ ഭാഗമാണ് ഏത് ഡയറക്ഷനിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യുന്നു എന്ന് തിരിച്ചറിയാനുള്ള സ്കില്ല്. അതിനുശേഷം മാത്രമാണ് നമുക്ക് എവിടെ എൻട്രി എടുക്കണം, എവിടെ എക്സിറ്റ് ചെയ്യണം എന്നുള്ള സ്കില്ല് ആർജിക്കേണ്ടത്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്, അത് നമുക്ക് ഇപ്പോൾ അതിന് സമയം കുറവാണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ക്യാപിറ്റൽ ആൻഡ് റിസ്ക് മാനേജ്മെന്റ് എന്നുള്ള ഈ ടോപ്പിക്ക് പഠിക്കുക എന്നുള്ളത്. ക്യാപിറ്റൽ ആൻഡ് റിസ്ക് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ക്യാപിറ്റൽ എന്നാൽ സ്റ്റോക്ക് മാർക്കറ്റിലേക്കായിട്ട് നമ്മൾ മുടക്കുന്ന മൂലധനം അഥവാ ക്യാപിറ്റൽ അഥവാ മുടക്കുമുതൽ എന്നാണ് അർത്ഥം. ഈ ക്യാപിറ്റൽ എന്നാണ് നമ്മളുടെ ഭാവി നിശ്ചയിക്കുന്നത്. അതായത് സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ എത്ര കാലം നിലനിൽക്കണം എന്ന് തീരുമാനിക്കുന്നത് നമ്മളുടെ കയ്യിലിരിക്കുന്ന ക്യാപിറ്റലിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, എങ്ങനെ ഡിവൈഡ് ചെയ്യുന്നു, എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നനുസരിച്ചിരിക്കും എത്ര കാലം നമ്മൾ മാർക്കറ്റിൽ നിലനിൽക്കണം എന്ന് തീരുമാനിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ ഓരോ ട്രേഡിനും, അതിപ്പോ ഇൻട്രാഡേക്കാവട്ടെ, സ്വിംഗ് ട്രേഡിങ്ങിനാവട്ടെ, ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റിനാവട്ടെ, ഓരോ ട്രേഡിനും എത്ര വരെ റിസ്ക് ആകാമെന്നും അത് സയന്റിഫിക് ആയിട്ട് ഡിസൈൻ ചെയ്യുന്നതനുസരിച്ചിരിക്കും നമ്മളുടെ ഈ സ്റ്റോക്കില് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിലെ നിലനിൽപ്പ് എത്ര കാലം ഉണ്ടെന്ന് തീരുമാനിക്കുന്നു. എക്സാമ്പിൾ, ഇപ്പൊ ഇൻട്രാഡേ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു 20 ട്രേഡുകൾ അടുപ്പിച്ച് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയാൽ, 20 ട്രേഡുകൾ ഒരു ദിവസം കൊണ്ടാണെന്നല്ല ഉദ്ദേശിക്കുന്നത്, ചിലപ്പോൾ ഒരാഴ്ച കൊണ്ടോ, ഒരു മാസം കൊണ്ടോ, ഒരു ദിവസം കൊണ്ടോ, എങ്ങനെയാവട്ടെ, 20 ട്രേഡുകൾ അടുപ്പിച്ച് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയാൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ നിങ്ങളുടെ ഇൻട്രാഡേ ക്യാപിറ്റലിന് എന്ത് സംഭവിക്കുമെന്ന് ചിന്തിച്ചു നോക്കാം. 20 ട്രേഡുകൾ അടുപ്പിച്ച് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയാൽ നിങ്ങളുടെ ഇൻട്രാഡേ ക്യാപിറ്റലിന് എന്ത് സംഭവിക്കുമെന്ന് ചിന്തിച്ചു നോക്കുക. നമ്മൾ ഫോളോ ചെയ്ത ഒരു ക്യാപിറ്റൽ ആൻഡ് റിസ്ക് മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് 20 ട്രേഡുകൾ അടുപ്പിച്ച് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയാൽ നമ്മുടെ ക്യാപിറ്റലിന്റെ പകുതി പോലും നഷ്ടപ്പെടില്ല എന്നുള്ളതാണ്. അത് മാത്രമല്ല, നമ്മൾ ഫോളോ ചെയ്യുന്ന ക്യാപിറ്റൽ ആൻഡ് റിസ്ക് മാനേജ്മെന്റിന്റെ മറ്റൊരു പവർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്യാപിറ്റൽ ഒരിക്കലും വൈപ്പ് ഔട്ട് ആയി പോവില്ല എന്നുള്ളത്, ഒരിക്കലും സീറോ ആയി പോവില്ല. കാരണം നമുക്ക് ചിന്തിച്ചു നോക്കി, 20 ട്രേഡുകൾ അടുപ്പിച്ച് സ്റ്റോപ്പ് ലോസ് ഹിറ്റായാലും നമ്മുടെ ക്യാപിറ്റലിന്റെ പകുതി പോലും പോവില്ല എന്ന് പറയുമ്പോൾ 20 ട്രേഡ് അടുപ്പിച്ച് സ്റ്റോപ്പ് ലോസ് ഹിറ്റാക്കാൻ ഒരാളെ കൊണ്ട് കഴിയില്ല എന്ന് നമുക്കറിയാം.
20 ട്രേഡ് അടുപ്പിച്ച് സ്റ്റോപ്പ് ലോസ് ഇട്ടാക്കാൻ ഒരാളെ കൊണ്ടും കഴിയില്ല നമുക്കറിയാം. അപ്പോ അങ്ങനെയാണെങ്കിൽ ഒരു 5 ട്രേഡ് ലോസിൽ പോകുമ്പോൾ 1-2 ട്രേഡ് പ്രോഫിറ്റ് വന്നാൽ മതി, നമ്മുടെ അക്കൗണ്ട് പ്രോഫിറ്റിലേക്ക് നിലനിർത്താൻ പറ്റും. അത്തരം ഒരു ക്യാപിറ്റൽ ആൻഡ് റിസ്ക് മാനേജ്മെന്റിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടത്. കാരണം ഇത് വലിയൊരു സബ്ജക്റ്റ് ആണ്. ക്യാപിറ്റൽ ആൻഡ് റിസ്ക് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ വലിയൊരു സബ്ജക്റ്റ് ആണ്. അത് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചേ പറ്റുള്ളൂ. അത് അവിടെയും ഇവിടെയും പറഞ്ഞു പോയിട്ട് കാര്യമില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാപിറ്റൽ എന്നുള്ളത് ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വ്യത്യാസപ്പെട്ടിരിക്കും. എല്ലാവരും ഒരുപോലുള്ള ക്യാപിറ്റലോ മുടക്കുമുതലോ അല്ല ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാവർക്കും റിസ്ക് എടുക്കുന്നതും ഒരുപോലെ റിസ്ക് എടുക്കാൻ കഴിയില്ല. ഓരോ വ്യക്തിക്കും അവനവന്റെ കപ്പാസിറ്റി അനുസരിച്ച് റിസ്ക് എടുക്കുന്നതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും. ഇതിനേക്കാൾ ഉപരി ക്യാപിറ്റൽ ആൻഡ് റിസ്ക് മാനേജ്മെന്റ് ഫോളോ ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രോപ്പർ ആയിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ട് എല്ലാ മാസവും, എല്ലാ വർഷവും, എല്ലാ ക്വാർട്ടർലിയും കൺസിസ്റ്റന്റ് പ്രോഫിറ്റിലായിരിക്കും എന്നുള്ളതാണ്. കാരണം ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ രണ്ട് കാഴ്ചപ്പാടോട് കൂടിയാണ്, 2 ലക്ഷ്യത്തോടു കൂടിയാണ് എല്ലാവരും ഇറങ്ങുന്നത്. ഒന്നാമത് ഒരു പ്രൊഫഷണൽ ആയിട്ട് മാർക്കറ്റിനെ സമീപിക്കുന്നു, ഫുൾ ടൈം ട്രേഡർ എന്നുള്ള രീതിയിൽ. രണ്ടാമത് എക്സ്ട്രാ ഇൻകം, അധിക വരുമാനത്തിന് വേണ്ടി മാർക്കറ്റിൽ ഇറങ്ങുന്ന 2 കൂട്ടർ. ഇവർക്ക് 2 കൂട്ടർക്കും ക്യാപിറ്റൽ ആൻഡ് റിസ്ക് മാനേജ്മെന്റ് എന്നുള്ള ഡിഫറൻസ് ആണ്, വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. ഈ പ്രൊഫഷണൽ ആയിട്ട് മാർക്കറ്റിനെ സമീപിക്കുന്നവർക്കുള്ള ക്യാപിറ്റൽ ആൻഡ് റിസ്ക് മാനേജ്മെന്റ് ഒരിക്കലും എക്സ്ട്രാ ഇൻകത്തിന് വേണ്ടി മാർക്കറ്റിനെ സമീപിക്കുന്നവർക്കൊന്നും ഉണ്ടാവില്ല. അപ്പോ ഈ ക്യാപിറ്റൽ ആൻഡ് റിസ്ക് മാനേജ്മെന്റ് കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ മാർക്കറ്റിനെ സംബന്ധിച്ചുള്ള നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് അല്ലെങ്കിൽ വരുമാനം നേടിയെടുക്കാൻ കഴിയുക തന്നെ ചെയ്യും. ജസ്റ്റ് ഈ സ്ക്രീനിൽ ഞാനിപ്പോ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ പോകുന്നത് ചാർട്ട് എടുക്കാം. ജസ്റ്റ് കാണിക്കാൻ പോകുന്നത് ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം, നിഫ്റ്റി എന്ന് പറയുന്ന ഇൻഡെക്സിന്റെ ഒരു ചാർട്ടാണ് ഇവിടെ കാണുന്നത്. അതുപോലെ സ്റ്റോക്കുകളിലേക്ക് കാണിക്കാം. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന, ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്റ്റോക്കുകളൊക്കെ കാണിക്കാം. നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത്, ഈ ഒരു നിഫ്റ്റി എന്ന് പറയുന്ന ഇൻഡെക്സിൽ നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ, ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കണം ഈ മാർക്കറ്റിനെ സമീപിക്കേണ്ടതെന്നാണ് ജസ്റ്റ് നോക്കാൻ പോകുന്നത്. നമുക്കറിയാം ഈ മാർക്കറ്റിന് ഒരു സ്വഭാവമുണ്ട്. നിഫ്റ്റി എന്ന് പറയുന്ന ഇൻഡെക്സിന് ഒരു സ്വഭാവമുണ്ട്. ഈ സ്വഭാവം കുറച്ചു കാലം മുമ്പേ, ഞാൻ കുറച്ചു കാലത്തെ എക്സാമ്പിൾ മാത്രം എടുക്കുന്നു, ഈ കാലം വരെ ഒരു പോസിറ്റീവ് ട്രെൻഡിലായിരുന്നു. ഞങ്ങളുടെ ഭാഷയിൽ ടൈപ്പ് 1 മാർക്കറ്റ് മൂവ്മെന്റ് പാറ്റേൺ എന്ന് പറയുന്നത്. ഈ സമയത്ത് മാർക്കറ്റ് അടുത്തൊരു ടൈപ്പിലായിരുന്നു, അടുത്തൊരു ക്യാരക്ടർ ആയിരുന്നു ഇത്. ഇതിനെ ഞങ്ങളുടെ ഭാഷയിൽ ടൈപ്പ് 4 മാർക്കറ്റ് എന്ന് പറയും. അതിനുശേഷം വീണ്ടും ഈ ഒരു കാലഘട്ടം ഇത് വീണ്ടും ടൈപ്പ് 1 മാർക്കറ്റ് ആയിരുന്നു. നമുക്കറിയാം ഈ 3 മാർക്കറ്റ്, അതായത് ടൈപ്പ് 1, ടൈപ്പ് 1, ടൈപ്പ് 4, ഈ 2 മാർക്കറ്റ് കണ്ടീഷനിലും നമ്മൾ ഒരേ രീതിയിലുള്ള ട്രേഡ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സക്സസ് ആവാൻ സാധിക്കില്ല. കാരണം ഇവിടെ മാർക്കറ്റിന്റെ മുകളിലേക്കുള്ള മൂവ്മെന്റ് വളരെ ഫാസ്റ്റ് ആയിട്ട് നടക്കുന്നു. ശ്രദ്ധിച്ചു നോക്കണം, വളരെ ഫാസ്റ്റ് ആയിട്ടാണ് മൂവ്മെന്റ് നടക്കുന്നത്. അതിന്റെ പ്രോഫിറ്റ് ബുക്കിംഗ് അഥവാ കറക്ഷന് വേണ്ടിയിട്ടുള്ള സമയവും ദൂരവും വളരെ ചെറുതാണ്. വളരെ പെട്ടെന്ന് കറക്ഷൻ കഴിഞ്ഞ് മാർക്കറ്റിന് തിരിച്ചു കയറാൻ സാധിക്കുന്ന ഒരു ടൈപ്പ് 1 മൂവ്മെന്റ് പാറ്റേൺ ആണ്. പക്ഷേ ഇവിടെ എത്തുമ്പോൾ ചുരുങ്ങിയ സമയത്തേക്കാണ് മാർക്കറ്റ് വന്നത്. ഈ ടൈം ഫ്രെയിം നോക്കുമ്പോൾ, ഈ ചുരുങ്ങിയ കാലഘട്ടം നോക്കുമ്പോൾ ഇത് നെഗറ്റീവ് മാർക്കറ്റ് ആണെങ്കിൽ പോലും പക്ഷെ തിരിച്ചു കയറുന്നതിന്റെ സമയവും ദൂരവും വളരെ കൂടുതലാണ്. അപ്പോൾ ഈ മാർക്കറ്റിൽ നമ്മൾ ട്രേഡ് ചെയ്ത മൈൻഡ് സെറ്റുകളോ ട്രേഡിംഗ് മെത്തേഡോ സ്ട്രാറ്റജികളോ ഇവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ലോസ് ആയിരിക്കും ഫലം. അതുപോലെ തന്നെ ഈ ടൈപ്പ് 4 മാർക്കറ്റിൽ നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്ന ട്രേഡിംഗ് മെത്തേഡോ സ്ട്രാറ്റജികളോ കൺസെപ്റ്റുകളോ ഈ ടൈപ്പ് 1, നമുക്കറിയാം ടൈപ്പ് 1 പ്രത്യേകത വളരെ ചുരുങ്ങിയ സമയം, ചുരുങ്ങിയ ദൂരം മാത്രമേ മാർക്കറ്റ് താഴേക്ക് ഇറങ്ങൂ, വളരെ ഫാസ്റ്റ് ആയിട്ട് കയറിപ്പോകും. അപ്പോൾ ഈ മാർക്കറ്റിൽ നമ്മൾ ട്രേഡ് ചെയ്ത ട്രേഡിംഗ് മെത്തേഡ്, ക്യാപിറ്റൽ മാനേജ്മെന്റ്, റിസ്ക് മാനേജ്മെന്റ്, അതുപോലെ തന്നെ നമ്മുടെ ട്രേഡിംഗ് സ്ട്രാറ്റജി ഒക്കെ ഇവിടെ അപ്ലൈ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെയിൻ അഥവാ ലോസ് ആയിരിക്കും ഫലം. ഇതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ മൂവ്മെന്റ് പാറ്റേണും വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള ട്രേഡിംഗ് മെത്തേഡുകളും ക്യാപിറ്റൽ മാനേജ്മെന്റും റിസ്ക് മാനേജ്മെന്റും ഫോളോ ചെയ്തെങ്കിൽ മാത്രമേ അതത് മാർക്കറ്റിൽ നമ്മൾ സക്സസ് ആവുകയുള്ളൂ. അതല്ലെങ്കിൽ ഈ ഒരു വലിയൊരു ബുള്ളിഷ് മൂവ്മെന്റിൽ ഞാൻ സക്സസ് ആയി എന്നോർത്തിട്ട് അതേ മൈൻഡ് സെറ്റ്, അതേ കാഴ്ചപ്പാട്, അതേ അറിവ്, അതേ എക്സ്പീരിയൻസ് ഇവിടെ അപ്ലൈ ചെയ്താൽ ഉറപ്പായിട്ട് ലോസ് ആയിരിക്കും ഫലം. അതായത് മാർക്കറ്റിന്റെ സ്വഭാവം മാറുന്നത് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനൊപ്പം നിൽക്കാൻ പഠിച്ചെങ്കിൽ മാത്രമേ, ഇത് ഓരോ വ്യക്തികളെ പോലെയാണ് മാർക്കറ്റ്. ഇപ്പൊ നമ്മുടെ കുടുംബത്തിലെ, നമ്മുടെ വീട്ടിലെ ഓരോ വ്യക്തികളെ എടുക്കുക, ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ സമയത്തും ഓരോ ക്യാരക്ടർ അല്ലെങ്കിൽ ഓരോ പെരുമാറ്റ രീതിയായിരിക്കും. അതനുസരിച്ച് ഇടപെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അവരുമായിട്ട് ഹാൻഡിൽ ചെയ്തിട്ട് അല്ലെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് അവിടെ മിങ്കിൾ ചെയ്ത് പോകാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് മാർക്കറ്റിൽ. മാർക്കറ്റിന്റെ സ്വഭാവം മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം നമ്മൾ മുന്നോട്ട് പോകുന്നത്. കാരണം ഈ സമയത്ത് നടന്നിരിക്കുന്ന മാർക്കറ്റിന്റെ ഒരു മൂവ്മെന്റ് അല്ല ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. മുകളിലേക്ക് പോകുന്നു, ഒരു ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യുന്നു, കറക്റ്റിനായിട്ട് വലിയ ദൂരമൊന്നും താഴത്തേക്ക് വരുന്നില്ല.
തിരിച്ച് മുകളിലേക്കുള്ള മൂവ്മെന്റ് വളരെ സ്ലോലിയാണ്. കാരണം കയറ്റിറക്കങ്ങളിലൂടെ മാത്രമേ മാർക്കറ്റ് തിരിച്ചും അടുത്തൊരു ഓൾ ടൈം ഹൈയിലേക്ക് പോകുന്നുള്ളൂ. ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും നമുക്കൊരു കുതിപ്പ് പ്രതീക്ഷിച്ചുകൊണ്ട് മാർക്കറ്റിനെ റിവേഴ്സ് ആക്കി താഴേക്ക് വരുന്നു. വീണ്ടും ഒരു മൂവ്മെന്റ് മുകളിലേക്ക് തുറന്നു, ഓൾ ടൈം ഹൈ മാർക്കറ്റിൽ എത്തുന്നു, വീണ്ടും ഒരു കറക്ഷൻ വരുന്നു, വീണ്ടും ഒരു മുകളിലേക്ക് പോകുന്നു, കറക്ഷൻ വരുന്നു. അപ്പൊ ഇങ്ങനെ ഈ മാർക്കറ്റിൽ നമ്മൾ അഗ്രസീവായിട്ട് മുകളിലേക്കോ താഴേക്കോ ഉള്ള മാർക്കറ്റിനെ പ്രതീക്ഷിക്കരുത്. ഇതൊരു ടൈപ്പ് 3 മാർക്കറ്റ്, ഒരു റേഞ്ച് ബൗണ്ട് മാർക്കറ്റായിട്ട് നിൽക്കുന്നു. ഈ റേഞ്ച് ബൗണ്ട് മാർക്കറ്റിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയും ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഇനിയുള്ള ദിവസങ്ങളിലും ഈ ഒരു ക്യാൻഡിന്റെ ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് അടുത്തൊരു റിവേഴ്സൽ മോഡിലേക്ക് വരുള്ളൂ. ഇതിനെ ബ്രേക്ക് ചെയ്യാത്തോളം കാലം ഈ ഒരു റേഞ്ച് മാർക്കറ്റായിട്ട് സൈഡ് വൈസ് മാർക്കറ്റായിട്ട് പോകും. അതുപോലെ ഈ കാണുന്ന ഒരു ക്യാൻഡിലിന്റെ ഹൈ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് പോയെങ്കിൽ മാത്രമേ അടുത്തൊരു മുകളിലേക്കുള്ള ഒരു മൂവ്മെന്റ്, ഒരു ഓൾ ടൈം ഹൈ വരെയെങ്കിലും മാർക്കറ്റിൽ കിട്ടൂ. ഇത് ബ്രേക്ക് ചെയ്യാത്തടത്തോളം കാലം നമ്മൾ കോൾ ഓപ്ഷനോ അല്ലെങ്കിൽ മുകളിലേക്കുള്ള ഒരു ട്രേഡുകൾക്കോ പ്രയോറിറ്റി കൊടുക്കാതിരിക്കണം. കാരണം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് നിമിഷവും അത് നമ്മൾ ഉദ്ദേശിച്ച ലെവലിൽ എത്തുന്നതിന് മുമ്പ് മാർക്കറ്റ് റിവേഴ്സ് ആകാൻ ചാൻസ് ഉള്ള ഒരു മാർക്കറ്റാണ്. അപ്പോ ഒരു റേഞ്ച് മാർക്കറ്റിൽ നിൽക്കുന്ന ഒരു ഏരിയയാണ് ഇവിടെ. അപ്പോ ഈ ഏരിയയിൽ ഞങ്ങളുടെ ഒരു നമ്മുടെ ഒരു സിസ്റ്റം ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം, അഗ്രസീവായിട്ട് ട്രേഡ് എടുക്കരുത്. ഈ മാർക്കറ്റിൽ ചെറിയ ക്യാപിറ്റൽ ഉപയോഗിച്ച് ട്രേഡ് എടുക്കാവൂ. ആ ചെറിയ ക്യാപിറ്റൽ ഉപയോഗിച്ച് ട്രേഡ് എടുത്ത് ഈ മാർക്കറ്റിൽ പിടിച്ചു നിന്ന് നമുക്ക് വലിയ ലോസ് വരാതിരിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. പക്ഷേ ഈ ഒരു മാർക്കറ്റിന്റെ ലക്ഷണം കണ്ട് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. ഈ ഒരു മാർക്കറ്റിന്റെ ലക്ഷണം കണ്ടാൽ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. ആ ലക്ഷണം അനുസരിച്ച് ഇതുപോലത്തെ ഒരു മാർക്കറ്റിന്റെ തുടക്കത്തിൽ തന്നെ ഞങ്ങൾക്ക് അഗ്രസീവായിട്ട് മുകളിലേക്കുള്ള ഒരു ട്രേഡ് എടുത്ത് തുടങ്ങും. റീസൺ, മാർക്കറ്റിന്റെ സ്വഭാവം മാറുന്നത് മാർക്കറ്റിനോടുള്ള നമ്മുടെ ഇടപഴകൽ അനുസരിച്ച് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നു. മാർക്കറ്റിന്റെ ക്യാരക്ടർ, മൂവ്മെന്റ് പാറ്റേൺ, അതിന്റെ മൂവ് ചെയ്യുന്ന രീതി മാറുന്നത് അതിന്റെ മാർക്കറ്റിനോടുള്ള നമ്മുടെ സഹവാസത്തിനനുസരിച്ച് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. അങ്ങനെ മനസ്സിലാക്കി ആ ഡയറക്ഷനിലേക്ക് ഒപ്പമേ ഞങ്ങൾ ട്രേഡ് എടുക്കും. ഇപ്പോ ഈ ഒരു മാർക്കറ്റിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ രണ്ട് റേഞ്ചിനകത്ത് കിടക്കുന്നിടത്തോളം കാലം ഞങ്ങൾ വലിയ ക്യാപിറ്റൽ ഉപയോഗിച്ച് ട്രേഡ് ചെയ്യില്ല. അഗ്രസീവായിട്ട് മുകളിലേക്കോ താഴേക്കോ ട്രേഡുകൾ എടുക്കില്ല. നമ്മൾ ചെറിയ ചെറിയ പ്രോഫിറ്റ് എടുത്തുകൊണ്ട് ചെറിയ എത്ര ശതമാനമായി? 86. സാറേ സൗണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ? എന്റെ സൗണ്ട് കേൾക്കാൻ പറ്റുന്നില്ലേ? ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്, ക്ലിയർ ആയിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. അപ്പോ നമ്മുടെ സിസ്റ്റം ഫോളോ ചെയ്യുന്ന മാർക്കറ്റിനെ നമ്മുടെ രീതിക്ക് അനുസരിച്ച് അപ്രോച്ച് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് ചെറിയ ക്യാപിറ്റൽ ഉപയോഗിച്ചിട്ട് ചെറിയ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ടൈപ്പിലേക്കാണ് മാറുന്നത്. അതുപോലെ നമുക്കറിയാം ഇവിടങ്ങളിൽ ഇപ്പൊ ഏകദേശം 21,500 വരെ മാർക്കറ്റ് ഒരു വോളറ്റാലിറ്റി മൂവ്മെന്റ് ആണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ചിലപ്പോൾ അല്ലായിരിക്കാം, ഒറ്റ മൂവ്മെന്റ് ആയിരിക്കും വരിക. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്താൽ ഏകദേശം 21,750, 800 എന്നുള്ള റേഞ്ച് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾ അഗ്രസീവായിട്ട് താഴത്തേക്കുള്ള ഡയറക്ഷനിലേക്ക് ഒപ്പം നിൽക്കും. അതെങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? അതാണ് മാർക്കറ്റ് നമ്മളോട് പറയുന്ന രീതി. ഞാൻ എന്റെ സ്വഭാവം മാറ്റാൻ പോവാണ്, ഇതിനൊപ്പം എന്റെ കൂടെ വേണമെങ്കിൽ വന്നു നിന്നോ എന്ന് മാർക്കറ്റ് നമ്മളോട് പറയുന്നു. ഇത് നിങ്ങളുടെ മുമ്പിലും ഇത് തന്നെയാണ് ക്യാൻഡിൽസ്റ്റിക്കുകളും അല്ലെങ്കിൽ ചാർട്ടും ഒക്കെ വരുന്നത്, വ്യത്യാസമൊന്നുമില്ല. പക്ഷെ ഇതിനെ എങ്ങനെ റീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ മാർക്കറ്റിൽ പ്രോഫിറ്റ് എടുക്കുന്നതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. മാർക്കറ്റിന്റെ സ്വഭാവം മാർക്കറ്റ് നമ്മളോട് പ്രകടിപ്പിക്കുന്നത് ക്യാൻഡിൽസ്റ്റിക്കിലൂടെയാണ്, അഥവാ ചാർട്ടിലൂടെയാണ്. നമുക്കറിയാം ഇൻഡെക്സ് ആവട്ടെ സ്റ്റോക്ക് ആവട്ടെ അതിന്റെ മൂവ്മെന്റ് നമുക്ക് മുമ്പിൽ, അതായത് ഞാൻ മുകളിലേക്കാണോ അല്ലെങ്കിൽ താഴേക്കാണോ പോകുന്നത് നമുക്ക് വ്യക്തമായിട്ട് കാണിച്ചു തരുന്ന സാധനങ്ങളാണ് ഈ ക്യാൻഡിൽസുകൾ. ഇതിനെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. നമ്മുടെ സിസ്റ്റത്തിൽ ക്യാൻഡിൽസിനെയാണ് ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇൻഡിക്കേറ്റേഴ്സോ മറ്റു കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യാതെ വളരെ ഫ്രീ മൈൻഡോട് കൂടി ക്യാൻഡിൽസിനെ മാത്രം ഫോളോ ചെയ്ത് അതിന്റെ മൂവ്മെന്റ് എങ്ങോട്ടാണോ അതിനൊപ്പമാണ് ഞങ്ങൾ ട്രേഡ് ചെയ്യുക. അല്ലാതെ ഇപ്പൊ മാർക്കറ്റിൽ വലിയൊരു ന്യൂസ് വന്നല്ലോ മാർക്കറ്റ് മുകളിലേക്ക് കയറും, അല്ലെങ്കിൽ മാർക്കറ്റിൽ വലിയൊരു ന്യൂസ് വന്നല്ലോ മാർക്കറ്റ് താഴേക്ക് ഇറങ്ങും, ഇങ്ങനെയൊന്നുമില്ല. ന്യൂസ് വന്നോട്ടെ, ന്യൂസിന് അനുസരിച്ച് മാർക്കറ്റ് മുകളിലേക്കാണോ താഴേക്കാണോ പോകുന്നത് എന്നുള്ളത് ആ ദിവസങ്ങളിലെ ക്യാൻഡിൽസ്റ്റിക്ക് നമുക്ക് കാണിക്കും. ന്യൂസ് വന്നോട്ടെ, ന്യൂസിനനുസരിച്ച് മാർക്കറ്റ് മുകളിലേക്കാണോ താഴേക്കാണോ പോകുന്നതെങ്കിൽ ന്യൂസിനെ ബേസ് ചെയ്തിട്ടല്ല, മാർക്കറ്റിന്റെ ക്യാൻഡിലുകൾ എങ്ങോട്ടാണോ പോകുന്നത് അതിനൊപ്പം നിൽക്കും. അതിനൊപ്പം നിന്നിട്ട് ഏത് രീതിയിൽ ട്രേഡ് എടുത്ത് പ്രോഫിറ്റ് ചെയ്യണമെന്ന് നമുക്കറിയാം. ഇനി ഈ മൂവ്മെന്റ് പാറ്റേൺ മാറാനും സമയമായി. കാരണം മൂവ്മെന്റ് പാറ്റേൺ എല്ലാ കാലത്തും ഒരുപോലെ നിൽക്കില്ല. ഇനി അടുത്തൊരു ശൈലിയിലേക്ക് മാർക്കറ്റ് മാറേണ്ട സമയമായി. അതൊരു പക്ഷേ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്ത് കഴിയുമ്പോൾ വളരെ നെഗറ്റീവായിട്ട് മാറാം. അതല്ലെങ്കിൽ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്യുമ്പോൾ ടൈപ്പ് 1 എന്നുള്ള രീതിയിൽ വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു പോസിറ്റീവ് മൂവ്മെന്റിലേക്കും മാറാം. ഇത് എവിടെ വെച്ച് എങ്ങനെ മാറുന്നു എന്ന് തിരിച്ചറിയുന്നിടത്താണ് ആ ഡയറക്ഷനിലേക്കൊപ്പം നിന്ന് ട്രേഡ് എടുത്ത് പ്രോഫിറ്റ് എടുക്കാനുള്ള ശേഷി, സ്കിൽ, ആർജവത്തിന്റെ
വൈദഗ്ധ്യം നമ്മൾ ആർജിക്കുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ ഈ ക്ലാസ്സിലൂടെ കിട്ടാൻ പോകുന്നത്. ഇനി നമുക്ക് റിലയൻസ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന ഈ ഒരു സാധാരണ എല്ലാവർക്കും അറിയാവുന്ന സ്റ്റോക്ക് ആയതുകൊണ്ട് മാത്രമാണ് അതിന്റെ പേര് പറഞ്ഞല്ലോ. റിലയൻസ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന ഈ ഒരു സ്റ്റോക്കിൽ നിങ്ങൾ ട്രേഡ് ചെയ്യാനോ ഇൻവെസ്റ്റ് ചെയ്യാനോ എന്തിനെങ്കിലും നിങ്ങൾ പരിശ്രമിച്ചിട്ടുണ്ടോ എന്ന് സങ്കല്പിക്കുക. അപ്പോ ഇവിടെ റിലയൻസ് ഇൻഡസ്ട്രീസിനെ പറ്റി പറഞ്ഞപ്പോഴാണ് കുറച്ച് ദിവസങ്ങളായി ഒരു ന്യൂസ് വന്നത് ഒരുപക്ഷെ നിങ്ങൾ എല്ലാവരും കേട്ട് കാണാം. കാരണം ഇന്ത്യയിൽ 1 ലക്ഷം കോടിയാണ് ആ എമൗണ്ട് തോന്നുന്നു, അത് കൃത്യമായിട്ട് ഓർക്കുന്നില്ല എത്രയോ കോടി. 1 ലക്ഷം കോടിക്ക് മുകളിൽ അഡ്വാൻസ് ടാക്സ് അടച്ച ഇന്ത്യയിലെ ആദ്യത്തെ കമ്പനിയെ റിലയൻസ് ഈ വർഷം. അഡ്വാൻസ് ടാക്സ് 1 ലക്ഷം കോടിയാണെന്ന് തോന്നുന്നു. 1 ലക്ഷം കോടിക്ക് മുകളിൽ അഡ്വാൻസ് ടാക്സ് അടച്ചിരിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ കമ്പനിയാണ് റിലയൻസ് ഈ സാമ്പത്തിക വർഷം മാറിയത്. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, 1 ലക്ഷം കോടിയോളം അഡ്വാൻസ് ടാക്സ് അടയ്ക്കണമെങ്കിൽ അതിന് മാത്രം പ്രോഫിറ്റ് കിട്ടി കാണില്ലേ, അതല്ലെങ്കിൽ അതിന് മാത്രം ബിസിനസ് ഉണ്ടായി കാണില്ലേ റിലയൻസ് ഇൻഡസ്ട്രീസിൽ. പക്ഷേ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത ഈ ന്യൂസ് കിട്ടും കേട്ടോ. പക്ഷേ കുറച്ചു കാലമായിട്ട് അതിന്റെ വല്ല ലക്ഷണവും സ്റ്റോക്ക് മാർക്കറ്റിൽ കാണിക്കുന്നുണ്ടോ? കുറച്ചു കാലമായിട്ട് അതിന്റെ വല്ല ലക്ഷണവും സ്റ്റോക്ക് മാർക്കറ്റിൽ കാണിക്കുന്നുണ്ടോ? ഇല്ല. ആ ന്യൂസ് വന്നതിന് ശേഷവും, അതായത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ടാക്സ് പേ ചെയ്തിരിക്കുന്ന കമ്പനിയായിട്ട് മാറിയതിനു ശേഷവും ഈ റിലയൻസിന്റെ സ്റ്റോക്ക് മാർക്കറ്റിലെ മൂവ്മെന്റ് താഴേക്കാണ്. അപ്പോ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ന്യൂസ് എന്തോ ആവട്ടെ, അപ്പോ ഈ ന്യൂസ് അങ്ങനെ വന്നാണെങ്കിൽ സ്വാഭാവികമായിട്ടും നല്ലൊരു പോസിറ്റീവ് മൂവ്മെന്റ് കാണേണ്ടതാണ് മാർക്കറ്റിൽ. റീസൺ എന്താ? അത്രയും വലിയൊരു എമൗണ്ട് ടാക്സ് ആയിട്ട് അടയ്ക്കണമെങ്കിൽ അത്രയും വലിയ ബിസിനസ് അല്ലെങ്കിൽ അത്രയും വലിയ പ്രോഫിറ്റ് ആ കമ്പനിക്ക് ഉണ്ടാവും. സ്വാഭാവികമായിട്ടും അതിന്റെ സ്റ്റോക്ക് മാർക്കറ്റിലെ വില മുകളിലേക്ക് പോകുന്നത്. പക്ഷേ അടുത്ത കാലത്തെങ്കിലും അത്തരം ഒരു മൂവ്മെന്റ് മാർക്കറ്റ് മുകളിലേക്ക് തന്നില്ല. അപ്പോൾ ന്യൂസ് എങ്ങോട്ടുള്ള ന്യൂസ് ആവട്ടെ, ന്യൂസിനേക്കാൾ ഉപരി ഞങ്ങൾ വിശ്വസിക്കുന്നത് ആ സ്റ്റോക്കിന്റെ ഇപ്പോഴത്തെ മൂവ്മെന്റ് എങ്ങോട്ടാണെന്നുള്ളതാണ്. അപ്പോ അതും ഈ റിലയൻസ് ഇൻഡസ്ട്രീസ് എന്ന കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഇനി ഞങ്ങൾ എങ്ങനെയാണ് ഈ കമ്പനിയെ അപ്രോച്ച് ചെയ്യുന്നതെന്നാണ് കാണാൻ പോകുന്നത്. ഈ കമ്പനിയെ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നത്? ഇതിപ്പോ ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റിനാണ് ഞാൻ റിലയൻസ് എന്ന കമ്പനിയെ സമീപിക്കുന്നത് സങ്കല്പിക്കുക. ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റിനാണെങ്കിൽ ഞാൻ അതിന്റെ മാക്സിമം ഹിസ്റ്ററി എടുത്ത് നോക്കും. ഈ ഹിസ്റ്ററി ഇത് ഗ്രോത്ത് ഉണ്ടോ? അതായത് ലോങ് ടൈം എന്ന് പറയുമ്പോൾ ഗവൺമെന്റിനെ പറഞ്ഞിരിക്കുന്നത് 1 വർഷത്തിലധികം മാർക്കറ്റിൽ ആ സ്റ്റോക്ക് കൈവശം വെക്കുന്നതാണ് ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ്. അതുപോലെ തന്നെ ഷോർട്ട് ടൈം എന്ന് പറയുന്നത് 1 വർഷത്തിൽ താഴെ എപ്പോഴും ആകാം. അതായത് ഇന്ന് വാങ്ങിയാൽ നാളെ മുതൽ അടുത്ത ഈ 1 വർഷത്തിനിടയ്ക്ക് എപ്പോൾ വേണേലും വിറ്റാൽ അതിനെ ഷോർട്ട് ടൈം അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡിംഗ് എന്നുള്ള പേരൊക്കെ പറയുക. ഇൻട്രാഡേ നമുക്കറിയാം, അന്ന് വാങ്ങി അന്ന് തന്നെ വിൽക്കുന്ന രീതിയാണ് ഇൻട്രാഡേ. ഇത് മൂന്നിനും ഈ സ്റ്റോക്കിനെ എങ്ങനെയാണ് സമീപിക്കുന്നത് നമ്മൾ കാണാൻ പോകുന്നത്. അതായത് ഞാനിപ്പോ ഇൻട്രാഡേക്കാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ റിലയൻസ് എന്ന സ്റ്റോക്കിനെ എങ്ങനെ കാണണം? ഞാനിപ്പോ ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റിനാണ് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നെങ്കിൽ ഈ സ്റ്റോക്കിനെ ഞാൻ എങ്ങനെ പരിഗണിക്കണം? ഞാനൊരു ഷോർട്ട് ടൈം ട്രേഡിംഗ് അഥവാ സ്വിംഗ് ട്രേഡിങ്ങിനാണ് മാർക്കറ്റിൽ ഈ റിലയൻസിനെ സമീപിക്കുന്നെങ്കിൽ ഇതിനെ ഞാൻ എങ്ങനെ പരിഗണിക്കണം, എങ്ങനെ സമീപിക്കണം എന്നാണ് നമ്മളിപ്പോ കാണാൻ പോകുന്നത്. ഇപ്പോ നമുക്കറിയാം, ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ചാർട്ട് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഗ്രോത്ത് തന്നിട്ടുണ്ട് നമുക്കെടുക്കാം. ഇത് ഏകദേശം 1995 ലിസ്റ്റ് ചെയ്തപ്പെട്ടിരിക്കുന്ന കമ്പനി ഏകദേശം നമുക്കറിയാം 2024 കാലം. അപ്പോൾ അത്രയും കാലത്തെ പഴക്കമുണ്ട്. ഇത് ഓൾമോസ്റ്റ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇപ്പൊ നമുക്ക് ഈ ഒരു കാലഘട്ടം നോക്കാം, ഇവിടുന്ന് വരുന്ന ഈ ഒരു കാലഘട്ടം, ഇതിന് ശേഷമാണ് ഈ ഒരു റിലയൻസ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന ഒരു സ്റ്റോക്കിന് വലിയൊരു പൊസിഷൻ മൂവ്മെന്റ് ഉണ്ടായിരിക്കുന്നത്. അതായത് 2017 ശേഷം 2017 മുതൽ 2024 വരെ എന്ന് പറഞ്ഞാൽ 7 വർഷ കാലാവധിയുള്ളൂ. നമുക്കറിയാം 2017 ഈ ഒരു സ്റ്റോക്ക് റേഞ്ച് ആവുന്നത് 750 മുകളിലാണ്. 750 ശേഷം ഇത് ഏകദേശം 3000 എത്തി നിൽക്കുകയാണ് ഈ സ്റ്റോക്കിന്റെ വില. അപ്പൊ നമുക്കറിയാം ഒരു 7 വർഷം കൊണ്ട് ഒരു നല്ല രീതിയിൽ റിട്ടേൺ തന്നിരിക്കുന്ന ഒരു സ്റ്റോക്കാണ് ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ്. അപ്പോ ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഒരു സിസ്റ്റം അനുസരിച്ച് ഇതിനെങ്ങനെയാണ് ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റിനാണ് പരിഗണിക്കുന്നത് എന്നാണ് പറയാൻ പോകുന്നത്. ഇവിടെ ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റിലേക്ക് കോവിഡിന് ശേഷം ഈ സ്റ്റോക്കിനെ ഈ ഏരിയയിൽ വെച്ചിട്ടാണ് ഞങ്ങൾ എൻട്രി എടുക്കുക. അതിന്റെ സിസ്റ്റം ഒക്കെ നമ്മൾ നേരിട്ടുള്ള ക്ലാസ്സിൽ പഠിക്കുന്നുണ്ടാവും, എന്തുകൊണ്ട് എവിടെ വെച്ചെന്നുള്ളതൊക്കെ. അതായത് ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റിനായിട്ട് ഈ ഒരു സ്റ്റോക്കിനെ ഈ റേഞ്ചിൽ വെച്ചിട്ടായിരിക്കും എൻട്രി എടുക്കുക. അതിനുശേഷം ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കരുതുന്ന ഏത് സ്റ്റോക്ക് ആണെങ്കിലും ഞങ്ങൾ റിലയൻസ് അല്ല ഈ എന്ത് കമ്പനി ആണെങ്കിലും ഈ റേഞ്ചിന്റെ താഴെ വരുമ്പോൾ അത് എക്സിറ്റ് ചെയ്തിട്ടുണ്ടാവും. കാരണം അതൊരു സിസ്റ്റമാണ്. നമ്മളുടെ പർപ്പസ് ക്യാപിറ്റലിനെ എങ്ങനെ മാക്സിമം പെട്ടെന്ന് ഇൻക്രീസ് ചെയ്യാം, വളർത്താം എന്നുള്ളതാണ്. അല്ലാതെ റിലയൻസിന്റെ കമ്പനിയിൽ ഞാൻ ഇത്ര വർഷം ഹോൾഡ് ചെയ്തോളാം എന്നുള്ളതല്ല ഞങ്ങളുടെ രീതി. അതിനെ ക്യാപിറ്റലിനെ എങ്ങനെ മാക്സിമം ഗ്രോത്ത് ചെയ്തുകൊണ്ടുപോകാം. അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിൽ ഞങ്ങളുടെ രീതി അനുസരിച്ച് മാർക്കറ്റ് ട്രെൻഡ് റിവേഴ്സിലായി അഥവാ മാർക്കറ്റ് നെഗറ്റീവ് ട്രെൻഡിലേക്ക് കടന്നു. അതിനുശേഷം ഈ സ്റ്റോക്ക് നമ്മുടെ കൈവശം ഇവിടുന്ന് ഉണ്ടാവില്ല, എക്സിറ്റ് ചെയ്ത് മാറും. ആ എക്സിറ്റ് ചെയ്ത് മാറിയതിന് ശേഷം പിന്നീട് ഞങ്ങൾ അത് പരിഗണിക്കുക
ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് അത് പരിഗണിക്കുക. ആ റേഞ്ച് ബ്രേക്ക് ചെയ്തതിന് ശേഷം പരിഗണിക്കുമ്പോൾ അതിന്റെ സ്റ്റോപ്പ് ലോസ് നമ്മൾ ഇവിടെ ആയിരിക്കും കീപ്പ് ചെയ്യുക. ഇവിടുന്ന് എൻട്രി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്റ്റോപ്പ് ലോസ് ഇവിടെയാണ് കീപ്പ് ചെയ്യുന്നത്. അപ്പോ ഈ റേഞ്ച് ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മൾ എൻട്രി എടുക്കുമ്പോൾ സ്റ്റോപ്പ് ലോസ് ഈ റേഞ്ചിലേക്ക് പരിഗണിക്കുന്നു. അതിനുശേഷം ഇവിടെ എങ്ങും അത് ട്രെൻഡ് റിവേഴ്സൽ കാണിച്ചിട്ടില്ല. അത് ഒരു സപ്പോർട്ട് സോണിന് മുകളിൽ തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പൊ ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ഈ പറഞ്ഞ 2-3 വർഷത്തിന് ശേഷം അത് ഹോൾഡ് ചെയ്യുന്ന രീതിയിലേക്ക് അത് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴും ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് അതിനകത്ത് പരിഗണിക്കുന്നു. എന്നാൽ ഇനിയാണ് അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ, ഇനിയാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ അത് ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റിനായിട്ട് പരിഗണിക്കുന്നെങ്കിൽ നമ്മൾ ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്തതിനു ശേഷം മാത്രമേ പരിഗണിക്കൂ. ഇപ്പൊ കൈവശമുള്ളവർ അത് ഹോൾഡ് ചെയ്യും, പക്ഷെ ഒരു ഫ്രഷ് എൻട്രി എടുക്കാനായിട്ട് ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്തതിനു ശേഷമേ പരിഗണിക്കൂ. അതുപോലെ ഇപ്പൊ കൈവശമുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റും അവസാനിപ്പിക്കും. പിന്നീട് താഴെ വന്നതിന് ശേഷം എപ്പോഴാണോ ഒരു സപ്പോർട്ടിൽ നിന്ന് തിരിച്ചു കയറാൻ തുടങ്ങുന്നത് അപ്പൊ മാത്രമേ പിന്നീട് ഈ സ്റ്റോക്കിനെ നമ്മൾ ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റിനായിട്ട് പരിഗണിക്കുള്ളൂ. എന്നാൽ സ്വിംഗ് ട്രേഡിങ്ങിനായിട്ട് സ്റ്റോക്കിനെ പരിഗണിക്കുമ്പോൾ റിലയൻസിന് വേണ്ടിയിട്ട് റിലയൻസ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന സ്റ്റോക്ക് സ്വിംഗ് ട്രേഡിങ്ങിനായിട്ട് പരിഗണിക്കുമ്പോഴും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്തിട്ട് ഇനി ഞങ്ങൾക്ക് എൻട്രി ഉള്ളൂ. കാരണം ഇത് കുറെ കാലമായ ഒരു റേഞ്ചിനകത്താണ്, ടൈപ്പ് 3 മാർക്കറ്റാണ്. ഇതിനകത്ത് നിൽക്കുന്നിടത്തോളം കാലം ഞങ്ങൾക്കൊരു സാധ്യതയില്ല ഈ സ്റ്റോക്കിനെ വിട്ടുകളെ. ഇനി ഇൻട്രാഡേക്ക് ആയിട്ട് മാർക്കറ്റിനെ സമീപിക്കുമ്പോഴും നമ്മൾ അതേ മൈൻഡ് സെറ്റിലേക്ക് 15 മിനിറ്റ് ടൈം ഫ്രെയിമിലേക്ക് ഈ ചാൻസിനെ കൊണ്ടുവരും. ഇൻട്രാഡേക്ക് ആയിട്ട് സമീപിക്കാൻ നമ്മൾ നമുക്കറിയാം ടൈപ്പ് 3 മാർക്കറ്റാണ്. അതുപോലെ തന്നെ നമ്മളുടെ സിസ്റ്റം അനുസരിച്ച് ഈ ഏരിയയിൽ ഒരു മേജർ സപ്പോർട്ട് ഉണ്ട് നമുക്ക് കാണാം. ഈ ഏരിയയിൽ ഒരു മേജർ സപ്പോർട്ട് സോണാണ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ സപ്പോർട്ടിന്റെ അടുത്ത് നിൽക്കുന്നതുകൊണ്ട് നമ്മൾ അഗ്രസീവ് ആയിട്ട് ഷോർട്ട് സെല്ലിൽ നിൽക്കില്ല. അതുപോലെ തന്നെ ഇന്നലത്തെ ക്യാൻഡിലിന്റെ ഹൈ ബ്രേക്ക് ചെയ്യാത്തോടത്തോളം കാലം നമ്മൾ അഗ്രസീവായിട്ട് മുകളിലേക്ക് നിൽക്കില്ല. പക്ഷെ ഇവിടെ അഗ്രസീവായിട്ട് മുകളിലേക്ക് നിൽക്കുന്നല്ല, നമ്മൾ ചെറിയ മൂവ്മെന്റുകൾ പ്രോഫിറ്റ് ആക്കി മാറ്റുന്ന രീതിയിലേക്കായിരിക്കും മാറുക. എന്നാൽ ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്ത് പോകുമ്പോൾ ഇൻട്രാഡേക്കും സ്വിംഗ് ട്രേഡിങ്ങിനും ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റും ഒരുപോലെ നമ്മൾ അതിനകത്ത് സമീപിക്കും. എല്ലാ രീതിയിലേക്കും പറ്റും. ഇപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ രീതിയിലായിരിക്കും ഒരു സ്റ്റോക്കിനെ സമീപിക്കുക. അതുപോലെ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാകുന്ന, എല്ലാവരും സാധാരണ യൂസ് ചെയ്യുന്ന ടാറ്റ മോട്ടോഴ്സ് എന്ന സ്റ്റോക്കിനെ പറ്റി നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ടാറ്റ മോട്ടോഴ്സ് നമുക്കറിയാം വളരെ വലിയൊരു സ്റ്റോക്കാണ്. ഞാൻ ഇവിടെ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിന് വേണ്ടി വരച്ചിരിക്കുന്ന ഒരു ചാർട്ടായിരുന്നത്. അപ്പോൾ അത് നോക്കണ്ട, വേറെ നോക്കണ്ട. ടാറ്റ മോട്ടോഴ്സ് എന്ന സ്റ്റോക്കിനെ സംബന്ധിച്ചോളം ഇത് ലോങ് ടൈം വ്യൂവിലേക്ക് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരു ലോങ് ടൈം ഇൻവെസ്റ്റർ എന്നുള്ള രീതിയിൽ ഏകദേശം 2008 കാലഘട്ടം മുതൽ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ടെന്ന് സങ്കല്പിക്കുക. ഈ സ്റ്റോക്ക് ഇവിടെ വെച്ചിട്ട് നമ്മൾ ട്രെൻഡ് റിവേഴ്സൽ എന്നുള്ള കൺസെപ്റ്റിൽ എക്സിറ്റ് ചെയ്യും. കൈവശം ഉണ്ടെങ്കിൽ എക്സിറ്റ് ചെയ്യും. അതിനുശേഷം ഈ റേഞ്ച് ബ്രേക്ക് ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾ വീണ്ടും അത് ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റിന്റെ പർപ്പസിനായിട്ട് എൻട്രി എടുക്കൂ. അതുപോലെ ഈ റേഞ്ച് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അത് എക്സിറ്റ് ചെയ്യും. പിന്നെ നമ്മൾ അത് എൻട്രി എടുക്കുന്നത് ഈ ഒരു സിസ്റ്റത്തിനനുസരിച്ച് ഇതിന്റെ മുകളിൽ മാത്രമാണ്. ഇവിടുന്ന് എൻട്രി എടുത്താൽ പോലും ചെറിയ ലോസിലാണെങ്കിൽ പോലും ഇവിടെ എക്സിറ്റ് ചെയ്ത് മാറും. ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് അല്ലേ, ടാറ്റ മോട്ടോഴ്സ് അല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മളത് കാത്തിരിക്കില്ല, എക്സിറ്റ് ചെയ്തിരിക്കുക. കാരണം സ്വന്തം കമ്പനിയാണെങ്കിലും ട്രെൻഡ് റിവേഴ്സൽ ആയാൽ എക്സിറ്റ് ആവണമെന്നാണ് ഞങ്ങളുടെ പോളിസി. കാരണം ഞങ്ങൾക്ക് ആവശ്യം സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നും ചെറിയ റിസ്കിൽ മാക്സിമം എങ്ങനെ പ്രോഫിറ്റ് ഏൺ ചെയ്യാം, നിലനിർത്താം. ഏൺ ചെയ്യലല്ല പ്രശ്നം, ഏൺ ചെയ്യാൻ എല്ലാവർക്കും പറ്റും. സ്റ്റോക്ക് മാർക്കറ്റിൽ എല്ലാവരും ട്രേഡിങ്ങിലൂടെ ഇൻവെസ്റ്റ്മെന്റിലൂടെ പ്രോഫിറ്റ് നേടിയിട്ടുണ്ടാവും. പക്ഷെ അത് നിലനിർത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. അപ്പൊ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് എക്സിറ്റ് ചെയ്യേണ്ട സമയത്ത് എക്സിറ്റ് ചെയ്യുന്നത്. അത് എത്ര വലിയ കൊല കമ്പനി ആണെങ്കിലും എക്സിറ്റ് ചെയ്തിരിക്കും. അതിനുശേഷം ഇതിന്റെ ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മൾ വീണ്ടും എൻട്രി എടുക്കുന്നു. പിന്നെ അത് എക്സിറ്റ് ചെയ്യേണ്ട സാഹചര്യം മാർക്കറ്റ് ഈ നിമിഷം വരെ തന്നിട്ടില്ല ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റിന്. കാരണം ഇവിടെയൊക്കെ നമുക്കറിയാം, ഇവിടെയൊക്കെ മാർക്കറ്റ് റിവേഴ്സ് ആകുന്നില്ല. ഒരു ടൈപ്പ് 3 അഥവാ റേഞ്ച് മാർക്കറ്റിന് ഇറങ്ങി നിൽക്കുന്നേ ഉള്ളൂ. അതിനുശേഷം ഇതും നമ്മൾ ഇപ്പോഴും അത് റിവേഴ്സ് ആവുന്നില്ല, റേഞ്ച് മാർക്കറ്റ് നിൽക്കുന്നു. ഇവിടുന്ന് എൻട്രി എടുത്ത ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി ഏകദേശം 200 റേഞ്ചിൽ നിന്നും എൻട്രി എടുത്ത ആ സ്റ്റോക്ക് ഇപ്പോഴും നമ്മുടെ കൈവശമാണ്. എക്സിറ്റ് ചെയ്യേണ്ട സാഹചര്യം ഇതുവരെ ആ സ്റ്റോക്ക് തന്നിട്ടില്ല. എന്നാൽ സ്വിംഗ് ട്രേഡിങ്ങിനായിട്ടാണെങ്കിൽ ഇത് പല പ്രാവശ്യം ഞങ്ങൾ എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞു. സ്വിംഗ് ട്രേഡിങ്ങിനായിട്ടാണ് ഈ മാർക്കറ്റിനെ സമീപിക്കുന്നെങ്കിൽ ഇവിടെ ഇതിന്റെ ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ, ഇപ്പൊ നേരത്തെ അതേ കാലഘട്ടം തന്നെ ഇതിന്റെ ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മൾ എൻട്രി എടുക്കുന്നുണ്ടെങ്കിൽ, എക്സാമ്പിൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാണ്, ഇതിന്റെ ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മൾ സ്വിംഗ് ട്രേഡിങ്ങിനായിട്ട് എൻട്രി എടുക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെ ലോ ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മൾ അത് എക്സിറ്റ് ചെയ്തിട്ടുണ്ടാവും, ഇക്വിറ്റിയിൽ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ. അതുപോലെ തന്നെ ഈ ഭാഗത്തൊന്നും പിന്നെ എൻട്രി എടുക്കില്ല, കാരണം അതിനെ പറ്റിയൊരു എൻട്രി ഓപ്പർച്യൂണിറ്റി അവിടെ തരുന്നില്ല. പക്ഷേ ഇതിന്റെ മുകളിലെത്തുമ്പോൾ നമ്മൾ വീണ്ടും അത് എൻട്രി എടുക്കും. എൻട്രി എടുത്തതിന് ശേഷം ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്തിട്ട് ഇവിടെ വരുമ്പോൾ, ഞാൻ ജസ്റ്റ് ഒന്ന് ഇപ്പുറത്തോട്ട് പറയാം, അതിനുശേഷം ഇതിന്റെ മുകളിലേക്ക് വരുമ്പോൾ എൻട്രി എടുത്താൽ അത് ഈ റേഞ്ച് ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മൾ അത് എക്സിറ്റ് ചെയ്തിട്ടുണ്ടാവും. സ്വിംഗ് ട്രേഡിംഗ് അഥവാ ഷോർട്ട് ടൈം ട്രേഡിംഗ് എടുക്കും. പിന്നെ ഇവിടെ ഒന്നും നമുക്ക് അതിനുള്ള ഓപ്പർച്യൂണിറ്റി തരുന്നില്ല, കാരണം ഇവിടങ്ങളിലൊക്കെ നമ്മുടെ സിസ്റ്റം അനുസരിച്ച് വലിയ റെസിസ്റ്റൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് വരുന്നത് ഇതിന്റെ ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇതിന്റെ ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ മാത്രമാണ് എൻട്രി ഓപ്പർച്യൂണിറ്റി.
ഇതിന്റെ ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ എൻട്രി എടുത്താൽ ഇതിന്റെ ലോയിൽ എക്സിറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഇതിന്റെ ഹൈ എൻട്രി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ലോയിൽ എക്സിറ്റ് ചെയ്യുന്നു. ഇങ്ങനെ സ്വിംഗ് ട്രേഡിങ്ങിനും പല പ്രാവശ്യം എൻട്രി എക്സിറ്റ് ഈ ഒരു സ്റ്റോക്കിൽ നടന്നിട്ടുണ്ടാവും. പല പ്രാവശ്യം എൻട്രി എക്സിറ്റ്. ഇപ്പോഴത്തെ അതിന്റെ മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ച് നമുക്ക് അടുത്തൊരു എൻട്രി ഓപ്പർച്യൂണിറ്റി വരാനിരിക്കുന്നതേ ഉള്ളൂ. സ്വിംഗ് ട്രേഡിങ്ങിനായിട്ട് വരാനിരിക്കുന്നുള്ളൂ. അത് ലക്ഷണങ്ങൾ മാർക്കറ്റ് തന്നു തുടങ്ങി. നല്ല രീതിയിൽ ഒരു പോസിറ്റീവ് മൂവ്മെന്റ് തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു സ്വിംഗ് ട്രേഡിങ്ങിനും ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റിനും ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെന്റിനും നമ്മളത് വീണ്ടും എൻട്രി എടുക്കും. അപ്പൊ അതായത് ഇനിയിപ്പോ ഈ ഒരു ഓൾ ടൈം ഹൈ എന്നുള്ള ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്ത് പോകുമ്പോൾ നമ്മൾ സ്വിംഗ് ട്രേഡിങ്ങിനാണെങ്കിലും ഇൻട്രാഡേക്ക് ആണെങ്കിലും ലോങ് ടൈം ട്രേഡിങ്ങിനായിട്ട് നമ്മൾ എൻട്രി എടുക്കും. പക്ഷേ എൻട്രി എടുക്കുമ്പോൾ അത് എക്സിറ്റ് തീരുമാനിക്കുന്നത് സ്വിംഗ് ട്രേഡിങ്ങിനോ സ്വിംഗ് ട്രേഡിങ്ങിനോ ഷോർട്ട് ടൈം ട്രേഡിങ്ങിനാണെങ്കിൽ ഏകദേശം ഈ ഒരു റേഞ്ച് അവിടെ സപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. ഏകദേശം ആ റേഞ്ചിലായിരിക്കും നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഉണ്ടാവുക. എന്നാൽ ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റിനായിട്ട് വരുമ്പോൾ ഇതിന്റെ താഴേക്ക് വന്നെങ്കിൽ മാത്രമേ ലോങ് ടൈമിലേക്ക് നമ്മൾ എക്സിറ്റ് ചെയ്യുന്നുള്ളൂ. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇൻട്രാഡേക്ക് ഉപയോഗിക്കുന്ന മൈൻഡ് സെറ്റോ കാഴ്ചപ്പാടോ അല്ല ഈ ലോങ് ടൈമിന് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ സ്വിംഗ് ട്രേഡിങ്ങിനോ ഷോർട്ട് ടൈം ട്രേഡിങ്ങിനോ ഒരു സ്റ്റോക്കിനെ സമീപിക്കുന്ന പോലെയല്ല ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റിനായിട്ട് സമീപിക്കുന്നത്. ഇങ്ങനെ ഓരോ സ്റ്റോക്കിനെയും അതിന്റെ സ്വഭാവവും അതിന്റെ ക്യാരക്ടറും അതിന്റെ പാറ്റേണും മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ സമീപിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിലൂടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിലുള്ള പ്രോഫിറ്റും നേടാനും സമ്പത്ത് വർദ്ധിപ്പിക്കാനും വരുമാനം നേടാനും ഈസി ആയിട്ട് കഴിയുക തന്നെ ചെയ്യും. അപ്പോൾ അതിന് സഹായിക്കുന്ന ഒരു കോഴ്സാണ് നമ്മുടെ ഈ ഒരു 3 മാസത്തെ ക്ലാസ് നടക്കുന്നത്. അത് ഏറ്റവും ഈ 19-ാം തീയതി ഞായറാഴ്ച വൈകുന്നേരം കൊച്ചിയിൽ വെച്ച് ആദ്യത്തെ സെഷൻ, അതായത് 3 മാസത്തെ കോഴ്സിന്റെ ഫസ്റ്റ് സെഷൻ നമുക്ക് കൊച്ചിയിൽ വെച്ച് നടക്കുന്നു. അതിനുശേഷം എല്ലാ മാർക്കറ്റ് ദിവസങ്ങളിലും വൈകുന്നേരം ഈവനിങ് 7 മുതൽ 9:45 വരെ നമുക്ക് ക്ലാസ് ഉണ്ടായിരിക്കും. ആ ക്ലാസ്സുകൾ എന്തെങ്കിലും കാരണവശാൽ പങ്കെടുക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽ ആയിട്ട് തരുന്ന ട്യൂട്ടോറിയൽ ആപ്പിനകത്ത് ആ ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതിനുശേഷം ആ സമയത്ത് പങ്കെടുക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും പിറ്റേ ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് അത് കണ്ട് മനസ്സിലാകും. അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽ ഒരു 15 മണിക്കൂറോളമുള്ള വീഡിയോ ക്ലാസ്സുകളാണ് സ്റ്റഡി മെറ്റീരിയൽ ആയിട്ട് തരുന്നത്. അപ്പൊ അത് നിങ്ങളുടെ സമയ സൗകര്യാർത്ഥം എത്ര പ്രാവശ്യം വേണമെങ്കിലും റിപ്പീറ്റ് ചെയ്ത് കാണാൻ കേൾക്കാം. അതുകൂടാതെ എല്ലാ ദിവസത്തെ വൈകുന്നേരത്തെ ക്ലാസ്സിലും ഈ മെറ്റീരിയൽസ് ഈ സിലബസ് നമ്മൾ പഠിപ്പിക്കുന്നുണ്ടാവും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പലർക്കും വീഡിയോ ക്ലാസ്സുകൾ കണ്ട് പഠിക്കാനുള്ള ഒരു താല്പര്യം ഉണ്ടാവില്ല. അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ എല്ലാ ദിവസവും വൈകുന്നേരം ഈ സ്റ്റഡി മെറ്റീരിയൽ ക്ലാസ്സുകളുടെ സിലബസ് പഠിപ്പിക്കുന്നുണ്ടാവും. അപ്പൊ നേരിട്ടുള്ള സംശയങ്ങൾ ചോദിക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും. അതുപോലെ തന്നെ ഈ നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ കാല ചരിത്രങ്ങളിലൂടെ പഠിക്കാനൊക്കെ ഏതൊരാൾക്കും പറ്റും, പഠിപ്പിക്കാനും പറ്റും. പക്ഷെ ലൈവ് മാർക്കറ്റിൽ എങ്ങനെയാണ് നമ്മളുടെ സമീപനം, എങ്ങനെയാണ് നമ്മൾ എൻട്രി എടുക്കുന്നത്, എങ്ങനെയാണ് എക്സിറ്റ് ചെയ്യേണ്ടത്, ഇത്തരം കാര്യങ്ങൾ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് കിട്ടാൻ 3 മാസക്കാലം ആഴ്ചയിൽ 2 ദിവസം ലൈവ് മാർക്കറ്റ് അനാലിസിസ് ഉണ്ടാവും. അത് കേരളത്തിൽ അപൂർവമായിട്ട് അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുള്ളൂ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചിന്തിച്ചു നോക്കുക, 3 മാസക്കാലമാണ്. അപ്പോൾ കഴിഞ്ഞ 3 മാസം നേരത്തെ പറഞ്ഞ ഫെബ്രുവരി അവസാനത്തെ ബാച്ചിലുള്ളവരൊക്കെ ഇപ്പോഴുണ്ടാവും. അപ്പൊ അവർക്ക് ഇതുകൊണ്ട് യൂസ്ഫുൾ അല്ലെങ്കിൽ അവരെവിടെ നിലനിൽക്കില്ല. അവർ എത്രയും പെട്ടെന്ന് പറഞ്ഞ പോലെ നമ്മളൊക്കെ 4 എണ്ണം പറഞ്ഞിട്ടൊക്കെ പോകാനുള്ള മൈൻഡ് സെറ്റ് ആയിരിക്കും. പക്ഷെ നിങ്ങൾ കാണുക, ഓരോ ദിവസവും നമ്മുടെ ഈവനിങ് ക്ലാസ്സിലാണെങ്കിലും അതുപോലെ തന്നെ ലൈവ് മാർക്കറ്റ് അനാലിസിസ് ആണെങ്കിലും ഏകദേശം 80 പേര് മുതൽ 150 പേര് വരെ ഒരുമിച്ചിട്ടിരുന്നിട്ടായിരിക്കും നമ്മൾ ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നതും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതെല്ലാം. അപ്പൊ അത് നിങ്ങൾക്ക് വലിയൊരു അനുഭവമായിരിക്കും. മാത്രമല്ല, അനുഭവം എന്ന് പറയാൻ കാരണം ഇതുവരെ സ്റ്റോക്ക് മാർക്കറ്റിനെ നിങ്ങൾ സമീപിച്ച മൈൻഡ് സെറ്റ് ആയിരിക്കില്ല ഈ ക്ലാസ്സിന് ശേഷം നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. കാരണം ചിന്തിച്ചു നോക്കിയേ, ചിരിച്ച് കളിച്ച് തമാശയൊക്കെ പറഞ്ഞ് വളരെ ഒരു ജോളി മൈൻഡ് സെറ്റില് എന്നാൽ സീരിയസ് ആവേണ്ട സമയത്ത് മാർക്കറ്റിനെ വളരെ സീരിയസ് ആയിട്ട് സമീപിച്ചുകൊണ്ട് എടുക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ആയിരിക്കും SMT സ്റ്റുഡൻസ്. കാരണം എല്ലായ്പ്പോഴും നമ്മൾ മസിൽ പിടിച്ച് സമീപിക്കാനുള്ള ഒരു മേഖലയല്ല സ്റ്റോക്ക് മാർക്കറ്റ്. നമ്മൾ ഫ്രീ മൈൻഡ് ആയിട്ട് ഇരുന്നെങ്കിൽ മാത്രമേ നമുക്ക് റൈറ്റ് ഡിസിഷൻസ്, ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുള്ളൂ. ഡിസിഷൻസ് ആണ് സ്റ്റോക്ക് മാർക്കറ്റിലെ നമ്മളുടെ ഭാവി നിശ്ചയിക്കുന്നത്. നമ്മളുടെ തീരുമാനം, ഈ സ്റ്റോക്കിൽ, ഈ ഇൻഡെക്സിൽ ഞാനിപ്പോ ഏത് ഡയറക്ഷനിലേക്ക് ട്രേഡ് എടുക്കണം എന്നുള്ള തീരുമാനം, അതുപോലെ തന്നെ അത് ഏത് പ്രൈസ് റേഞ്ചിൽ എൻട്രി എടുക്കണം എന്നുള്ള തീരുമാനം, അത് പ്രോഫിറ്റിലാവട്ടെ ലോസിലാവട്ടെ എങ്ങനെ എവിടെ വെച്ച് എക്സിറ്റ് ചെയ്യണം എന്നുള്ള തീരുമാനം, ഇനി ആദ്യത്തെ ട്രേഡുകൾ ലോസ് പോയാൽ അതെങ്ങനെ പൊസിഷൻ സൈസിങ്ങിലൂടെ അത് പ്രോഫിറ്റിലാക്കണം എന്നുള്ള തീരുമാനം, അതുപോലെ തന്നെ ആദ്യത്തെ ട്രേഡുകൾ പ്രോഫിറ്റിലാണെങ്കിൽ അടുത്തൊരു ട്രേഡിലൂടെ വന്ന പ്രോഫിറ്റ് എങ്ങനെ കളയാതിരിക്കാൻ പൊസിഷൻ സൈസിങ് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള തീരുമാനം. ഇതൊക്കെയാണ് ഈ ഒരു ക്ലാസ്സുകളിലൂടെ നമുക്ക് പഠിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ തോമസ് സാർ നേരത്തെ പറഞ്ഞ ഒരു ട്രാൻസ്ഫോർമേഷൻ, ഇപ്പോഴുള്ള നമ്മുടെ അവസ്ഥയിൽ നിന്നും സക്സസ് ആകുന്ന ഒരു ട്രേഡർ അല്ലെങ്കിൽ ഇൻവെസ്റ്റർ എന്നുള്ള രീതിയിലേക്കുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് ഈ ട്രേഡിംഗ് സൈക്കോളജിയിലൂടെയും മൈൻഡ് ട്രെയിനിങ് പ്രോഗ്രാമുകളിലൂടെയും ട്രേഡിംഗ് മെത്തേഡുകൾ പഠിക്കുന്നതിലൂടെയും നിങ്ങൾ ആർജിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ധൈര്യമായിട്ട് വന്ന് പങ്കെടുക്കാൻ, കാരണം ഒന്നും നഷ്ടപ്പെടാനില്ല. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഫീസ് മുഴുവൻ റീഫണ്ട് ചെയ്തു തരുന്നതാണ് പറഞ്ഞാൽ ക്ലാസ് കഴിയുമ്പോൾ തന്നെ, നേരിട്ടുള്ള ക്ലാസ് കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ ഫീസ് മുഴുവൻ തിരിച്ചു തരുന്നതാണ് ക്ലാസ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ. പിന്നെ ഒന്നും നഷ്ടപ്പെടാനില്ലല്ലോ.
കിട്ടിയാൽ, അതായത് നിങ്ങൾ ഇതിനകത്ത് നിലനിൽക്കാൻ സാധിച്ചാൽ ഇതിനേക്കാൾ വലിയൊരു കരിയർ നിങ്ങൾക്ക് ജീവിതത്തിൽ കണ്ടെത്താൻ പറ്റില്ല. അത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഇതിനേക്കാൾ വലിയൊരു കരിയർ നിങ്ങൾക്ക് ജീവിതത്തിൽ കണ്ടെത്താൻ പറ്റില്ല. കാരണം റിട്ടയർമെന്റ് ഇല്ല. നമ്മളുടെ സമയ സൗകര്യാർത്ഥം എവിടെ വേണേലും എപ്പോ വേണേലും നമ്മൾ തന്നെ നമ്മളുടെ ബോസായിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാനോ ഇൻവെസ്റ്റ് ചെയ്യാനോ പറ്റും. ആരും നമ്മളെ നിയന്ത്രിക്കാൻ വരുന്നില്ല. അപ്പോ കരിയർ ഡെവലപ്പ് ചെയ്യാനായിട്ട് സ്കിൽഡ് ആവുക, വൈദഗ്ധ്യം നേടിയ എല്ലാ കാലത്തും വരുമാനം നേടാനുള്ള ഒരു സ്കിൽ നമ്മളോടൊപ്പം ഉണ്ടാകുന്നു. ആ സ്കിൽ ആർജിക്കാനായിട്ട് SMTയുടെ 3 മാസത്തെ കോഴ്സ്, അതിനുശേഷമുള്ള ലൈഫ് ലോങ് സപ്പോർട്ടിലേക്കും കടന്നു വരിക. അപ്പോ ഇനി എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. തോമസ് സാറേ, പ്ലീസ്. ഒരൊറ്റ കാര്യം കൂടെ ഞാൻ ജസ്റ്റ് പറയാൻ ഉദ്ദേശിക്കുകയാണ്. കാരണം ചിലർക്കെങ്കിലും ഇതൊക്കെ പഠിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുന്നതിലൊക്കെ ചിന്ത വരും. അതായത് സംഗീതം കരിയർ ആക്കണമെങ്കിൽ അത്യാവശ്യം ശാസ്ത്രീയ സംഗീതം പഠിച്ചേ പറ്റൂ എന്നതുപോലെ മാർക്കറ്റിൽ എപ്പോഴും ടെക്നിക്കൽ അനാലിസിസ് പഠിച്ച വ്യക്തിക്ക് മാത്രമേ നമുക്ക് ട്രേഡിംഗ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഫണ്ടമെന്റൽ അനാലിസിസ് പഠിച്ചാൽ ഒരു കമ്പനി, അതായത് ഒറ്റ വാക്കിൽ പറഞ്ഞ ഒരു കമ്പനി സ്ട്രോങ് ആണോ അല്ലയോ എന്ന് കണ്ടെത്താൻ കഴിയും. പക്ഷെ എവിടെ എൻട്രി എടുക്കണം, എവിടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യണം എന്നുള്ളത് ഒരിക്കലും ഫണ്ടമെന്റൽ അനാലിസിസിൽ കണ്ടെത്താൻ കഴിയില്ല. അതിന് ആ ടെക്നിക്കൽ അനാലിസിസ്, ആ ക്യാൻഡിൽ റീഡിംഗ് പഠിച്ചേ പറ്റൂ. കാരണം തീർത്തും പുതുമകളൊക്കെ അയ്യോ ഇതെനിക്ക് അറിയില്ലല്ലോ എന്ന് കരുതും. അങ്ങനെ കരുതിയിട്ട് വേറെ മാർഗങ്ങൾ തപ്പിയാല് മുറിക്കുള്ളിൽ സൂചി നഷ്ടപ്പെട്ട അമ്മൂമ്മ അവിടെ ഇരുട്ടാണെന്ന് കരുതി മുറ്റത്ത് വന്ന് തപ്പുന്നതോ പോലെ ഇരിക്കും. അവനവന് കംഫർട്ടുള്ള സോണിൽ തപ്പിയത് കൊണ്ട് അത് ലഭിച്ചോളണമെന്നില്ല. അപ്പൊ അത് എല്ലാം ഇപ്പൊ സൈക്കിൾ ഓടിക്കാൻ പഠിക്കുന്ന ആദ്യ ദിവസം സൈക്കിൾ നേരെ നിന്നോളുന്നില്ല, അത് പഠിച്ചു വരും. അതുകൊണ്ടാണ് ഇത് 3 മാസ കോഴ്സ് ആക്കി വിഭാവനം ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് ആദ്യത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും നിങ്ങൾക്ക് കഴിയുമെന്നും വെറും 10,000 രൂപ ക്യാപിറ്റൽ കൊണ്ട് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് രാജാവായ രാകേഷ് ജുൻജുൻവാല നേടിയത്രയും തന്നെ നേടാൻ കഴിയും നിങ്ങൾക്ക് മനസ്സിലാകും. പിന്നെ അവനവൻ ചെയ്യേണ്ടത് ഈ നാളെ നീള വെക്കാതെ തിരയൊഴിഞ്ഞിട്ട് തോണി ഇറക്കാമെന്ന് കരുതുന്നത്, അത് എന്താ പറയാ, നാളെ എന്ന് വെക്കുന്നത് തിരയൊഴിഞ്ഞിട്ട് തോണി ഇറക്കാമെന്ന് കരുതുമ്പോൾ മൗഢ്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നാളെ നീള അങ്ങനെ ആവാതെ. കാരണം എപ്പോഴും മനുഷ്യനെ പരാജയപ്പെടുത്തുന്നത് പോസ്റ്റ്പോണിങ്, നാളേക്ക് മാറ്റിവെക്കുന്ന സ്വഭാവം, അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് കാരണം പ്രയോറിറ്റി കൊടുക്കുക. പിന്നെ ചെറിയ സാമ്പത്തികം ഒന്നുമല്ല, അതൊക്കെ അത്ര സമ്പത്തില്ലാത്തൊരു കേരളത്തിൽ ഉണ്ടെങ്കിൽ തന്നെ അത് ഇതിനേക്കാൾ വലിയൊരു അത്യാവശ്യമെന്ന് നമ്മൾ അതിനപ്പുറം പൈസ കണ്ടെത്തും. ഇപ്പൊ പ്രയോറിറ്റി മാനേജ്മെന്റ് നമ്മൾ എപ്പോഴും നമ്മുടെ സാമ്പത്തിക മാർഗത്തിന്, കാരണം നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങൾക്കും, ജീവിതത്തിലെ 90% കാര്യങ്ങൾക്കും പണമാണ് ആവശ്യം. അപ്പൊ പണം ഉണ്ടാക്കാനുള്ള ആവശ്യങ്ങൾക്ക് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് പണം ഉണ്ടാക്കാൻ കഴിയുന്ന ലോകത്തിലെ 1ാമത്തെ മേഖലയായ സ്റ്റോക്ക് മാർക്കറ്റിൽ അത് കേരളത്തിലെ ഏറ്റവും നല്ല ട്രെയിനിങ് പ്രോഗ്രാം, ഏറ്റവും നമ്പർ 1 ട്രെയിനിങ് പ്രോഗ്രാം. അതും അതൊരു വാഗ്ദാനമാണ്. വെറും 10,000 രൂപ ക്യാപിറ്റൽ കൊണ്ട് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് രാജാവായിരുന്ന രാകേഷ് ജുൻജുൻവാല നേടിയത്രയും സാമ്പത്തികം നേടാൻ നിങ്ങളെ പഠിപ്പിക്കാം. അത് ആദ്യ ദിവസത്തെ ക്ലാസ്സിലെ 3 മാസ കോഴ്സിന്റെ ആ ഒരു ദിവസമാണ് നേരിട്ട് വരേണ്ടത്. ആ നേരിട്ട് വരുന്ന ക്ലാസ്സിൽ തന്നെ നിങ്ങൾക്ക് വ്യക്തമായി ബോധ്യമായില്ല എങ്കിൽ, ക്ലാസ് നിങ്ങൾക്ക് തൃപ്തിയായില്ല എങ്കിൽ, ഈ കൂടെ നിന്നാൽ വിജയിക്കാമെന്ന് നിങ്ങൾക്ക് ഉറപ്പായില്ല എങ്കിൽ, ആദ്യ ദിവസത്തെ ക്ലാസ്സിന്റെ വൈകുന്നേരം തന്നെ ഫീസ് മുഴുവൻ തിരികെ നൽകാമെന്ന ഫീസ് രീതിയുമാണ്. 14,000 രൂപ ആകെ ഫീസ് വരുന്നുള്ളൂ. 9605633033 എന്ന നമ്പറിലേക്ക് 1000 രൂപ മാത്രം അഡ്വാൻസ് അടച്ച് സീറ്റ് ബുക്ക് ചെയ്യാം. ബാക്കി ഫീസ് ഞായറാഴ്ച 19 വരുന്ന ഞായറാഴ്ച, മെയ് 19 ഞായറാഴ്ച രാവിലെ 9:30 മുതൽ വൈകിട്ട് 5:40 വരെ കൊച്ചിയിൽ ഹോട്ടൽ ലൂമിനാരിൽ വെച്ചാണ്. ബാക്കി ഫീസ് അന്ന് ക്ലാസ് വരുമ്പോൾ രാവിലെ രജിസ്ട്രേഷൻ അടച്ചാൽ മതി. വൈകുന്നേരം നിങ്ങൾക്ക് പൂർണ്ണ തൃപ്തിയായില്ലെങ്കിൽ ഫുൾ ഫീസ് തിരികെ. അതിൽ ഒന്നും നഷ്ടപ്പെടാനില്ല. വീണ്ടും സന്തോഷമായിട്ട് പറഞ്ഞുകൊണ്ട് നമുക്ക് ഡിസ്കഷനിലേക്കോ ചോദ്യങ്ങളിലേക്കോ സംശയങ്ങളിലേക്കോ കിടക്കാം. യെസ്, എന്തെങ്കിലും ഡിസ്കസ് ചെയ്യാനുണ്ടോ? സാർ അങ്ങനെ നമ്പർ ഒന്ന് ഡിസ്പ്ലേ ചെയ്താക്കണമോ? ഇപ്പൊ എന്റെ വരുന്നില്ല. ആവശ്യക്കാരെ ഇപ്പൊ നമ്പർ ഡിസ്പ്ലേ ചെയ്യാം. ആ നമ്പർ എടുക്കുക, ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ. 9605633033 9605633033. അപ്പൊ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ആ നമ്പറിൽ ഗൂഗിൾ പേ ഉണ്ട്. ആ നമ്പറിലേക്ക് അയച്ചു അഡ്വാൻസ് അടച്ച് ഗൂഗിൾ പേ ചെയ്ത് സ്ക്രീൻഷോട്ട് അതേ നമ്പറിലേക്ക് അയച്ചാൽ മതി. നിങ്ങൾ സീറ്റ് കൺഫേം ആയിരിക്കും. ധൈര്യമായി വന്നോളൂ. അത് ലൈഫ് ചേഞ്ചിങ് ആയിരിക്കും. ലൈഫ് ചേഞ്ചിങ് മീൻസ് ലൈഫ് ചേഞ്ചിങ് ആയിരിക്കും. 100% ഗ്യാരണ്ടി തന്നെയാണ്. ഓക്കെ, അപ്പൊ മറ്റു സംശയങ്ങളില്ല എങ്കിൽ നമുക്ക് അവസാനിപ്പിച്ചാലോ സാറേ? നമുക്ക് എല്ലാവർക്കും എല്ലാ വിജയങ്ങളും ആശംസിച്ചുകൊണ്ടും ആ ക്ലാസ് പങ്കെടുക്കാൻ കഴിയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തിക മാറ്റം 100% ഗ്യാരണ്ടി എന്നും അത് ലൈഫ് ചേഞ്ചിങ് ക്ലാസ് ആയിരിക്കുമെന്നും, അത് ലൈഫ് ചേഞ്ചിങ് ആണ്. ഈ പറഞ്ഞ ഓരോ വാചകങ്ങളും ഏതെങ്കിലും ഇതുവരെ പറഞ്ഞ ഏതെങ്കിലും വാഗ്ദാനങ്ങളിലോ വാക്കുകളിലോ സത്യവിരുദ്ധമെന്നാണ് നിങ്ങൾക്ക് ആ ക്ലാസ്സിൽ തോന്നുന്നതെങ്കിൽ ഫുൾ ഫീസും തിരികെ എന്ന ഗ്യാരണ്ടിയാണ്. അത്രയും സത്യസന്ധമായിട്ട് ജെനുവിനായിട്ടും ഫലപ്രദമായിട്ട് നിങ്ങളെ പഠിപ്പിക്കാം. ധൈര്യമായി വന്നോളൂ. ഒന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല. ഒരുമിച്ച് വളരാം, വിജയിക്കാം. അത് 100% ഉറപ്പ്. വീണ്ടും ഒരിക്കലും കൂടെ ആവർത്തിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാ ജീവിത വിജയങ്ങളും സാമ്പത്തിക വിജയം ആശംസിച്ചുകൊണ്ടും
സന്തോഷ് സാറും ഞാൻ ഒരുമിച്ച് സൈനിങ് ഓഫ്. താങ്ക് യു ഓൾ. ബൈ. താങ്ക് യു.